ഹലോ ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആറ്റം, ന്യൂക്ലിയൈ, സെമികണ്ടക്ടർ. മോഡേൺ ഫിസിക്സിലെ അടിപൊളിയായിട്ടുള്ള 3 ചാപ്റ്റേഴ്സ്. കൃത്യമായി ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകാൻ വന്നതാണ്. റെഡി ആയിട്ടുള്ള മക്കൾ, എന്നെ കാണുന്ന മക്കൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പെട്ടെന്ന് വന്നേടാ റെഡിയാണ് ഒന്ന് പറഞ്ഞ്. യെസ്, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി അല്ലേ? എവിടെ എവിടെ? യെസ് യെസ് യെസ്, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. തുടങ്ങാം. സോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ആറ്റം ആണ്. ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ തിയറി ചെറുതായിട്ട് പറഞ്ഞു പോയിട്ട് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ആറ്റം മോഡൽസിനെ കുറിച്ചാണ്. ആറ്റം മോഡൽസ് ഏതൊക്കെ മോഡൽസ് നമുക്ക് പഠിക്കാനുള്ളത്? ആദ്യം ഒരു പേര് മാത്രം പറഞ്ഞു പോയ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലുണ്ട്. അപ്പോൾ അതിനകത്തായിക്കോട്ടെ തോംസൺ, ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലുണ്ട്. ഓർക്കുന്നുണ്ടാവും അല്ലേ? എന്താ പ്ലം പുഡിംഗ് മോഡൽ പറഞ്ഞത്? ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് മാസാണ്, അതിലിടയ്ക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ മറ്റേ നമ്മളെ എന്താ പറയുക പ്ലമ്മിൽ പുഡിംഗ് വെച്ച പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? യെസ്, ആ കാര്യമായിരുന്നു. സോ അടുത്തതായിട്ട് നമുക്ക് പറയേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ്റം മോഡൽ ആരുടെ ആറ്റം മോഡലാണ്? റുദർഫോർഡിൻ്റെ ആറ്റം മോഡലാണ് അല്ലേ? അപ്പോൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ കിട്ടിയത് നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിലാണ്. ഈ എക്സ്പെരിമെൻ്റ് പേരെന്താടാ? ഇതാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ഒന്ന് പഠിച്ചു പോകണം. യെസ്, റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ വരികയാണ്. അതിന് വേണ്ടി നമ്മൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പറഞ്ഞു. എന്താ ചെയ്തിരുന്നു? ഇത് ആൽഫ പാർട്ടിക്കിളിൻ്റെ ഒരു സോഴ്സ് ആണ്. നമുക്ക് വേണ്ടത് ആൽഫ പാർട്ടിക്കിളിൻ്റെ ബീംസ് ആണ്. ബീംസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആണ് നമുക്ക് ആവശ്യം. സോ അതിന് വേണ്ടിയിട്ട് ലെഡ് ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് ഈ സോഴ്സിന് എല്ലാ ഭാഗത്തേക്കും വരില്ലേ? സോ അതൊരു സിംഗിൾ റേ ആക്കി മാറ്റി. എന്നിട്ട് അത് പോയത് ഏത് കൂടിയായിരുന്നു? ഗോൾഡ് ഫോയിലിൽ കൂടിയാണ്. എന്തിനാ ഗോൾഡ് എടുത്തത്? ഗോൾഡ് നമുക്ക് വളരെ വളരെ തിന്നാക്കി എടുക്കാൻ പറ്റും. ആറ്റത്തിൻ്റെ സൈസ് പോലെ, അല്ലെങ്കിൽ വളരെ 2-3 ആറ്റം ചേർത്ത് വെച്ച പോലത്തെ വളരെ തിന്നാക്കി എടുക്കാൻ പറ്റും. സോ ഇതിലൂടെ വന്നു നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചു? ഒരു ZNSന്റെ സ്ക്രീൻ വെച്ചു. എന്തൊക്കെയായിരുന്നു ഒബ്സർവേഷൻസ്? മെജോറിറ്റി ഓഫ് ആറ്റംസ് പാസ്ഡ് അൺഡീവിയേറ്റഡ് അല്ലെ? മോസ്റ്റ് ഓഫ് ദി ആറ്റം പാസ്ഡ് അൺഡീവിയേറ്റഡ്. അതിന്റെ അർത്ഥം എന്തായിരുന്നു? ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദി സ്പേസും എംപ്റ്റി ആണെന്നായിരുന്നു അർത്ഥം അല്ലെ? പിന്നെന്താ ഇത്? വെരി ഫ്യൂ വർ റിഫ്ലക്റ്റഡ് ബൈ മേക്കിംഗ് സം ആംഗിൾ. അതിന്റെ അർത്ഥം എന്താണ്? ചില ഈ വരുന്ന ആൽഫ പാർട്ടിക്കിൾ ഈ ആൽഫ പാർട്ടിക്കിളിനെ എന്താ പറയുക റിഫ്ലക്ട് ചെയ്യുന്ന ആ ചെറിയൊരു ഭാഗമുണ്ട് അവിടെ. അതാരാ? അത് ന്യൂക്ലിയസ് ആണ്. ആൻഡ് നേരെ വന്ന 1/8000 ഒന്ന് പുറകിലേക്ക് പോയിട്ടുണ്ട്. സോ ഇത്രയായിരുന്നു അതിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ. ഇതൊന്ന് വെച്ചിട്ട് ഓർത്ത് വെക്കണം. ഇത് വെച്ചിട്ട് ഓർക്കേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ കുറിച്ചിട്ടാണ്. എന്താ റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേടാ. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ എന്താ പറഞ്ഞത്? മോഡൽ അതിലെന്താ പറഞ്ഞിരുന്നത്? ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതിൻ്റെ സെൻറ്ററിൽ നോക്കിക്കേ, സെൻറ്ററിലാണ് നമ്മളുടെ ആളിരിക്കുന്നത്. അയാളാണ് ന്യൂക്ലിയസ് അല്ലേ? ന്യൂക്ലിയസിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസും ഉണ്ട്, അതിൻ്റെ അകത്ത് ന്യൂട്രോൺസും ഉണ്ട്. ന്യൂട്രോൺസ് ഒക്കെ പിന്നെ ചാഡ്വിക്ക് വന്നിട്ടാണ് കണ്ടുപിടിച്ചത്. സോ ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് സം ഫിക്സ്ഡ് ഓർബിറ്റ്സ്. അപ്പോൾ ആറ്റത്തിന് ചുറ്റും ചില ഫിക്സ്ഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാണ്. ഇതായിരുന്നു റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. അവിടെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ന്യൂക്ലിയസിൻ്റെ സൈസ് is very small comparing to the mass of the size of the atom, and entire positive charge of the atom is concentrated at the center called nucleus. ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, യെസ്, മോസ്റ്റ്ലി എംപ്റ്റി സ്പേസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് മനസ്സിലായിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമുക്ക് ഇവിടെ പഠിക്കേണ്ട ഒരു ടേമും കൂടി ഉണ്ട്. അതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്? എന്താ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മിനിമം ഡിസ്റ്റൻസ് ആണല്ലേ? മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജ് പാർട്ടിക്കിൾ ആൻഡ് ന്യൂക്ലിയസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അതായത് നമ്മുടെ ന്യൂക്ലിയസിന്റെ സെന്ററിലേക്ക് പാർട്ടിക്കിളിനെ വന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ഇടിക്കാനും പറ്റില്ല. ഇതുവരെ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഇത് തിരിച്ചു പോകും ബിക്കോസ് ഓഫ് ദി റിപ്പൽഷൻ ഓഫ് ദിസ് പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ. സോ മിനിമം ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അതെങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുക? വളരെ ഈസിയാണ്. ആ വരുന്ന പാർട്ടിക്കിൾസിന് എന്തുണ്ടാ?
കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ, കൈനറ്റിക് എനർജി ഉണ്ട്. ഏത് വരെയാണ് അതിന് വരാൻ പറ്റുക? ഇങ്ങനെ വരുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. സോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്ന പോയിന്റ് വരെ വരാൻ പറ്റുള്ളൂ. സോ ഇനീഷ്യലി ഇങ്ങനെ വന്ന സമയത്ത് കൈനറ്റിക് എനർജി കൂടുതലാണ്, മുന്നോട്ട് ഇങ്ങനെ വന്നിരുന്നു. സോ ഈ ഒരു പോയിന്റിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയി, അത് വരെ വരാൻ പറ്റുള്ളൂ. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഏത് പൊട്ടൻഷ്യൽ എനർജി? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ആ പോയിന്റ് വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഓക്കെ, ഡ്യുവൽ നേച്ചറിനെ ബാക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് മക്കളെ. 2 മണിക്ക് ഞാൻ വീണ്ടും വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താടാ? ½ mv² ആണ്. ½ mv² ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Ze². ZE into 2E. ZE into 2E divided by R² എന്ന് വരും. കാര്യം മനസ്സിലായോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. R² വേണ്ട, പൊട്ടൻഷ്യൽ അല്ലേ, ഡി മതി. പൊട്ടൻഷ്യൽ അല്ലേ, ഡി മതി. ആ ഡിസ്റ്റൻസ് ആണ് ഡി. ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്നത് എന്തായിരുന്നു? ആരായിരുന്നു സെൻറ്ററിൽ? ആരാ ഉള്ളത്? ന്യൂക്ലിയസ് ആണുള്ളത്. ഓക്കെ, ആ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പർ Z ആണെങ്കിൽ അവിടുത്തെ ചാർജ് Zg ആണ്. ഈ വരുന്ന പാർട്ടിക്കിൾ ആരാ? നമ്മൾ ആൽഫ പാർട്ടിക്കിളാണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2E ആണ്. ഓക്കെ, സോ 2E എന്ന് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾ Ze ചാർജുള്ള ആരുടെ അടുത്തേക്ക് വരികയാടാ? ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ, സോ നോക്കിക്കോളൂ, ഇതാണ് സംഭവിച്ചത്. ഇക്വേഷൻ നമ്മൾ എഴുതി. പൊട്ടൻഷ്യലിന് Zeq ഡിവൈഡഡ് ബൈ R, അതാണ് ഇക്വേഷൻ. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ Q1 Q2 ഡിവൈഡഡ് ബൈ R. ഓക്കെ അല്ലേ? സോ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഡി ആണ് വേണ്ടത്. ഡി ഈസ് ഈക്വൽ ടു 1/4πε0 2ZE² ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി എന്ന് കിട്ടും. ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ ഇക്വേഷൻ വരുന്നത്. സിമ്പിൾ ആണ്. ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യോ? ഡെറിവേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 10⁻⁻⁴ മീറ്റർ. സോ ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തത്. നോക്കിക്കോളൂ. ഡിഫൈൻ ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. എന്താ ഡിഫൈൻ ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് അല്ലെ, മിനിമം ഡിസ്റ്റൻസ്. അത് എന്താ സംഭവിക്കുക? മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ആരായിരുന്നു? ന്യൂക്ലിയസ്. അവിടുത്തെ പ്രത്യേകത എന്താ? അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇതായിരുന്നു അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? സോ ഇതാണ് അവിടെ ഓർത്തു വെക്കേണ്ട കാര്യം. യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ച കാര്യം നോക്കടാ. An alpha particle kinetic energy K is bombarded on thin gold foil. The distance of closest approach is R. What will be the distance of closest approach of alpha particle of double kinetic energy? യെസ്, ഒന്ന് പറഞ്ഞേ. എങ്ങനെയാ പറയാൻ പറ്റുക? എന്താ പറഞ്ഞത്? കൈനറ്റിക് എനർജി ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് R ആണ് അല്ലെ. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് R എന്നടുത്ത് ഇക്വേഷൻ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന് നമ്മൾ നേരത്തെ പറഞ്ഞു 1/4πε0 2 into ZE² ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി. ഇതാണ് ഇക്വേഷൻ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷനാണ്. അത് പറഞ്ഞ കേസ് കൈനറ്റിക് എനർജിക്ക് അവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് വാസ് കെ അല്ലേ. നമ്മളോട് ചോദിച്ചെന്താ? വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ് അപ്രോച്ച്? R' എത്രയായിരിക്കും വെൻ കൈനറ്റിക് എനർജി ഈസ് ഡബിൾ? സോ 1/4πε0 2ZE² ഡിവൈഡ് ബൈ 2K വരും അല്ലേ. 2K വരും. ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 2K വരും. അപ്പോൾ R' ഇസ് ഈക്വൽ എന്ത് എഴുതാൻ പറ്റൂടാ? ഈ ഒരു ടേം മൊത്തം R ആണ് ഡിവൈഡഡ് ബൈ 2. ഇത്രയേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ് അപ്രോച്ച് വിൽ റെഡ്യൂസ് ബൈ ഹാഫ് അല്ലേ. റെഡ്യൂസ് ബൈ ഹാഫ്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? പറഞ്ഞേ മക്കളെ. യെസ്, കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മുന്നോട്ട് പോകാം. ക്ലിയർ അല്ലേ? R/2 ആയിട്ട് മാറും. സിമ്പിൾ ആണല്ലേ? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആടാ. ഡേറ്റ് കട്ടായി പോയതോ? യെസ്, സെറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ബോർ മോഡലിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ നമ്മളിപ്പോൾ പറഞ്ഞ റുദർഫോർഡ് മോഡലിൻ്റെ എന്താ പറയുക, ഡ്രോബാക്ക് പറയണം.
റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്താണ്? ഞാൻ വെറുതെ വരച്ച് വെക്കുകയാണ്. സെൻറ്ററിൽ ന്യൂക്ലിയസ് ആണുള്ളത്. ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട് അല്ലേ? അതിന് ചുറ്റും എന്താ ഈ പറയുന്ന ഓർബിറ്റുകളിലൂടെയാണ് ആര് പോകുന്നത്? ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഇങ്ങനെയായിരുന്നു നമ്മളെ റുദർഫോർഡ് പറഞ്ഞത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അവിടെ നിന്നാണ് നമ്മൾ പുതിയൊരു മോഡലിൻ്റെ ആവശ്യം വന്നത്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അവിടെ ഒരു ഇമ്പാക്ട് പാരാമീറ്റർ എന്ന ടേം ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ചൂസ് ചെയ്യാൻ ഞാൻ പ്രീവിയസ് ഇയർ നോക്കിയ സമയത്ത് കണ്ടിട്ടില്ല. സോ അപ്പോൾ മുഴുവൻ കാര്യങ്ങളും പറയാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതോട് തൽക്കാലം ഞാൻ വിട്ടതാണ്. സോ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ലിമിറ്റേഷൻ 3 ലിമിറ്റേഷൻസ് ആണുള്ളത്. യെസ് ലിമിറ്റേഷൻ ആണ് വന്നിരിക്കുന്നത്. ഗുഡ് ലിമിറ്റേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താ? ഫെയിൽ ടു എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം അല്ലെ? സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? റുദർഫോർഡ് പറഞ്ഞ കാര്യം എങ്ങനെയാണ്? ഇലക്ട്രോൺസ് ആർ മൂവിങ് ഇൻ സർക്കുലാർ ഓർബിറ്റ്സ് അല്ലെ? വിത്തൗട്ട് അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് പാർട്ടിക്കിൾ ഇൻ മോഷൻ ആണ്. ചാർജ് പാർട്ടിക്കിൾ ഇൻ ആക്സിലേറ്റർ മോഷൻ ആവുന്ന സമയത്ത് ദേ വിൽ എമിറ്റ് റേഡിയേഷൻ. അങ്ങനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലാതെ മെല്ലെ വന്നിട്ട് ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിൽ വീഴണം. അങ്ങനെ സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? റുദർഫോർഡ് കഴിഞ്ഞില്ല. ദാറ്റ് വാസ് ദി ഫസ്റ്റ് ലിമിറ്റേഷൻ. ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. രണ്ടാമത്തെ കാര്യം എന്താ? ഫെയിൽ ടു എക്സ്പ്ലെയിൻ ലൈൻ സ്പെക്ട്ര അല്ലെ? ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ഇത് രണ്ടുമായിരുന്നു എന്ത്? അയാളുടെ ഫെയിലിയേഴ്സ്. ഒന്ന് സ്റ്റെബിലിറ്റി ആണ്, 2 ലൈൻ സ്പെക്ട്രയാണ്. ഓക്കെ അല്ലേ? യെസ്, ആറ്റോമിക് സ്പെക്ട്ര അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. സോ ഇതിന് പരിഹാരമായിട്ടാണ് മക്കളെ ഞാൻ എഴുതുന്നത്. കാണുന്നുണ്ടോ? വലിപ്പമൊക്കെ ഓക്കെ ആണോ? ഇതിന് പരിഹാരമായിട്ടാണ് നമ്മുടെ ആൾ വന്നത്. ആര്? ബോർ മോഡൽ വന്നത്. ബോർസ് ആറ്റം മോഡൽ. അപ്പം നമ്മൾ ആദ്യം അവിടെ പഠിക്കേണ്ട കാര്യം എന്താടാ? അതിന് 3 പോസ്റ്റുലേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അല്ലേ? ഒന്നാമത്തെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്താ? നമുക്ക് ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കണം. സോ ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോസ്റ്റുലേറ്റ്സ് കൊണ്ടുവന്നത്. എന്തൊക്കെയായിരുന്നു ആദ്യത്തെ പോസ്റ്റുലേറ്റ്സ്? ആറ്റംസ് ആർ റിവോൾവിംഗ് ഇൻ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? ഓർബിറ്റുകൾ എങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും അല്ലേ? അങ്ങനെ റേഡിയേറ്റ് ചെയ്യാത്ത ഓർബിറ്റിലാണ് ഇവർ റിവോൾവ് ചെയ്യുന്നത്. നമ്മൾ ആര് പറഞ്ഞു? ബോർ പറഞ്ഞു പോസ്റ്റുലേറ്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് അവിടുത്തെ ആ ഓർബിറ്റിനെ സെലക്ട് ചെയ്യുന്നത്? സോ ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം എത്രയായിരുന്നു? L is equal to NH/2π എന്നായിരുന്നു. സോറി, യെസ്. സോ NH/2π ആയിരുന്നു. L എന്താടാ? ആംഗുലാർ മൊമെന്റമാണ്. L ഈക്വൽ ടു എന്താ ഇക്വേഷൻ? MVR എന്നൊരു ഇക്വേഷൻ ഉണ്ട്. എന്നിനെ വിളിക്കുന്ന പേരെന്താടാ? അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, അല്ലെങ്കിൽ ഓർബിറ്റിന്റെ എണ്ണമാണ്. സോറി. യെസ് ബാക്ക്. സോ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്തായിരുന്നു മക്കളെ? മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്തായിരുന്നു നോക്കണേ? മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്താണ്? എനർജി. ഇപ്പൊ ഈ കാര്യം പരിഹരിക്കപ്പെട്ടു. ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി എന്ന കാര്യം പരിഹരിക്കപ്പെട്ടു. നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ആണ്. ഓർബിറ്റ്സ് എങ്ങനെയാണ് എടുക്കുക? അവരുടെ ആംഗുലർ മൊമെന്റം ഈ വാല്യൂ ആവുന്നതാണ്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? എനർജി റിലീസിനെ കുറിച്ചിട്ടായിരുന്നു. എനർജി റിലീസ്ഡ് ദാറ്റ് വിൽ ബി E2 - E1 equal to H nu. So electronic transition will take place from lower orbit to higher energy orbit to lower energy orbit by the emission of radiation of
ഫ്രീക്വൻസി ഏതായിരുന്നു? എച്ച് ന്യൂ ആയിരുന്നു, അല്ല ന്യൂ ആയിരുന്നു. സോ ദീസ് ആർ ദി പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർസ് മോഡൽ. ക്ലിയർ അല്ലേ? സോ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് റുദർഫോർഡ് അറ്റോമിക് മോഡൽ, എക്സ്പ്ലെയിൻ ഹൗ ദീസ് വെർ ഓവർകം പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർസ് അറ്റോമിക് മോഡൽ. സോ നമ്മളിതാ ഇവിടെ പറഞ്ഞതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആ കാര്യമാണ് നമ്മളിവിടെ കൃത്യമായി പറഞ്ഞു വെച്ചത്. സെന്റൻസിൽ എഴുതി വെക്കണം, തകർക്കണം. റെഡി അല്ലേ? യെസ്. സോ അടുത്ത ക്വസ്റ്റ്യനിക്ക് നമ്മൾ പോവുകയാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് റേഡിയസ് ഓഫ് ആറ്റം. നോക്കാം അല്ലേ, റേഡിയസ് ഓഫ് ആറ്റത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്. സോ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു മക്കളെ? ആറ്റംസ് പോകുന്നത് ഏത് കൂടെയാണ്? ഓർബിറ്റ് കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഈ കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ദേ ആർ മൂവിങ് ഇൻ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ? ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആര് കൊടുക്കും? ആരാ അവിടെ സെൻറ്ററിലുള്ളത്? ന്യൂക്ലിയസ് സെൻറ്ററിലുണ്ട്. നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ആരാണ്? Coulombic force of attraction between ആരൊക്കെയാണ്? attraction between electron and nucleus. കാര്യം ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താടാ? mv²/r ആണ്. കൊളംബിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 1/4πε0. ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് e²/r² എന്ന് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ കാര്യം? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെട്ടാനുള്ള ആളുകളെ വെട്ടാം. ഒരു ആറും ഒരു r² വെട്ടിക്കളഞ്ഞു അല്ലേ? സോ mv² is equal to 1/4πε0 e²/r എന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്താ? റേഡിയസ് ഓഫ് ആറ്റം r ആണ്. സോ ഇവിടെ നിന്ന് കൊണ്ട് തന്നെ r ഇക്വേഷൻ എഴുതി നിർത്താൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇവിടെ നിന്ന് തന്നെ ഇക്വേഷൻ എഴുതി നിർത്താൻ പറ്റില്ല. കാരണം നമുക്ക് r വേണ്ടത് അറിയുന്ന കുറച്ച് ടേംസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് ഏത് ഓർബിറ്റാണ്, ഓർബിറ്റിൻ്റെ എണ്ണമൊക്കെ വേണം. സോ അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നിർത്തരുത്. സോ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അക്കോർഡിംഗ് ടു ബോർസ് പോസ്റ്റുലേറ്റ് വി ഹാവ് ബോർസ് പോസ്റ്റുലേറ്റ്സ് അനുസരിച്ച് L, that is mv into r is equal to nh divided by 2π എന്നുണ്ട് അല്ലേടാ? nh/2π എന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ v ഈക്വൽ ടു ഇതൊന്നും എങ്ങനെ എഴുതാടാ? ബോർ പോസ്റ്റുലേറ്റ് v is equal to nh divided by ഈ ബോർസ് പോസ്റ്റുലേറ്റ് എന്നാണ് എഴുതാൻ പോണത്. v ഈക്വൽ ടു ഈ ഇക്വേഷനിൽ v is equal to nh divided by mr അങ്ങോട്ട് പോകും അല്ലേ? mr into 2π. കറക്റ്റ് അല്ലേടാ? 2πmr എന്ന് എഴുതാം. വൃത്തിയായിട്ട് എഴുതാണെങ്കിൽ 2πmr എന്ന് എഴുതാം. 2πmr എന്ന് എഴുതാം. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിക്കോട്ടെ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിക്കോട്ടെ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ കാര്യങ്ങൾ. ഇക്വേഷൻ നമ്പർ 2 in 1. കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ നമ്പർ 2 ആണ് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്തു. ഇവിടെ ഓൾറെഡി m ഉണ്ട്. വിക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തുകൂടാ? nh divided by 2πm into r, that whole square, mv² ആണ് ഇക്വേഷൻ ഉള്ളത്. that is equal to 1/4πε0 e² divided by r. ഇനി കൃത്യമായി ശ്രദ്ധിക്കുക. m into n²h² divided by 4πm²r² is equal to 1/4πε0 e² divided by r. കറക്റ്റ് അല്ലേ? വെട്ടാള ആളുകളൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ടാവും? ഈ എമ്മും m² പോയി, ഈ ആറും ഈ r² പോയി, 4πയും പോയി. സോ ബാക്കി നമുക്ക് എന്താ ഉള്ളത്? n²h² divided by r. കറക്റ്റ് അല്ലേ? അല്ല, പൈ. അവിടെ സ്ക്വയർ ഉണ്ട്. വെരി സോറി. അപ്പോൾ 4 പോയി, പൈൻ്റെ സ്ക്വയറും പോയി അല്ലേ? 4 പോയി, പൈൻ്റെ സ്ക്വയറും പോയി. സോ πm r എന്നുണ്ടാവും. πm r കറക്റ്റ് അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ ഉണ്ടാവുക? e² divided by
എപ്സിലോൺ 0 r ഉണ്ടാവും. E സ്ക്വയർ ഡിവൈഡ് ബൈ ആറും പോയല്ലോ, E സ്ക്വയർ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഉണ്ടാവും. നമുക്ക് എന്താ വേണ്ടത്? 6 ആണ് വേണ്ടത്. ഇതാ കഴിഞ്ഞു, പൈ സ്ക്വയർ ആണ്. താങ്ക് യു. സോ r is equal to എന്ത് കിട്ടിയടാ? E സ്ക്വയർ എപ്സിലോൺ 0 n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ സോ ഈ ആറിന് ഇങ്ങോട്ട് പോയി ബാക്കി എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ എപ്സിലോൺ 0 n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ എം ഇ സ്ക്വയർ. കറക്റ്റ് അല്ലേടാ? എപ്സിലോൺ 0 n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ. ഇനിയാണ് നമ്മൾ അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത്. ദാ r is equal to എപ്സിലോൺ 0 h സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ എം ഇ സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ. ഇയാൾ കോൺസ്റ്റൻ്റ് ആണ്. എപ്സിലോൺ 0 h സ്ക്വയർ പോലെ പൈ എം ഇ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. സോ r is equal to ആ കോൺസ്റ്റൻ്റ് നമ്മൾ r0 എന്ന് വിളിച്ചു, n സ്ക്വയർ എന്ന് കിട്ടി. r is equal to r0 n സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേടാ? സോ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് nth ഓർബിറ്റ്. rn is equal to അങ്ങനെ വിളിക്കാം, rn is equal to r0 n സ്ക്വയർ. വേറെ r0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? r0 is the radius of first orbit. നിങ്ങൾ നോക്കിയേ, ഇവിടെ 1 കൊടുത്തു നമുക്ക് എത്ര കിട്ടുക? r0 ആണ് കിട്ടുക. സോ r0ൻ്റെ വാല്യൂ എത്രയാടാ? ഓർത്ത് വയ്ക്കേണ്ടതാണ് 0.53 ആങ്സ്ട്രം. 0.53 10⁻⁻⁻10 സെറ്റ് അല്ലേ? സോ ഈ കാര്യം ഓർത്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ് ഈ രണ്ട് ഇക്വേഷൻസ്. ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ഒരു കാര്യം കൂടി, ചെറിയൊരു കാര്യം കൂടി അവിടെ പറയേണ്ട ആവശ്യമുണ്ട്. അതെന്താ വെച്ചാൽ അത് നമുക്കൊരു പോയിൻ്റായിട്ട് ഇവിടെ പറഞ്ഞു വെക്കാം. നോക്കിക്കോളും, ഒരു പോയിൻ്റായിട്ട് നമുക്ക് ആ കാര്യം ഇവിടെ പറഞ്ഞു വെക്കാം. സപ്പോസ് n നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. സോ ഫോർ n ഈക്വൽ ടു 1:2:3 r വാല്യൂ എങ്ങനെയാണ് വരിക? r വിൽ ബി, ആദ്യം r0 കൊടുക്കണം. അപ്പോൾ 1 സ്ക്വയർ ഈസ് ടു 2 സ്ക്വയർ ഈസ് ടു 3 സ്ക്വയർ വരും. അതായത് r എത്ര വരിക? 1:4:9 വരും. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം എങ്ങനെയാണ്? റേഡിയസ് അല്ലെങ്കിൽ ഓർബിറ്റ്സ് ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ്. കാര്യം മനസ്സിലായോ മക്കളെ? നമ്മൾ ഈ ഇക്വേഷനിൽ n-ന് 1 കൊടുത്താലാണ് നമുക്ക് ഫസ്റ്റ് ഓർബിറ്റ് കിട്ടുക. അപ്പോൾ r0 ആണ് ഫസ്റ്റ് ഓർബിറ്റിൻ്റെത്. രണ്ടാമത് കിട്ടണമെങ്കിൽ n നമ്മൾ 2 ആണ് കൊടുക്കേണ്ടത്. അത് എത്ര വരിക? 4r0 ആണ് വരിക അല്ലേ? മൂന്നാമത്തെ എടുത്താൽ എത്ര വരിക? 9 ആണ് വരിക. സോ ദേ ആർ നോട്ട് ഈക്വലി സ്പേസ്. ഒന്നാമത്തെ എങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ദൂരം കൂടുതലാണ്, മൂന്നാമത്തെ ദൂരം പിന്നെയും കൂടുതലാണ്, പിന്നേക്കുള്ള ദൂരം കൂടി വരും. ക്ലിയർ അല്ലേ? ഈ ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിലും ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ഡെറിവേഷൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നത്. യെസ്, ക്ലിയർ അല്ലേടാ? നമ്മൾ ഈ കാര്യം പഠിച്ചതാണ്. ഒരിക്കൽ കൂടി പറഞ്ഞു വെച്ചത് മാത്രം. നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷോ ദാറ്റ് റേഡിയസ് ഓഫ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം വാരീസ് as n സ്ക്വയർ. അവിടെ ഷോ ദാറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഡെറിവേഷൻ കണ്ടത്. സോ ആ ഡെറിവേഷനാണ് നമ്മൾ ചെയ്തത്. ഓക്കെ അല്ലേടാ? നമ്മൾ കഴിഞ്ഞ പേജിൽ ചെയ്തിട്ടുണ്ട്. വാരീസ് as n, വേർ n ഈസ് എ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ദി ആറ്റം. ഈ കാര്യമാണ് നമ്മൾ ചെയ്തത്. ഒന്നുമില്ല, ഓരോ ഡെറിവേഷനും കാണാതെ പഠിക്കുകയല്ല, എന്താ ചെയ്തതെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. സോ 2 ഡെറിവേഷൻസ് ആണ് നമ്മളിവിടെ കണ്ടത്. തുടങ്ങണേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് ഡെറിവേഷൻ അല്ല, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ് അപ്രോച്ചിൻ്റെ ഡെറിവേഷൻ പറഞ്ഞു. അവിടെ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺ ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വരുമ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവും. ഇതാണ് ഇവിടെ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. അത് ഓർത്ത് വെച്ചാൽ ആ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ അടുത്ത കാര്യം നോക്കടാ. റേഡിയസ് ഓഫ് ആറ്റം വരുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ? സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് കുളുംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ കിട്ടി നിർത്തരുത്, അവിടെ നമ്മൾ ഇതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡെറിവേഷൻ ഡിലീറ്റഡ് ആണോ എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു വെച്ചു. സോ 2015-ലും 2014-ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടോ അറിയില്ല. ഡെറിവേഷൻ ചോദിച്ചാൽ നമ്മൾ വിഷയമല്ലാതെ എഴുതും അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ഡെറിവേഷൻ ഓർത്ത് വെക്കേണ്ടത്. ഓരോ ഡെറിവേഷൻ്റെയും പേരെഴുതുക, എന്നിട്ട് അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ഇപ്പോൾ ഡെറിവേഷൻ ഏതാ? റേഡിയസ് ഓഫ് ആറ്റം. ഓർത്ത് വെക്കേണ്ട കാര്യം അവിടെ എന്തൊക്കെയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത് ഓർത്ത് വെക്കുക, എഴുതുക. എന്തൊക്കെ ഇക്വേറ്റ് ചെയ്യേണ്ട കമൻറ്റ് ബോക്സിൽ എന്ന് പറഞ്ഞേടാ. റേഡിയസ് ഓഫ് ആറ്റം എന്തൊക്കെ ഇക്വേറ്റ് ചെയ്യേണ്ടത്? സെൻട്രിപിറ്റൽ ഫോഴ്സും അവിടുത്തെ കുളുംബിക് ഫോഴ്സുമാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി കൊണ്ടുവരണം, L = NS/2π കൊണ്ടുവരണം. സെറ്റ് അല്ലേ? യെസ്.
ചെറുതായിട്ട് ശബ്ദത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് കേൾക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ആർ മൂവിങ് ഫോർവേഡ്. നോക്കിക്കോളൂ മക്കളെ. ദ റേഡിയസ് ഓഫ് ഇന്നർ മോസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 5.3 × 10⁻⁻11. നമ്മൾ പഠിച്ചു 0.53 × 10⁻10. അത് തന്നെയാണ് 5.3 × 10⁻11 മീറ്റർ. ദ റേഡിയസ് ഓഫ് n is equal to 3 ഓർബിറ്റ്. പെട്ടെന്ന് ചെയ്തോളൂ. പഠിക്കേണ്ടാത്തതായിട്ടുള്ള ഒരു ഡെറിവേഷനും ഇല്ല. അപ്പോൾ ഡെറിവേഷൻ പഠിക്കാൻ നിങ്ങൾ ആ ഡെറിവേഷൻ്റെ പേര് എഴുതി വെക്കുക. എന്നിട്ട് അവിടെ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ഈ ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് പറഞ്ഞോളൂ. എങ്ങനെയാ ചെയ്യുക? റേഡിയസ് ഓഫ് ഇന്നർ മോസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 0.53. അതിൻ്റെ അർത്ഥം എന്താടാ? R0 ഫസ്റ്റ് ഓർബിറ്റ് അല്ലേ? R0ൻ്റെ വാല്യൂ 5.3 × 10⁻11 ആണ്. റേഡിയസ് ഓഫ് n is equal to 3. അപ്പോൾ Rn is equal to R0n². നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ 5.3 × 10⁻11 × 9 എന്ന് വരും. അത് ചെയ്താൽ കിട്ടുന്ന ആൻസർ 4.77 ആണെന്ന് എനിക്കറിയാം. യെസ്, 4986. സിമ്പിൾ അല്ലേടാ? ചെയ്യാൻ കഴിയുന്ന കോൺഫിഡൻസ് വരുന്നില്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ മുന്നോട്ട് പോവല്ലേ? ഫിക്സ്ഡ് ഹാവൽ വിൽ ഡു വർക്ക് ഫോർ ഹാബിറ്റ് ആണോ? നോക്കാം. അടുത്ത നമ്മൾ പറയേണ്ട അടുത്ത ഡെറിവേഷനാണ് ഇതിലെ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമ്മൾ സിമ്പിളായിട്ടുള്ള കേസിൽ ഹൈഡ്രജൻ ആറ്റത്തിലാണ് പറയുന്നത്. സോ എനർജി ഓഫ് ഓർബിറ്റ് ഡെറിവേഷൻ പഠിക്കാം, നമുക്ക് പഠിച്ചെടുക്കാം. സിമ്പിളാണ്. ഈ ചാപ്റ്ററിലെ ഡെറിവേഷൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. സോ എനർജി ഓഫ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ എനർജി ഉണ്ടാവുക? കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി കിട്ടാനുള്ളൊരു സൂത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ സൂത്രം എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. അവിടെയും നമ്മൾ തുടങ്ങാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈക്വൽ ടു അതേതാ? കൊളംബിക് ഫോഴ്സ് എഴുതണേ. കൊളംബിക് ഫോഴ്സ് അല്ലേ? ഇക്വേഷൻ എഴുതുക. എന്താ ഇക്വേഷൻ? mv² / r is equal to 1/4πε0 1/4πε0 e² / r². എഴുതി. നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്താടാ? കൈനറ്റിക് എനർജി ആട്ടോ. എനർജി കൈനറ്റിക് ആണ്. കൈനറ്റിക് എനർജി ഇപ്പം തീരും. സിമ്പിളായിട്ട് തീർക്കാൻ വേണ്ടിയ ഡെറിവേഷനാണ്. കൈനറ്റിക് എനർജി കൈനറ്റിക് എന്ന് വിളിച്ചാൽ നമുക്ക് അതിന് ഇക്വേഷൻ അറിയാം. 12mv² ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടിയപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ആറും ഇതൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഈ ഭാഗം ലെഫ്റ്റ് സൈഡിൽ നിന്ന് mv² ആണ്. സോ അതിനൊരു ഹാഫ് കൂടി കൊടുത്താൽ പോരേടാ. സോ ഹാഫ് ഓഫ് mv² എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ഹാഫ് ഓഫ് 1/4πε0 e² r. ഇത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 1/8πε0 e² r. ഓർത്ത് വയ്ക്കുക. സിമ്പിൾ അല്ലേ? എത്ര സിമ്പിളായി നമ്മൾ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൈനറ്റിക് എനർജി ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ? സോ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് നോട്ട് സെലക്ടഡ് ആസ് 0. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. സോ റിലേഷൻ this bears no relation with the selection of 0 potential energy. അതൊന്ന് ഞാൻ അവിടെ തന്നെ എഴുതി വെക്കുകയാണ്. പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കുന്നതാണ്. നോ റിലേഷൻ വിത്ത്, അതെന്തിനാ പറഞ്ഞത് പ്രകാരം ഇപ്പം മനസ്സിലാവും കേട്ടോ. കൈനറ്റിക് എനർജി കൈനറ്റിക്കിന് നോ റിലേഷൻ വിത്ത് സെലക്ഷൻ ഓഫ് 0 പൊട്ടൻഷ്യൽ. ഈ കാര്യം ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ഡിറൈവ് ചെയ്യേണ്ടത് ആരെയാടാ? കൈനറ്റിക് എനർജി കഴിഞ്ഞാൽ പിന്നെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഡിറൈവ് ചെയ്യേണ്ടത്. സോ നമ്മൾ പോവുകയാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിക്കോളൂ. പൊട്ടൻഷ്യൽ എനർജി യെസ്. പൊട്ടൻഷ്യൽ എനർജി എന്താ? പൊട്ടൻഷ്യൽ എനർജി നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ്
യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അല്ലേ. സോ ഇവിടെയാണ് നമ്മൾ സീറോ പൊട്ടൻഷ്യൽ മീൻസ് എന്താ ഞാൻ പറഞ്ഞുതരാം. ഇൻഫിനിറ്റിയിൽ സീറോ പൊട്ടൻഷ്യലുള്ള കൺസിഡറേഷൻ എടുക്കും അല്ലേ. അപ്പോൾ എനർജി പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദി പോയിന്റ്. ക്ലിയർ ആണോ കാര്യം? എന്താണ് സീറോ പൊട്ടൻഷ്യലിന്റെ കൺസിഡറേഷനുള്ള കാര്യമാണ് പറയുന്നത്. സീറോ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി. ആക്ച്വലി എന്താ പൊട്ടൻഷ്യൽ എനർജി? ദാറ്റ് ഈസ് വർക്ക് ഡൺ ടു ബ്രിങ് ദാറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എനർജി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി മൈനസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. അത് നമ്മൾ സീറോ നിർത്തൂ. അപ്പോഴാണ് സീറോ മൈനസ് എന്ന കാര്യം വരുന്നത്. ആ ഡെറിവേഷന് മൈനസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് കിട്ടണം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താടാ? 1/4πε0. ചാർജ് ഏതൊക്കെയാണ് ഉണ്ടാവും അവിടെ? E² ഉണ്ടാവും അല്ലേ. കൊണ്ടുവന്ന ചാർജും അവിടെയുള്ള ന്യൂക്ലിയസിന്റെ ചാർജും E² ഡിവൈഡഡ് ബൈ R എന്ന് വരും. E² ഡിവൈഡ് ബൈ R. ഇത് നമുക്ക് അറിയാം. പൊട്ടൻഷ്യൽ V is equal to 1/4πε0 Q/R അല്ലേ. ഇവിടെ 2 ചാർജ് ഉണ്ട്, Q ഉണ്ട്. അപ്പോൾ Q² വരും. അതാണ് E² വരും. അത്രേ ചെയ്തിട്ടുള്ളൂ. സോ പൊട്ടൻഷ്യലിനും ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. എനർജി പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1/4πε0 E²/R. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ രസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കിക്കേ, നമുക്ക് നേരത്തെ കിട്ടിയൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ? കൈനറ്റിക് എനർജി. ഞാനൊരു കാര്യം ചെയ്യാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 2. വെറുതെ കൊടുത്തു. 1/4πε0 E² ഡിവൈഡ് ബൈ R. നമുക്ക് വെറുതെ എഴുതിക്കൂടെ ഇടാതാ. ഇവിടെയും ഓരോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി 2 ടൈംസ് മൈനസ് ഓഫ് 1/8πε0 E²/R. നോക്കിയേ, ഇത് കൈനറ്റിക് എനർജിയാണ്. സോ ഇനി എഴുതാൻ പോകുന്ന റിലേഷൻ മക്കളെ നിങ്ങൾ മറന്നു പോകരുത്. ഈ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു എന്താ പറയുക? -2E കൈനറ്റിക്. ഓർത്ത് വയ്ക്കുക. വാട്ട് ഈസ് സീറോ പൊട്ടൻഷ്യൽ? ഇവിടുത്തെ കൺസിഡറേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു ബ്രിങ് ദാറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ആണ്. ഇൻഫിനിറ്റിയുടെ പൊട്ടൻഷ്യൽ 0 ആണ്. ദാറ്റ് ഈസ് 0. ഓക്കെ, ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വാട്ട് വാല്യൂ അല്ലെങ്കിൽ വിച്ച് എനർജി വിൽ ചേഞ്ച് ഇഫ് ദ കൺസിഡറേഷൻ ഓഫ് സീറോ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി ചേഞ്ച്. ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളിപ്പോൾ കാണും. ഓക്കെ ആണോ? സോ പൊട്ടൻഷ്യൽ എനർജിയും കഴിഞ്ഞു. നമുക്ക് പറയേണ്ടത് ഇനി ടോട്ടൽ എനർജിയെ കുറിച്ചാണ്. നോക്കിക്കോളൂ, ടോട്ടൽ എനർജിയെ കുറിച്ച് നമ്മൾ പറയുന്നു. ടോട്ടൽ എനർജി വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ടോട്ടൽ എനർജിയെ കുറിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ടോട്ടൽ എനർജി ഈക്വൽ ടു എനർജി കൈനറ്റിക് പ്ലസ് എനർജി പൊട്ടൻഷ്യൽ അല്ലേ. എനർജി കൈനറ്റിക് പ്ലസ് എനർജി പൊട്ടൻഷ്യൽ. സോ എനർജി കൈനറ്റിക് എന്ന് എഴുതി, പൊട്ടൻഷ്യലിന് പകരം എന്ത് എഴുതിയാൽ മതി? -2 എനർജി കൈനറ്റിക് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്താ വരിക? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് എനർജി കൈനറ്റിക്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ആ കാര്യങ്ങൾ ചേർത്ത് പറയാൻ പോവാ. ഈ പെട്ടിയിൽ എഴുതാം. ഇഫ് ടോട്ടൽ എനർജി ഈസ് E കൈനറ്റിക് എനർജി എത്ര വരിക? എനർജി കൈനറ്റിക് ഇസ് ഈക്വൽ ടു -E എന്ന് വരും. ടോട്ടൽ എനർജീൻ്റെ മൈനസ് ആണ് എന്ത് വരിക? കൈനറ്റിക് എനർജി വരിക. ആൻഡ് രണ്ടാമത്തെ കാര്യം, എനർജി പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു മൈനസ് ഇല്ല 2E എന്ന് എഴുതാം അല്ലേ. 2E എന്ന് എഴുതാം. 2E എനർജി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2E ആണ്. ഈ കാര്യം മറന്നു പോകരുത്. ഈ കാര്യം ഓർത്ത് വെക്കണം. വളരെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, യെസ്. സോ ഈ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 2E എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെയാണോ മക്കളെ? സോ നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. ടോട്ടൽ എനർജിയുടെ ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. സോ അതിന് വാല്യൂ കൊടുക്കാം. എനർജി ഈക്വൽ ടു മൈനസ് ഓഫ് എത്രയാണ് വരുന്നത്? E² ഡിവൈഡ് ബൈ 8πε0 R. കറക്റ്റ് അല്ലേ? 8πε0 RN.
സോ നമ്മളവിടെ ആറിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ആറിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആർ, ആറിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്, നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടൂടാ, എനർജി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും, ദാറ്റ് വിൽ -13.6 ഡിവൈഡഡ് ബൈ n². ഓർത്ത് വെക്കേണ്ട ഇക്വേഷനാണ്. വാല്യൂ കൊടുത്ത് നമുക്ക് കിട്ടുന്നതാണ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. അത്രയും ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n² കിട്ടും. മറന്നു പോകരുത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആറിൻ്റെ സ്റ്റെപ്പ് ഇതിലൊരു സ്റ്റെപ്പൊക്കെ എഴുതാം. ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ആറിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് ഫൈനലി ഇതാണ് കിട്ടുക എന്ന് നോക്കുക. ഇത്രയും കാര്യം മറന്നു പോകരുത്. ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ മക്കളെ? സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. യെസ്, ഇത് വെച്ച് ചോദ്യം ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഇക്വേഷനാണ്. ആൻഡ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് ചെയ്യും. അവിടെ ഞാൻ അതും കൂടി എഴുതി വെക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജി will change with the selection of potential at infinity. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ ഈ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആയിരുന്നു. ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സെറ്റ് അല്ലേടാ? സോ നമ്മൾ മുന്നോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, നോക്കിക്കോളൂ. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth orbit of hydrogen atom is -13.6 divided by n² ഇലക്ട്രോൺ വോൾട്ട്. നമുക്ക് കിട്ടിയ കാര്യമാണ്, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്, ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. യെസ്. So the negative sign of energy indicates that. ആൻസർ വന്നോട്ടെ. നെഗറ്റീവ് സൈൻ ഓഫ് എനർജി എന്താണ് പറഞ്ഞു തരുന്നത് നമുക്ക്? നെഗറ്റീവ് സൈൻ ഓഫ് എനർജീൻ്റെ അർത്ഥം എന്താണ്? അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, അതാണ് ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ന്യൂക്ലിയസ് എന്നാണ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് അവിടുത്തെ എനർജി എന്ത് വന്നത്? നെഗറ്റീവ് വന്നത്. യെസ്, ഗുഡ്. എല്ലാവരും ബി എന്ന് പറയുന്നുണ്ട്. ഗുഡ്. മക്കളെ സെറ്റല്ലേ? പവർ കുറച്ച് കുറവുണ്ട്, എനിക്കറിയാം. ശബ്ദത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി 2 മണിക്ക് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നതാണ്. പക്ഷേ എന്ത് വേണമെന്നറിയോ, കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ ഇത്രയധികം തിയറി പറഞ്ഞ് ചാപ്റ്ററിലെ മുഴുവൻ തിയറിയും പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സെറ്റാണെങ്കിൽ ആ കാര്യം ഒന്ന് ഇടയ്ക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ ആണെങ്കിൽ ഒരു ആവേശം കിട്ടാൻ വേണ്ടി കുറച്ച് ഫയറോ ഹാർട്ടോ ലൈക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടേ. ഒരു ആവേശം വരട്ടെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ കൂടി കണ്ടിട്ട് ആവേശമാകാം. ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് -3.4. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാൽ n is equal to 2. ഓക്കെ, സോ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ അറ്റ് ദാറ്റ് സ്റ്റേറ്റ്? ഈ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. യെസ്, പറയടാ, ഇതിൻ്റെ ആൻസർ എന്താ? എനർജി തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചു. എനർജി കൈനറ്റിക് ഇസ് ഈക്വൽ ടു മൈനസ് ടോട്ടൽ എനർജി. സോ മൈനസ് ഓഫ് -3.4, ദാറ്റ് ഈസ് 3.4 ഇലക്ട്രോൺ വോൾട്ട്. മറന്നു പോകരുത്. സെറ്റായിട്ട് ഓർത്ത് വെക്കണം. അടുത്ത നോക്കടാ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ? സോ എനർജി പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 2 times E അല്ലേ? അപ്പം 2 ഇൻറ്റു ഗിവൺ എനർജി എത്രയാ? -3.4 ആണ്. അത് 3.8, അപ്പോൾ -6.8 ഇലക്ട്രോൺ വോൾട്ട് വരും. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. -6.8. യെസ്. വിച്ച് ഓഫ് ദി ആൻസർ ഓഫ് ദി എബോവ് വുഡ് ചേഞ്ച് ഇഫ് ചോയ്സ് ഓഫ് 0 പൊട്ടൻഷ്യൽ എനർജി ഈസ് ചേഞ്ച്ഡ്? എന്ത് ചേഞ്ച് ചെയ്യും? ദാ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത്. ഏത് എനർജിയാണ് ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജിയാണ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, യെസ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഈ മൈനസിനും പ്ലസിനുമുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പൊട്ടൻഷ്യൽ. യെസ്, ഫൈൻ. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ വായിക്കടാ. വാട്ട് ഈസ് മെൻറ്റ് ബൈ അയോണൈസേഷൻ എനർജി? അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ദ വാല്യൂ ഫോർ ഹൈഡ്രജൻ ആറ്റം.
റൈറ്റ്സ് വാല്യൂ ഫോർ ഹൈഡ്രജൻ ആറ്റം. എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ അതിനെ അയോൺ ആക്കി മാറ്റുകയാണ് വേണ്ടത് അല്ലേ. ഓൾറെഡി ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എത്ര പ്രോട്ടോൺസ് ആണോ അതിൻ്റെ അകത്തുള്ളത് അത്രയും ഇലക്ട്രോൺസ് ഇത് അവിടെ മൂവ് ചെയ്യുന്നുണ്ടാവും. സോ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അയോണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഒരു ഇലക്ട്രോണിനെ എടുത്തിട്ട് നമ്മൾ എവിടേക്കാണ് പറഞ്ഞേക്കേണ്ടത്? ഇൻഫിനിറ്റിയിലേക്കാണ് പറഞ്ഞേക്കേണ്ടത്, അല്ലെങ്കിൽ വളരെ ദൂരത്തേക്കാണ് പറഞ്ഞേക്കേണ്ടത്. ഫസ്റ്റ് ഷെല്ലിൽ നിന്ന് എടുത്തു, ഫസ്റ്റിൽ നിന്ന് ഒരു സെക്കൻഡ് അല്ല 3 അല്ല. സോ എനർജി ട്രാൻസ്ഫർ നടക്കേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടാടാ? എനർജി ട്രാൻസ്ഫർ നടക്കേണ്ടത് ഇൻഫിനിറ്റി മൈനസ് E1, അതായത് E1 നിന്ന് ഇൻഫിനിറ്റിയിലേക്കാണ് പോകേണ്ടത്. സോ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി റിക്വയർഡ് ടു കിക്ക് ഔട്ട് എൻ ഇലക്ട്രോൺ ഫ്രം ദി ആറ്റം. അതിന് വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് എനർജി റിക്വയർഡ് ടു കിക്ക് ഔട്ട്, നോക്ക് ഔട്ട് എന്ന് പറയല്ലേ, കിക്ക് ഔട്ട്, എന്തായിക്കോട്ടെ, കിക്ക് ഔട്ട് ആയിക്കോട്ടെ, കിക്ക് ഔട്ട് ഇലക്ട്രോൺ ഫ്രം ആറ്റം. ആറ്റത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദി ആറ്റം, അതിന് കളയാൻ വേണ്ടിയുള്ള എനർജിയാണത് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ വാല്യൂ, അതായത് നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എനർജി ടു സെൻഡ് ഒന്നും വേണ്ട, ടേക്ക് ആറ്റം ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഇൻഫിനിറ്റി. നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം പറയടാ. സോ നമുക്ക് പുറത്തേക്കാണ് കൊണ്ടുവരേണ്ടത് അല്ലേ. അപ്പോൾ അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. ഇതിൻ്റെ മൈനസ് എനർജിയാണ് ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ -13.6 ആണ്. മുകളിലേക്ക് വരുമ്പോൾ എനർജീൻ്റെ വാല്യൂ കൂടി വരികയാണ്. -13.6 -3 ആവുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. മൈനസ് വാല്യൂ കുറയാണ്, ടോട്ടൽ വാല്യൂ കൂടുകയാണ്. സോ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ് ഉണ്ടാവുക? അത് 0 ആയിരിക്കും. 0 minus of 13.6, that will be plus 13.6 electron volt. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. സോ +13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ എവിടേക്ക് എത്തും? പുറത്തിറങ്ങി പോയിക്കോളും. സോ ദാറ്റ് ഈസ് ഇറ്റ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. മൈനസ് അല്ല, +13.6 ആണ്. ഓൾറെഡി ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതിന് ഓൾറെഡി -13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ +13.6 കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി പോയി പുറത്തേക്ക് എത്തും. കാര്യം മനസ്സിലായില്ലേ? യെസ്. സോ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ പ്രയാസമല്ല, സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതാണ് റിഡ്ബർഗ് ഫോർമുല. ഫോർമുലേൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട. നമുക്ക് സാധാരണഗതിയിൽ ചോദിച്ചു വരുന്നത് ഈ ഫോർമുല വെച്ചിട്ടുള്ള കളികളാണ്. സോ എന്തായിരുന്നു? 1/λ വേവ് നമ്പർ എന്ന് പറയും അല്ലേ. R is equal to R into 1/n1² minus 1/n2². നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തിരിഞ്ഞാണ് വരുന്നത്. n1² മൈനസ് n2² ആണ്. n1² മൈനസ് n2² ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഓക്കെ, R ആണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ആണ് R. അതിൻ്റെ വാല്യൂ വരുന്നത് 1.097 into 10⁻⁷ +7 m⁻⁻1. ഇതാണ് വാല്യൂ വരുന്നത്. ഓക്കെ അല്ലേ. സോ റിഡ്ബർഗ് ഫോർമുല പഠിച്ചാൽ ഉടനെ തന്നെ ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ട്. അത് ഹൈഡ്രജൻ സ്പെക്ട്രമാണ്. സ്പെക്ട്രത്തിൽ സർ ഡിലീറ്റഡ് അല്ലേന്നോ റിഡ്ബർഗ് ഫോർമുലയോ? അല്ല കേട്ടോ. റിഡ്ബർഗ് ഫോർമുല നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് ഹൈഡ്രജൻ സ്പെക്ട്രം മുഴുവൻ പറയുന്നത്. യെസ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ചോദിച്ച എല്ലാ കാര്യങ്ങളുമാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ല സർ, ഡിലീറ്റഡ് ആണെന്നോ? സോ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹൈഡ്രജൻ സ്പെക്ട്രത്തെക്കുറിച്ചാണ്. ഹൈഡ്രജൻ സ്പെക്ട്രങ്ങളെക്കുറിച്ചാണ്.
സ്പെക്ട്രത്തെക്കുറിച്ച്. സോ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ആ പേരുകൾ ഓർഡറിലാണ്. എങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രം ഉണ്ടാകുന്നത് മക്കളെ? അഞ്ച് സ്പെക്ട്രൽ ലൈനാണ് ഉള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇലക്ട്രോണിക് ട്രാൻസിഷൻ അനുസരിച്ചിട്ടാണ്. സോ നമ്മളിങ്ങനെ എനർജി ലെവൽ വരച്ച് കഴിഞ്ഞാൽ 1 2 3 4 n=1, n=2, n=3, n=4 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റിലേക്ക് വരുന്ന ട്രാൻസിഷൻസ് ഒക്കെ കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് സ്പെക്ട്രം. രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് വരുന്ന ട്രാൻസിഷൻസ് ഒക്കെ, അതായത് എവിടെ വരിക? അതാ ഇവിടെ, ഇതൊക്കെ കറസ്പോണ്ടിങ് ടു സെക്കൻഡ് സ്പെക്ട്രം. മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് വരുന്ന ട്രാൻസിഷൻസ് ഒക്കെ കറസ്പോണ്ടിങ് ടു തേർഡ് സ്പെക്ട്രം. നാലാമത്തേലേക്ക് വരുന്ന നാലാമത്തത്. സോ അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇവിടെ എന്ത് മാറ്റി കൊടുത്താൽ മതി? ഈ റെഡ് ഫർക്ക് ഫോർമുലയിൽ 1 എന്ന് കൊടുത്താൽ ആദ്യത്തത് കിട്ടും, 2 എന്ന് കൊടുത്താൽ രണ്ടാമത്തത് കിട്ടും, 3 കൊടുത്താൽ മൂന്നാമത്തെ കിട്ടും, 4 കൊടുത്താൽ നാലാമത്തെ കിട്ടും, 5 എന്ന് കൊടുത്താൽ അഞ്ചാമത്തെ കിട്ടും. സോ അതുകൊണ്ട് തന്നെ ആ ഓർഡറിൽ പഠിച്ചു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പേരുകൾ നിങ്ങൾക്ക് വല്ല കോഡും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ആ കോഡ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. ഞാനൊരു പാട്ട് പോലെ പാടി പഠിച്ചു വെച്ചിരിക്കുകയാണ് ആ കാര്യങ്ങൾ. സോ ആദ്യത്തെ ആൾ ആരാടാ? അത് ലെയ്മാനാണ്, ലെയ്മാൻ സീരീസ് ആണ്. രണ്ടാമത്തെ ആൾ ബാൾമർ സീരീസ് ആണ്. മൂന്നാമത്തെ ആൾ പാഷൻ സീരീസ് ആണ്, പാസ്റ്റൻ സീരീസ് ആണ്. പിന്നെ ആരാ? ബ്രാക്കറ്റ് സീരീസ് ആണ്. പിന്നെ ഫണ്ട് സീരീസ് ആണ്. ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഞാനൊരു പാട്ട് പാടി വെച്ചിരിക്കുകയാണ്. സോ എവിടെ ഒരു സെഡ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സെഡ് വേണ്ടത് ഞാൻ ഹൈഡ്രജൻ ആറ്റത്തിനാവുകൊണ്ട് ജനറലി ഇക്വേഷൻ പറഞ്ഞതാണ്. ഹൈഡ്രജൻ ആറ്റത്തിനാവുകൊണ്ട് Z=1 എടുത്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേറെ വല്ലതുമാണ് എടുക്കുകയാണെങ്കിൽ ഒരു സെഡും കൂടി ഇക്വേഷനിൽ വരും കേട്ടോ, എനർജീൻ്റെ ഇക്വേഷൻ്റെ. ഇറ്റ്സ് പറഞ്ഞു. യെസ്. സോ എവിടെ നമ്മൾ എത്തിയത്? ആ ഓർഡർ ഒന്ന് ഓർത്ത് വെക്കണം മക്കളെ. നിങ്ങൾക്ക് വല്ല കോഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് LBP. എന്തായാലും കുഴപ്പമില്ല. ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഒരു ദൂട് ലൈമാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അങ്ങനെ ഇട്ടാൽ മതി. ഡാൻസ് കളിക്കണം. ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഒരു പാട്ട് പാടി പഠിച്ചാൽ മതിടാ. ക്വസ്റ്റിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും തന്നെ വിചാരിക്കുക കേട്ടോ. അസ്ലൻ ട്യൂബ് ഗെയിമിങ് സെറ്റിൻ്റെ വാല്യൂ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഹൈഡ്രജൻ ആവുകൊണ്ടാണ് സെറ്റ് എടുക്കാത്തത്. വേറെ വല്ലതും വരികയാണെങ്കിൽ സെറ്റിൻ്റെ വാല്യൂ അവിടെ വരും എനർജിക്ക്. യെസ്, ക്ലിയർ അല്ലേ? ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. പഠിച്ചോളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അത് എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈൻസ് വരുന്നത് ഏത് റീജിയനിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. സോ ആദ്യം ഒരു അൾട്രാ വയലറ്റ് എന്ന് എഴുതുക, പിന്നെ അൾട്രാ വയലറ്റും വിസിബിളും എഴുതുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഇൻഫ്രാറെഡ് എന്നിട്ടാൽ മതി. ഇതിൽ ആർക്കാടാ മക്കളെ എനർജി കൂടുതൽ? ഇതാ ഇവിടെയാണ് എനർജി കൂടുതൽ. ഇവിടേക്ക് വരുമ്പോൾ എനർജി കുറഞ്ഞു വരികയാണ്. വേവ് ലെങ്ത് കൂടുകയാണ്, എനർജി കുറഞ്ഞു വരികയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഓർക്കണം. ബാൾമർ സീരീസിലാണ് ഹൈഡ്രജന്റെ 3 സ്പെക്ട്രൽ ലൈൻസ് ആൽഫ ലൈൻ, ബീറ്റ ലൈൻ, ഗാമ ലൈൻ കാണുന്നത്. H ആൽഫ, H ബീറ്റ, H ഗാമ കാണുന്നത്. ബാൾമർ സീരീസിലാണ് വിസിബിൾ റീജിയൻ വരുന്നത്. ശ്രദ്ധിക്കണം, വിസിബിൾ റീജിയൻ നമുക്ക് ഈ പറഞ്ഞ 3 ലൈൻസും കാണാൻ പറ്റും. സോ H ആൽഫ, H ബീറ്റ, H ഗാമ കാണുന്നത് ബാൾമർ സീരീസിലാണ്. ക്ലിയർ അല്ലേടാ? LBP സ്ക്വയർ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ ആ ഓർഡർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഒരു സ്റ്റെപ്പ് കൂടുക. ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ലെയ്മാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ചും. യെസ്, ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളൂ. The ground state energy of hydrogen is given. An electron makes a transition from energy level either to either minus 1.51 to 3.4 electron volt. Calculate the wavelength of spectral line emitted and name the series of hydrogen spectrum to which it belongs. ബാൾമർ സീരീസ് ഡിലീറ്റഡ് ആണെന്നോ? അങ്ങനെ ഒരു സീരീസ് എടുത്ത് ഡിലീറ്റ് ചെയ്യൊന്നുമില്ല. എല്ലാം ഉണ്ട്, 5 ഉണ്ട്. എന്താണ് അലീനാൻ? യെസ്. സോ പറയടാ എങ്ങനെ ചെയ്യാം? നമ്മളോട് ചോദിച്ചത് നിങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് കാൽക്കുലേറ്റ് വേവ് ലെങ്ത്, രണ്ടാമത്തെ നെയിം ഏതാണെന്ന് ചോദിച്ചു അല്ലേ? സോ ഗുഡ് മോർണിംഗ് അലീന, നന്ദിയുണ്ട്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. സോ നമുക്കറിയാം എനർജി ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ n². അപ്പോൾ ആദ്യം പറഞ്ഞ് നോക്കടാ, എവിടെ നിന്നാണ് ട്രാൻസിഷൻ നടക്കുന്നത്? ഈ ലെവലിന് ഈ ലെവലിലേക്ക്. അപ്പോൾ രണ്ടാമത്തെ ലെവൽ ഏതാണ്? അത് E2 ആണ്. E2 ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? -1.51 തന്നിട്ടുണ്ട്.
അല്ലേ? E1 എത്രയാണ്? E1 എത്രയാണ്? -3.4 ഇലക്ട്രോൺ വോൾട്ട് തന്നിട്ടുണ്ട് മക്കളെ. ഇതിൽ ഹയർ എനർജി ഏതാടാ? ഹയർ എനർജി ഏതാടാ? ഹയർ എനർജി ഇതാണ്. ബിക്കോസ് ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ കുറയുമ്പോഴാണ് ഹയർ എനർജി ആവുന്നത്. സോ ട്രാൻസിഷൻ നടക്കുന്നത് E2 നിന്ന് E1ലേക്കാണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. സോ n² is equal to എന്ത് പറയാൻ പറ്റും? -13.6 ഡിവൈഡഡ് ബൈ E എന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ വളരെ മനോഹരമായിട്ടുള്ള ഈ ഇക്വേഷനാണ്. വളരെ മനോഹരമായിട്ടുള്ള ഇക്വേഷനാണ്. സോ n2 is equal to -13.6 divided by -1.51 കിട്ടും അല്ലേ? -5.51. സോ ഏകദേശം ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏകദേശം ഓർഡർ അറിയാം. 13.6 അപ്പോൾ 13 15 അപ്പോൾ 9 ആണ് വരിക അല്ലേ? n² ആണ്. n² is equal to ആണ് 9. സോ n is equal to 3 എന്ന് വരും. ക്ലിയർ അല്ലേടാ? സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ n1² ആണ്. n1² is equal to -13.6 divided by 3.4 -3.4. നോക്കിക്കേ, -3.4 എന്നാണ് വന്നത്. എത്ര ടൈംസ് ഉണ്ടാവും? 4 ടൈപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ 12 ആണ്. 3 ചില്ലറയുണ്ട്. അപ്പോൾ n² is equal to n1² is equal to 4 ആണ്. n is equal to 2 ആണ്. n2 എന്ന് പറഞ്ഞാൽ 3 ആണ്. n1 എന്ന് പറഞ്ഞാൽ 2 ആണ്. n1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഈ 2 നോക്കിയിട്ടാണ് നമ്മളൊരു കാര്യം തീരുമാനമാക്കേണ്ടത്. ഏത് സ്പെക്ട്രൽ ലൈന് കറസ്പോണ്ടിങ് ആയിട്ടാണ്? n equal to 2. നമ്മളെ പാട്ട് പഠിക്കേ ലെയ്മാൻ ബാൾമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട്. തമ്പുരാൻ അറിയാം, തമ്പുരാന് മാത്രമല്ല. യെസ്, ആൻസർ ഒക്കെ വരുന്നുണ്ടോ മക്കളെ? യെസ്, അതാണ് ആ പവർ. അതെ, ഏത് സീരീസ് ആണ്? ഹിയർ പറയടാ. ഹിയർ n1 equal to 2. therefore ഏത് സീരീസ് ആണത്? അത് ബാൾമർ സീരീസ് ആണ്. ഓക്കെ, സോങ് കിട്ടിയോ? സെറ്റ്. യെസ്. സോ ഇതിൻ്റെ ബാക്കി ഭാഗം ചോദിച്ചിട്ടുണ്ട്. നമ്മളോട് വേവ് ലെങ്ത് ആണ് ചോദിച്ചത്. സോ 1/λ is equal to r into 1/n1² minus 1/n2² അല്ലേ? n1 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, n2 കിട്ടിയിട്ടുണ്ട്. സോ 1/2² minus 1/3², 1/λ. ഓക്കെ അല്ലേ മക്കളെ? സോ ദാറ്റ് വിൽ ബി 1.3 വാല്യൂ 1.907 into 10 raised to 7 അല്ലേ? അങ്ങനെയല്ലേ? അല്ല, 1.097 into 10 raised to 7 ഇൻറ്റു ഇത് എത്ര വരിക? 1/4 വരും, 1/9 വരും. ആ ഡിഫറൻസ് എടുക്കുമ്പോൾ 0.44. അതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് ചൂണ്ടിക്കാൻ അറിയാം. ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ആരോ ഇവിടെ പറഞ്ഞു തന്നിരുന്നു. 6.5 അയ്യോ അതില്ല. lambda equal to 1 divided by 1.097 into 10 raised to 7 into 0.44. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ്. ഇവിടെ ആരോ കുറേ നേരിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എത്രയായിരുന്നു? ഇതിന് നമ്പർ വെച്ച് ഡയറക്റ്റാക്കി എഴുതാം. യെസ്. എത്രയായിരുന്നു ആ നമ്പർ? പോയടാ, കമൻറ്റ് നിന്ന് പോയടാ. ഒരാളുടെ കമൻറ്റ് ചെയ്തേ. 65 എത്രയായിരുന്നു? 6563 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം എന്താണത്? 10 raised to -10 ആണ്. ക്ലിയർ അല്ലേ? 1 plus is 2. അട്ടായോ? ബീസ്റ്റിന് വട്ടായോ? 2 plus 2 is 4. അയ്യോ, എടാ 2² ആണ് കേട്ടോ. ഇത് വട്ടായിട്ട് പറയുന്നതാണോ എനിക്കറിയില്ല. റൂട്ട് എടുത്തതാണ്. അതൊന്നിപ്പോൾ വട്ടായിട്ട് 1 + 1 = 2, 2 + 2 = 4. അയ്യോ, എന്താ പറയുക, നക്ഷത്രങ്ങൾ പോകുന്നു, ബോധം പോകുന്നു എന്നുള്ള അവസ്ഥയാണോ? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം കോൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി, അടിപൊളിയാക്കി ചെയ്തു വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ ഒരുപാട് കാണാൻ പോകുന്നത്. പ്രതീക്ഷിക്കേണ്ടത് ഈ ഭാഗത്തെയാണ്. സോ റിഡ്ബർഗ് ഫോർമുല പഠിച്ചു വെക്കുക, ആ നമ്പറിൻ്റെ പാട്ട് പഠിച്ചു വെക്കുക. അത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണ്ട. പഠിച്ചിട്ടില്ല വെച്ചിട്ട് പോകാതിരിക്കേണ്ട, എന്നാലും പഠിച്ചിട്ട് പോയാൽ മതി. യെസ്. സോ നോക്കടാ, ഷോർട്ട് വേവ് ലെങ്ത് ഓഫ് ലെയ്മാൻ സീരീസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം ഈസ് 931.4 ആങ്സ്ട്രം. കാൽക്കുലേറ്റ് ദ ഷോർട്ട് വേവ് ലെങ്ത് ഫോർ ബാൾമർ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഷോർട്ട് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ലെങ്ത് കുറവാന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി
ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ ഷോർട്ട് വേവ് ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താടാ മനസ്സിലാക്കേണ്ടത്? മാക്സിമം എനർജി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാക്സിമം എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി കൺഫ്യൂഷൻ ആക്കണില്ല, ഓർ ഫ്രീക്വൻസി. അതായത് അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാവും ട്രാൻസ്ഫർ ഉണ്ടാവുക? മാക്സിമം എനർജി നടക്കണമെങ്കിൽ എവിടെ നിന്ന് നടക്കുന്നുണ്ടാവുക? ഏറ്റവും അടിയിൽ എനർജി ലെവലിന് ഏറ്റവും മുകളിലെ എനർജി ലെവലിലേക്കാണ് നടക്കുക. കാര്യം മനസ്സിലായോടാ? സോ ആദ്യം പറഞ്ഞ കാര്യം എന്താ? ലെയ്മാൻ സീരീസ് ആണ്. അപ്പോൾ 1/λ = R × 1/1² മൈനസ് എവിടെന്നാ നടക്കുന്നത്? മാക്സിമം എനർജി 1/∞ ആകുമ്പോഴാണ്. കാര്യം മനസ്സിലായോ? സോ 1/λ = R എന്ന് കിട്ടും. അതായത് 1 - 1/, സാധനം മനസ്സിലായില്ലേ? 1/0. സോ 1/λ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 913 ആങ്സ്ട്രം ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് കേസിന് 6 കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താ? ഷോർട്ട് വേവ് ലെങ്ത് ഫോർ ബാൾമർ സീരീസ് ഷോർട്ട് വേവ് ലെങ്ത് പറഞ്ഞാൽ എവിടെ നിന്നാണ് നടക്കുക? ഇക്വേഷൻ ഇങ്ങനെയാണ്: 1/λ = R × ഏതാ? ബാൾമർ, ലെയ്മാൻ ബാൾമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട്. അപ്പോൾ എത്ര? രണ്ടാമത്തെയാണ് 1/2² മൈനസ് എവിടെ നിന്നാ മാക്സിമം ഉണ്ടാവുക? ഇൻഫിനിറ്റി എന്നാണ്. ഇൻഫിനിറ്റി സ്ക്വയർ ആണ് അല്ലേ? ഇൻഫിനിറ്റി സ്ക്വയർ എന്നാണ്. ഇൻഫിനിറ്റി ആണ് അപ്പം തന്നെ. സോ 1/λ = R / 1/4. കാര്യം മനസ്സിലായോ? അപ്പം λ = 4/R. കറക്റ്റ് ആണോടാ? 4/R കറക്റ്റ് ആണോടാ? യെസ്, ദാറ്റ് ഈസ് 4 × R. എത്രയായിരുന്നു? 1/R. 4 / 1/913.4. that will be 4 × 913.4 അല്ലേ? 913.4 എത്ര വാല്യൂ വരിക? അതാണ് നമ്മളെ ഫൈനൽ ആൻസർ. താങ്ക്സ്. 3.6 ആങ്സ്ട്രം. നന്ദി, താങ്ക് യു വെരി മച്ച്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെയ്യാൻ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഷോർട്ട് വേവ് ലെങ്ത് പറഞ്ഞാൽ മാക്സിമം എനർജിയാണ്. ആ ഒരു ട്രാൻസിഷൻ നടക്കുക എവിടെ നിന്നാണ്? അവിടെ നടന്ന മാക്സിമം എനർജീൻ്റെ ട്രാൻസിഷനാണ്. കാര്യം മനസ്സിലായില്ലേ? റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ തന്നിട്ടില്ല നേരിട്ട്. അത് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് വെച്ചത്. ആംസ്ട്രോങ് അല്ല, ആങ്സ്ട്രം. അത് മരുന്നിന് കുഴപ്പമേ ഉള്ളൂ. ആംസ്ട്രോങ് അല്ല, ആങ്സ്ട്രം കേട്ടോ. ബീസ്റ്റേ. അടുത്തേക്ക് പോവാം. നെയിം ദ സ്പെക്ട്രൽ ലൈൻ ഫോർ ഹൈഡ്രജൻ ആറ്റം വിച്ച് ലൈസ് ഇൻ ദ വിസിബിൾ റീജിയൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, കൃത്യമായി ഓർത്ത് വയ്ക്കണം എന്ന് പറഞ്ഞതാണ്. എങ്ങനെ എഴുതുക? അൾട്രാവയലറ്റ് എന്ന് എഴുതുക, അൾട്രാവയലറ്റ് വിസിബിൾ എന്ന് എഴുതുക, പിന്നെ ഒക്കെ IR എന്ന് എഴുതുക. ഓർമ്മല്ലേ? അൾട്രാവയലറ്റ് എന്ന് എഴുതുക, അൾട്രാവയലറ്റ് വിസിബിൾ എന്ന് എഴുതുക, പിന്നെ ഒക്കെ IR എന്ന് എഴുതുക. വേണമെങ്കിൽ മൂന്നാമത്തേന് വേണ്ട, IR. സോ വിസിബിൾ റീജിയൻ അതാരാ? അത് നമ്മുടെ ബാലു ആണ്. ബാൾമർ അല്ലേ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം വേവ് ലെങ്ത് ഓഫ് ദിസ് സീരീസ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? സോ മാക്സിമം, നമുക്ക് ആദ്യം മിനിമം വേവ് ലെങ്ത്തിന്റെ കാര്യം നമുക്ക് കണ്ടുപിടിച്ചതാണ്. അത് വെച്ച് തന്നെ തുടങ്ങാം. മിനിമം വേവ് ലെങ്ത് എവിടെന്നാ? മാക്സിമം എനർജിയാണ്. ദാറ്റ് ഈസ് ട്രാൻസിഷൻ ഫ്രം N1 = ബാൾമർ അല്ലേ 2 to N2 = ഇൻഫിനിറ്റി. കാര്യം മനസ്സിലായോ? ബാലുമോൻ. രണ്ടാമത് നോക്കടാ. മിനിമം കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിച്ചത്? മാക്സിമം ആണ് ചോദിച്ചത്. മാക്സിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം എനർജിയാണ്. സോ N1 = 2A പറ്റുള്ളൂ, കാരണം ബാൾമർ സീരീസ് ആണ്.
into N2 is equal to 3. അതാണ് അവിടുത്തെ ഏറ്റവും ചെറിയ ട്രാൻസിഷൻ. കാര്യം മനസ്സിലായില്ലേ? സോ നമുക്ക് രണ്ടിനും ഇക്വേഷൻ എഴുതി നോക്കാം, അതിനുശേഷം നമുക്ക് വെട്ടിക്കളിക്കാം. യെസ്, സോ ഇവിടുത്തെ ഇക്വേഷൻ എന്താ? 1/λ ഈക്വൽ ടു R ഇൻറ്റു 1/4 അല്ലേ? അങ്ങനെ എഴുതിയാൽ പോരെ? R/4 എന്ന് എഴുതിയാൽ പോരെ? യെസ്, ഇവിടെ എങ്ങനെയാണ് വരിക? -1/0 ഒക്കെ ഉണ്ട്. 1/λ is equal to R into 1/4 minus 1/9. 1/9. Okay ആണോ? So that is R into 9 minus 4 5 വരും. 5 divided by 36. R into 5 divided by 36. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഈ കാര്യമൊന്നുമല്ല. ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യം എഴുതുക. എന്താ ചോദിച്ചത്? റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം വേവ് ലെങ്ത്. അപ്പം ലാംഡ മാക്സ് ഡിവൈഡഡ് ബൈ ലാംഡ മിനിമം, ഇതാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് കിട്ടിയത് ലാംഡ മാക്സിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ലാംഡ മാക്സ് പറഞ്ഞാൽ എങ്ങനെ പറയണടാ? ഇതിൻ്റെ തിരിച്ചിടണം അല്ലേ? അല്ലെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം, നമുക്കിത് സെറ്റാക്കാം. 1/λ മിനിമം എന്ന് കണ്ടുപിടിച്ചു. വേണ്ട, ലാംഡ മാക്സ് ഡിവൈഡ് ബൈ ലാംഡ മിനിമം ഇവിടെ എഴുതി വെക്കണോ? ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു, അതൊന്ന് എഴുതി വെച്ചോക്കണോ തെറ്റാതിരിക്കാൻ. ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു 4/R. ലാംഡ മിനിമം ഇസ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ R ഇൻറ്റു 5. സെറ്റല്ലേ? തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ലാംഡ മാക്സ് ഡിവൈഡ് ബൈ ലാംഡ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ മാക്സ് താഴെയല്ലേ? ഇവിടെ എത്തിയപ്പോഴേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇത് മിനിമം അല്ല, അത് മാക്സിമടാ. മാക്സ് അപ്പോൾ എത്ര വരും? 36 ഡിവൈഡ് ബൈ 5R അല്ലേ? കറക്റ്റ് അല്ലേ? ഡിവൈഡഡ് ബൈ 4/R. അപ്പോൾ 6 പോയി, ബാക്കി എന്താ ഉണ്ടാവുക? 36 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 4 9/5. ആയി വാ, 9/5. യെസ്, സിമ്പിൾ. 9:5 അല്ലെങ്കിൽ 9/5. കാര്യം മനസ്സിലാവുന്നുണ്ട്, സെറ്റാണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് സാർ N2 ഈക്വൽ ടു 3 വന്നത്? N2 is equal to 3 വന്നത്, അതാണ് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം. മാക്സിമം വേവ് ലെങ്ത് ഫോർ മിനിമം എനർജി. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാ. മിനിമം എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 അല്ലേ? അപ്പോൾ ഏറ്റവും മിനിമം എനർജി ഉണ്ടാവുക എവിടെയാണ്? ഏറ്റവും മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ എനർജി ലെവൽ 2 ആണ്. അവിടുത്തെ മിനിമം എത്രയാണ്? -3.4 ആണ്. അപ്പോൾ അതിന്ന് തൊട്ട് മുകളിലത്തെ ലെവലിലേക്ക് എടുത്ത് വെച്ച് പറയണോ? ഇതാ ഈ ട്രാൻസിഷൻസ് ആണ് ബാൾമർ സീരീസിൽ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണോ മിനിമം എനർജി ഉണ്ടാവുക? എന്ന് വെച്ചോക്കി, ഇവിടെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴല്ലേ ഈ 2 എനർജി ഗ്യാപ്പും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ കുറവ്, ഇതുപോലെ കൂടുതലല്ലേ? അപ്പോൾ മാക്സിമം എനർജി എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഉണ്ടാവുക? ഇൻഫിനിറ്റിന്ന് ഇതാ അങ്ങോട്ട് വരുമ്പോൾ അതാണ് നമ്മൾ N1 is equal to 2, N2 equal to ഇൻഫിനിറ്റി എടുത്ത്. ഈ കേസ് എന്താ? മിനിമം എനർജിയാണ് വേണ്ടത്. മിനിമം എനർജിയാണ് വേണ്ടത്. സോ മിനിമം എനർജി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വേണ്ടത്? കാര്യം മനസ്സിലായോ? യെസ്. അപ്പോൾ വേറെന്തോ ഒരു പൊട്ടത്തരം കാട്ടിക്കുന്ന സംശയമുണ്ട്. മിനിമം വേലും ശരിയാ. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സെറ്റ് ആക്കണം, ഓക്കെ ആക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആംഗുലർ മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം? നല്ലൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഞാനും ആദ്യം ഇതൊക്കെ എങ്ങനെ ചെയ്യാം ഒക്കെ ആലോചിച്ചു. പിന്നെയാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ മനസ്സിലായത്. നോക്കിയേ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആംഗുലർ മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം? എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ആണടാ, ഒരു പ്രശ്നമില്ല. വാല്യൂ ഓഫ് ആംഗുലർ മൊമെന്റം L ഈക്വൽ ടു സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ബോർസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH ഡിവൈഡഡ് ബൈ 2π എന്നില്ലേ? അപ്പോൾ N-ന് 2 കൊടുത്താൽ പോലെ ചങ്ങായിമാരെ. N is equal to 2 അല്ലേ സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ N is equal to 2H ഡിവൈഡഡ് ബൈ 2π, ദാറ്റ് ഈസ് H/π. ആൽബർട്ട് ഗെയിമിംഗ് സാർ എനിക്കൊരു മോട്ടിവേഷൻ തരുമോ? സ്ഥിരമായിട്ട് കൊടുക്കുന്ന മോട്ടിവേഷൻ തരുന്നു. സുന്ദര, പഠിച്ചിട്ടില്ലെങ്കിൽ തോറ്റു പോവടാ.
അല്ല അപ്പം എന്താ പറയുക അല്ലേ. സോ പരീക്ഷ ഇവിടെ വന്ന് നിൽക്കുക. ഇനിയിപ്പോൾ ഇന്ന് വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച അതാണ്. സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പഠിക്കുക, ഇത് കണ്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക, പഠിക്കാതിരിക്കില്ല, അത് വേറെ യാതൊരു രക്ഷയില്ല. എല്ലാവരും പഠിച്ചോളി, പഠിച്ചില്ലെങ്കിൽ തോറ്റു പോട്ടോ, പഠിച്ചില്ലെങ്കിൽ തോറ്റു പോട്ടോ. തോറ്റു പോയാൽ പിന്നെ നാണക്കേട്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. അക്കോർഡിംഗ് ടു ബോർസ് ആറ്റോമിക് മോഡൽ, സർക്കംഫറൻസ് ഓഫ് ഇലക്ട്രോൺ ഓർബിറ്റ് ഈസ് ഓൾവേസ് മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോയി വേവ്. അതാ ചോദിച്ചത്, ഒന്നുമില്ല, നമ്മൾ കണ്ട കാര്യമാണ്. എന്തായിരുന്നു? ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഡി ബ്രോയി ഈ ചങ്ങായി വന്നിട്ടാണ് എന്ത് പറഞ്ഞത്? ബോർ ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞതാ. L is equal to എന്താ പറഞ്ഞ NH/2π എന്ന് അങ്ങനെ ആയിരിക്കാം എന്നൊരു കാര്യം പറഞ്ഞതാണ്. സാർ മോട്ടിവേഷൻ തരാൻ പറഞ്ഞ് ഡിപ്രഷൻ അടിച്ച് മോട്ടിവേഷൻ. അതാണ് നമ്മൾ മറ്റേ സൈക്കോളജി ഇങ്ങനെ നിർക്കാനാക്കണേ. അതാണ് ഡിലീറ്റഡ് ആണ് സാർ. ഡിലീറ്റഡ് ആണോ? (2020) 2016 17 പ്രൂഫും ചോദിച്ചിട്ടുണ്ട്. പറയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. ഇൻറ്റിജർ മൾട്ടിപ്പിൾ λ/2 ഡിലീറ്റഡ് ആണ്. എനിക്ക് നിങ്ങളെ വിശ്വാസം തേക്കണം. സോ ഞാൻ ഡി ബ്രോയിൽ പറഞ്ഞ അതിനകത്ത് പ്രൂഫാണ് പറയുന്നുണ്ടോ. ലാംഡ ഇസ് ഈക്വൽ ടു H/P എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു ആ പിക്ക് MV കൊടുത്താൽ H/MV എന്ന് കിട്ടും അല്ലേ. അതിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 2πRN ഇൻറ്റു n ടൈംസ് വേണ്ട n ലാംഡ ഈക്വൽ. ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. സർക്കംഫറൻസ് ഓഫ് ഇലക്ട്രോണിക് ഓർബിറ്റ് ഇസ് ഓൾവേസ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോയി വേവ് ലെങ്ത്. അതാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. സോ 2πRN ഇസ് ഈക്വൽ ടു n ലാംഡയ്ക്ക് എന്ന് കൊടുക്കാം H/MV എന്ന് കൊടുക്കാം അല്ലേ. ഒന്ന് റീഅറേഞ്ച് നോക്കിയടാ. MVRN ഇസ് ഈക്വൽ ടു NH/2π. ഇതെന്താ? L അല്ലേ. N is equal to NH/2π. ഇങ്ങനെയാണ് നമ്മളെ ഡി ബ്രോയി വന്നിട്ട് ഈ കാര്യം തെളിയിച്ചത്. ഡിലീറ്റഡ് ആണെന്ന് പറയുന്നു. ഡിലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കി വെച്ചാൽ മതി. എന്താ അവിടെ സംഭവിച്ചുള്ള കാര്യം നോക്കി വെച്ചാൽ മതി. 2016 ഇത് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇക്വേഷൻ ഉണ്ട്. എന്തായാലും നോക്കി വെച്ചോളൂ. ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതിൽ. ഇത് ഈ പറഞ്ഞ സെൻറ്റൻസിൽ ഈ സെൻറ്റൻസ് ഓർമ്മ ഉണ്ടായാൽ മതി. അത്രയേ ഉള്ളൂ. ലാംഡയ്ക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ കിട്ടും. ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഓർബിറ്റിംഗ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അടിപൊളി ക്വസ്റ്റ്യൻ. ഒന്ന് പറഞ്ഞേ. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഞാൻ ആലോചിച്ചു, എങ്ങനെ ഇപ്പം ഇത് കാണുക? വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഓർബിറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ വേവ് ലെങ്ത് എങ്ങനെ കാണാം? എനർജി കണ്ടിട്ട് അതിനെ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. ഒരു ചെറുതായിട്ട് ആലോചിച്ചാൽ മതി. ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഓർബിറ്റിംഗ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് പറഞ്ഞാൽ n = 1. നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? അവിടുത്തെ വേവ് ലെങ്ത് വിൽ ബി n ലാംഡ. സർക്കംഫറൻസ് വിൽ ബി n ലാംഡ. അപ്പോൾ ദാറ്റ് ഈസ് 2πRN അല്ലേ. 2πRN. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. അപ്പോൾ n is equal to 1 കൊടുത്താൽ ലാംഡ is equal to 2πRN കിട്ടും. അതായത് 2π ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എന്താ? R0n². അതായത് 2π ഇൻറ്റു R0 എത്രയാ? 0.53 n² 1 ആണ്. അതാണ് ചെയ്ത ആൻസർ കിട്ടും. ഒരു പ്രശ്നമില്ല. സിമ്പിൾ അല്ലേ? ഒരു പ്രശ്നമില്ല. അതാണ് ചെയ്ത ആൻസർ കിട്ടും. ചെയ്യുമ്പോൾ വരിക. ആരെങ്കിലും കിട്ടിയവരുണ്ടെങ്കിൽ അതൊക്കെ നോക്കി എഴുതായിരുന്നു. ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ? ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് വീണ്ടും. സോ ഡി ബ്രോയി പറഞ്ഞത് ഇങ്ങനെയാണ്. വേണമെങ്കിൽ ഇങ്ങനെ വട്ടൊക്കെ വരച്ചിട്ട് ഇത് ഇലക്ട്രോണിക് ഓർബിറ്റ് ആണെന്നും ഇതെങ്ങനെയാണ് വേവ് ലെങ്ത് പോകുന്നൊക്കെ പറയുക. കംപ്ലീറ്റ് ആവണം. സോ 2πR സർക്കംഫറൻസ്. എന്നിട്ട് തുടങ്ങാം. അത്രയേ ഉള്ളൂ കേട്ടോ. സോ ക്ലിയർ അല്ലേ? ഇതിൻ്റെ വാല്യൂ എവിടെ? 1.06π. അതൊക്കെ കിട്ടി. 1.06π. അതും കൊള്ളാം. അത്രയും ആങ്സ്ട്രം. കാരണം ഇത് 3 ആങ്സ്ട്രം അല്ലേ? അത്ര മതി ആൾക്കാർ നമുക്ക്.
സോ മക്കളെ, അതോടുകൂടി മനോഹരമായ ആറ്റം ഇവിടെ അവസാനിക്കുന്നു. ആറ്റം അവസാനിച്ച കാര്യം സന്തോഷപൂർവ്വം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ആ കാര്യം ഒന്ന് പറയണം. യെസ്, ആരൊക്കെയുള്ളൂ ഫൈനൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എത്രയാടാ? നന്ദിയുള്ളത്. താങ്ക്സ് ഉണ്ട്. 3.328 ആങ്സ്ട്രോം. ഒന്നുമില്ല, അതിനെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറഞ്ഞതാ കേട്ടോ. മൾട്ടിപ്ലൈ ഞാൻ ഭയങ്കര മിടുക്കണം, അതുകൊണ്ട് ഞാൻ അധികം മൾട്ടിപ്ലൈ ചെയ്തിട്ട് തെറ്റിക്കാറില്ല. യെസ് സാർ, ഈ 0.53 എങ്ങനെയാണ്? നവനീത് വിനോദേ, താങ്കൾ ഇപ്പോൾ വരികയാണോ? സുന്ദര, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു R is equal to R0 n square, where R0 is equal to 0.53 angstrom, radius of first orbit of Hydra. റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് മാസ് നമ്പർ, അത് നമുക്ക് അടുത്ത ക്ലാസ് ചാപ്റ്ററിൽ പറയാം കേട്ടോ. ന്യൂക്ലിയസിൻ്റെ കേസിലാണ് പറയുള്ളത്. യെസ്, സെറ്റല്ലേ? ആ, സന്തോഷത്തിൻ്റെ സെറ്റാണെങ്കിൽ ഒരു ഫയറോ ഹാർട്ടോ കെട്ടി ഒരു ലേശം വെള്ളം കുടിച്ച് വന്നോളൂ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം. അടുത്ത ചാപ്റ്ററാണ് ന്യൂക്ലിയർ. ലേശം വെള്ളമൊക്കെ വേണമെങ്കിൽ കുടിച്ചിട്ട് വന്നോളൂ. ഇനി പെട്ടെന്ന് തീരും ഈ ചാപ്റ്റർ. നേരുന്നു സെറ്റാണ് സാർ. സോ അവിടെ മാക്സിമം നമ്മൾ പ്രീവിയസ് ഇയർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒപ്പം തന്നെ മുഴുവൻ തിയറിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല, മുഴുവൻ കാര്യം നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ബോറിൻ്റെ ലിമിറ്റേഷൻ ഇല്ലേ? ആ ബോറിൻ്റെ ലിമിറ്റേഷൻ അതും കൂടി ഒന്ന് പറഞ്ഞു വയ്ക്കാം. ബോറിൻ്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? അൺഎബിൾ ടു എക്സ്പ്ലെയിൻ എന്താ ഫൈൻ ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നുപോയി. പിന്നെ എന്തായിരുന്നു? അല്ല, അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പിന്നെ എന്തായിരുന്നു ലിമിറ്റേഷൻ? വേറെ എന്തെങ്കിലും ലിമിറ്റേഷൻ? ഫൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, മറന്നുപോയി. അതൊന്ന് പറഞ്ഞൊരു കമൻറ്റ് ബോക്സിൽ പറയണേ, ഞാൻ പറഞ്ഞുതരാം. ഒരു ലിമിറ്റേഷൻ ഇപ്പോഴേക്ക് ഓർമ്മയുള്ളൂ. സോ ന്യൂക്ലിയർ തുടങ്ങല്ലേ? റെഡിയല്ലേ? ന്യൂക്ലിയർ എത്ര മാർക്കിന് ചോദിക്കും? അതിപ്പോൾ ഞാനൊന്നുകൂടി ആ സ്കീം നോക്കേണ്ടി കേട്ടോ. സീമൻ എഫക്റ്റ് ഒന്നും തൽക്കാലല്ല, കാര്യം ഉറപ്പാണ്. ന്യൂക്ലിയർ അധികം മാർക്കിനൊന്നുമില്ല, ചെറിയ മാർക്കിനെ ചോദിക്കുള്ളൂ. ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. യെസ്, തുടങ്ങല്ലേ? ഡസിൻറ്റ് എക്സ്പ്ലെയിൻ ഫർദർ സ്പ്ലിറ്റിംഗ്. സ്റ്റാർട്ട് എഫക്റ്റ്. എന്തോ സീമാൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. സോറി. സീമാൻ എഫക്റ്റ് പഠിക്കാനല്ല. യെസ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ന്യൂക്ലിയർ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായി നമ്മൾ പറയുന്നു ന്യൂക്ലിയയെ കുറിച്ച് പറയുന്നു. എന്താണ് ന്യൂക്ലിയർ? നമ്മൾ നേരത്തെ പഠിച്ച ആറ്റത്തിൻ്റെ സെൻറ്ററിലുള്ള ചെറിയ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയൈൻ്റെ പ്രത്യേകത, എൻറ്റയർ മാസ് ഓഫ് ദി ആറ്റം ആൻഡ് പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ന്യൂക്ലിയർ. ഓർത്ത് വയ്ക്കുക. 4 മാർക്ക് എന്നൊക്കെ ആരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടോ? അതുൽ കെ പി ഒക്കെ പറയുന്നത് സത്യം തന്നെയല്ലേ? യെസ്. സോ അവിടെയാണ് എന്തുള്ളത്? നമ്മുടെ എൻറ്റയർ മാസും പോസിറ്റീവ് ചാർജും ഉള്ള ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ആളുകളാണ് പ്രോട്ടോൺസ്, പിന്നെ ന്യൂട്രോൺസ്. ഓക്കെ അല്ലേ? സോ ന്യൂക്ലിയസിൻ്റെ സൈസ് ഈസ് വെരി സ്മോൾ കമ്പയറിംഗ് ടു സൈസ് ഓഫ് ദി ആറ്റം. ഇഫ് ദ ആറ്റം ഈസ് ക്ലാസ് റൂം, നിങ്ങളെ ക്ലാസ് റൂം ആണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ സൈസ് ആ ക്ലാസ്സിലെ ഒരു പിന്നിൻ്റെയോ ടിപ്പിൻ്റെ അത്ര മാത്രമേ ഉള്ളൂ. അത്ര ചെറുതാണ്. ഓർത്ത് വയ്ക്കുക. ആറ്റം ആൻഡ് ന്യൂക്ലിയർ ടുഗെദർ 12 മാർക്സ്. യെസ്, 12 മാർക്ക്. അങ്ങനെയാണ് സെമി കണ്ടക്ടറിന് എത്ര മാർക്കാണ്? മോഡേൺ ഫിസിക്സിലെ മുഴുവൻ മാർക്കാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് കേട്ടോ. ഓൺലി 1 മാർക്ക്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കി മാർക്ക് വേറെ ഉണ്ടാവും. റിച്ച്. യെസ്. സോ ആ കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ്. റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? XZA. ഈ എക്സ് എന്നാൽ എന്താ മക്കളെ? എക്സ് ആ എലമെൻറ്റിൻ്റെ സിമ്പലാണ്, എലമെൻ്റ് ആണ്. ആൻഡ് സെഡ് എന്താ? എ എന്താണ് കാര്യം ഓർത്ത് വെക്കണം. Z is for atomic number. A for mass number. അറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. Z എന്നാൽ അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ അല്ലേ? സോ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ്
ന്യൂക്ലിയോൺസ് ആണ്, ന്യൂക്ലിയോൺസ്. അപ്പോൾ ആരാ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. അറിയുന്ന കാര്യമാണ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺ. ഓർത്ത് വെക്കണം, ഇത്രയും കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ അവിടെ എന്താ പറയുക, ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോണൊക്കെ ഉണ്ട്. അത് നമ്മൾ കെമിസ്ട്രിയിൽ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഐസോടോപ്പ് സെയിം എലമെൻ്റ് ആണ്. സോ പ്രോട്ടോണിൻ്റെ നമ്പർ സെയിം ആയിരിക്കും, അഥവാ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്, അവരുടെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ ആണ് സെയിം ആയിട്ട് വരുന്നത്. ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് സെയിം ആയിട്ട് വരുന്നത്. ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആദ്യമായിട്ടുള്ള ചോദ്യം കണ്ടോളൂ. ന്യൂക്ലിയയിലെ ജെയിംസ് ചാഡ്വിക്ക് in 1932 stated the emission of neutral radiation when beryllium nuclei were bombarded with alpha particle. He concluded that emitted radiation were neutron and not photons. Explain. So നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യം ദാ നമ്മളെ ന്യൂട്രോണിനെ എവിടെ ന്യൂട്രോണിന്റെ പേര്, ന്യൂട്രോണിനെ കണ്ടുപിടിച്ച ആളാണ് ജെയിംസ് ചാഡ്വിക്ക്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു. സോ ഇയാൾ കണ്ടുപിടിച്ച സമയത്ത് എന്താ ചെയ്തത്, എക്സ്പെരിമെന്റ് സ്റ്റഡിയൊക്കെ നമുക്കറിയാം. ബെറിലിയം ന്യൂക്ലിയൻ്റെ മുകളിൽ ആൽഫ പാർട്ടിക്കിൾ വന്ന് ഇടിച്ചു. ആ സമയത്ത് കുറച്ച് ഹൈ എനർജി ഉള്ള റേഡിയേഷൻസ് പുറത്തു വന്നു. ആ റേഡിയേഷൻസിന്റെ പ്രത്യേകത, അതിന് ചാർജ് ഉണ്ടായിരുന്നില്ല, ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആയിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത സയന്റിസ്റ്റ് ആരൊക്കെയാണ്, ഏതോ ആൾ ചെയ്തിരുന്നു, ഫെഡറിക്കും ക്യൂരി അവരാ ചെയ്തിരുന്നു. അവർ ചെയ്തിട്ട് അവർ പറഞ്ഞത് ഗാമ പാർട്ടിക്കിൾസ് ആണെന്ന കാര്യങ്ങളൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഗാമ പാർട്ടിക്കിൾ അല്ല, അത് ന്യൂട്രോൺ ആണ് എന്ന് പറഞ്ഞ കാര്യം ആരാ, ജെയിംസ് ചാഡ്വിക്ക് ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ ആ പാർട്ടിക്കിൾസിന് എക്സ്ട്രാ ചില ലൈറ്റർ ന്യൂക്ലിയയിലുള്ള പ്രോട്ടോൺസിനെ കിക്ക് ഔട്ട് ചെയ്യാൻ കഴിയും. കൃത്യമായി ശ്രദ്ധിക്കുക, ഈ ന്യൂട്രോൺസ് അല്ലെങ്കിൽ പുറത്തു വരുന്ന പാർട്ടിക്കിളിന് ലൈറ്റർ ന്യൂക്ലിയയിലെ പ്രോട്ടോൺസിനെ കിക്ക് ഔട്ട് ചെയ്യാൻ കഴിയും. സോ അതെന്ന് പറഞ്ഞാൽ വെറും ഗാമ പാർട്ടിക്കിൾ അല്ല, നല്ല പ്രോട്ടോൺ അത്ര തന്നെ മാസ് ഉള്ള അല്ലെങ്കിൽ എനർജി ഉള്ള പാർട്ടിക്കിൾസ് ആണ്. സോ അത് വെച്ചിട്ടാണ് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്. ദേ കുഡ് നോക്ക് ഔട്ട് പ്രോട്ടോൺസ്, they have more energy. ആ കാര്യം വെച്ചിട്ടാണ് അത് ന്യൂട്രോൺസ് എന്നുള്ള കാര്യം കൺഫേം ചെയ്തത്. ഓക്കെ, അടുത്ത കാര്യം, 2 nuclei may have same radius even though they contain different number of proton and neutron. Explain. ആ കാര്യം വളരെ സിമ്പിൾ ആണ്. ന്യൂക്ലിയയുടെ കാര്യം നമ്മൾ പറയുന്നത് സൈസ് ഓഫ് സെയിം റേഡിയസ്. സോ സൈസ് ഓഫ് ന്യൂക്ലിയൈ നമ്മൾ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മാസ് നമ്പർ ആണ്. വോളിയം സൈസ് എന്ന് പറയാം അല്ലേ. സൈസ് ഈസ് റിലേറ്റഡ് ടു മാസ് നമ്പർ ആണ്, നോട്ട് ടു ദി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഈ പറഞ്ഞ കഥ ഒന്നുകൂടി പറയണോ, അവർക്ക് എന്ത് കൂടുതലാടാ, എനർജി കൂടുതലാണ്. അത്രമാത്രം മനസ്സിലാക്കിയത്. എനർജി ഈസ് ഹൈ. ഓക്കെ, അതുകൊണ്ടാണ് അവർ മനസ്സിലാക്കി. ഓക്കെ, ഇതൊരു ചോദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അറിയാതിരിക്കുന്നത് ഇതിൽ പറഞ്ഞേ ഉള്ളൂ. ഇത് മാത്രം ഓർത്ത് വെക്കുക. അവർ ന്യൂട്രോൺസ് ആണ് കൺഫേം ചെയ്യാൻ കാരണം എനർജി കൂടുതലായത് കൊണ്ടാണ്. സോ രണ്ടാമത്തെ കാര്യം എന്താണ്, ന്യൂക്ലിയൈ ഹാവ് സെയിം റേഡിയസ് വെൻ ദോ ദേ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോണിൻ്റെ എണ്ണോ ന്യൂട്രോണിൻ്റെ എണ്ണോ ഡിഫറെൻ്റ് ആവും, പക്ഷേ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ മാസ് നമ്പർ സെയിം ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അവരുടെ സൈസ് അല്ലെങ്കിൽ റേഡിയസ് സെയിം ആയിരിക്കും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. How is the size of nucleus found experimentally? Why write the relation between radius and mass number of nucleus? ഇതാണ് നമുക്ക് പറയേണ്ട കാര്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞുതരാം. How is the size of nucleus found experimentally? ന്യൂക്ലിയസിന്റെ സൈസ് എങ്ങനെയാണ് എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചത്? അതാണ് ചോദ്യം. നമുക്ക് ഈ കാര്യം നമുക്കറിയാം അല്ലേ, റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് മാസ് നമ്പർ ഓഫ് ന്യൂക്ലിയസ് നമുക്കറിയാം. നമ്മളിപ്പോ കണ്ടുപിടിക്കും. പക്ഷേ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഇവിടെയല്ല കിടക്കുന്നത്, കഴിഞ്ഞ ചാപ്റ്ററിലാണ് കിടക്കുന്നത്. എക്സ്പെരിമെന്റലി ന്യൂക്ലിയസിന്റെ സൈസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലാണ് പഠിച്ചത്. ദാറ്റ് ഈസ് യൂസിങ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ് എക്സ്പെരിമെന്റലി ന്യൂക്ലിയസിന്റെ സൈസ് കണ്ടുപിടിച്ചത്. സോ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് മാസ് നമ്പർ ഓഫ് ന്യൂക്ലിയസ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്, സിമ്പിൾ ഡെറിവേഷൻ ആണ്, നമ്മൾ വേഗം ചെയ്യാം. റെഡി അല്ലേ മക്കളെ? സോ നമുക്കൊരു കാര്യം അറിയാം, എന്താ അപ്പം അറിയുന്നത്, വോളിയം ഓഫ് ന്യൂക്ലിയസ് ഈസ് പ്രപ്പോർഷണൽ ടു മാസ് നമ്പർ. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്, വോളിയം ഓഫ് ന്യൂക്ലിയസ്
Volume of nucleus is proportional to mass number. മാസ് നമ്പർ പ്രപ്പോർഷനാണ് വോളിയം ഓഫ് ന്യൂക്ലിയസ്. വോളിയം നമുക്ക് അസ്യൂം ചെയ്യാം നമ്മുടെ ന്യൂക്ലിയസ് സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ വോളിയത്തിൻ്റെ ഇക്വേഷൻ 4/3 πr³ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു മാസ് നമ്പർ എന്നാണ്. സോ പ്രപ്പോർഷണൽ ആവുകൊണ്ട് r³ പ്രപ്പോർഷണൽ ടു a എന്ന് എഴുതാം. നമ്മൾ റൂട്ട് 2 ഭാഗത്ത് കൊടുത്താൽ r പ്രപ്പോർഷണൽ ടു a⁻⁴ എന്ന് എഴുതാം. ഇനി നമ്മൾ പ്രപ്പോർഷണാലിറ്റി കുറയുന്നു. r is equal to r0a⁻⁴. ഇതാണ് നമ്മുടെ ഫോർമുല. r is equal to r0a⁻⁴. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ന്യൂക്ലിയർ റേഡിയസ്. അറിയുണ്ടാവും r0ൻ്റെ വാല്യൂ എത്രയായിരുന്നു? r0ൻ്റെ വാല്യൂ ആണ് 1.2 ഫെർമി. r0ൻ്റെ വാല്യൂ 1.2 ഫെർമി. ഓക്കെ, ഫെർമി പറഞ്ഞാൽ 1.2 × 10⁻⁻15 മീറ്റർ. ഓക്കെ, ഇതാരുടെ റേഡിയസ് ആണ്? r0 എന്നാൽ a1 ആയാൽ r-ഉം r0യും സെയിം ആയിരിക്കും. a1 ആയാൽ r-ഉം r0യും സെയിം ആയിരിക്കും. അതൊന്നും വേണ്ട. 1.2 ഫെർമി. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് Fe133 ആൻഡ് AL37? അതങ്ങനെ ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. What is the nuclear radius of Fe125 if aluminium 27 is 36 Fermi? അപ്പോൾ നമ്മളിങ്ങനെ എഴുതും r = r0a⁻⁴ നമുക്ക് എഴുതാം അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? യെസ്, Rfe = r0 125⁻⁴. ഓക്കെ അല്ലേടാ? അതുപോലെ r aluminium is equal to r0 27⁻⁴. നമ്മൾ അതിൻ്റെ റേഷ്യോ നിർത്തി നോക്കുക. Rfe ഡിവൈഡ് ബൈ നമുക്ക് എന്താ വേണ്ട? എഫിനല്ലേ വേണം. അപ്പോൾ മുകളിൽ എഴുതാം RAL = r0 കട്ടായി 125⁻⁴ ഡിവൈഡഡ് ബൈ 27⁻⁴. അത് എത്രയാണ് വരിക? 125⁻⁴ ക്യൂബ് റൂട്ട് ഓഫ് 125. 5 × 5 25, 25 × 5 25. അപ്പോൾ 5 ആണ്. ഇത് എത്ര വരിക? 3 ആണ് വരിക. അപ്പോൾ Rfe = ഇത് മുകളിലേക്ക് എടുത്താൽ r അലുമിനിയം × 5/3. r അലുമിനിയം എത്രയാടാ? 3.6 ആണ് × 5/3. ദാറ്റ് ഈസ് 6 ഫെർമി. Simple. 6 ഫെർമി കിട്ടിയില്ലേ? യെസ്, 6 ഫെർമി കിട്ടിയ ഒരുപാട് പേരുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡെറിവേഷൻ ആണ്. ഷോ ദാറ്റ് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ. ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ എന്ന കാര്യം തെളിയിക്കാൻ പറഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യത്തിൽ നമ്മൾ തുടങ്ങുക. ഡെൻസിറ്റി = മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ഇക്വേഷൻ. മാസ് നമുക്ക് എങ്ങനെ എഴുതാടാ? സപ്പോസ് ദർ ആർ a നമ്പർ ഓഫ് ഏത് മാസ് നമ്പർ ആയിട്ടുള്ള ന്യൂക്ലിയോൺസ് ഉണ്ടെങ്കിൽ മാസ് നമുക്ക് AU എന്ന് എഴുതാം. വോളിയം എന്താ എഴുതാൻ പറ്റുക? 4/3 πr³ വോളിയം എഴുതാൻ പറ്റും. അപ്പോൾ AU ഡിവൈഡഡ് ബൈ 4/3 നോക്കിക്കോ മക്കളെ, 4/3 π × r0a⁻⁴³ മനസ്സിലായോ? സോ അങ്ങനെയാണെങ്കിൽ AU ഡിവൈഡഡ് ബൈ 4/3 π × r0³ a⁻⁴ ക്യൂബും കൂടി പോയി. അപ്പോൾ ഇതൊക്കെ പോയി, എയും പോയി. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു U ഡിവൈഡഡ് ബൈ AMUലെ U ആണത്, U ഡിവൈഡഡ് ബൈ 4/3 πr0³ അല്ലേ? U എന്താ? അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് U.
സോ 4/3 പൈ r0 ക്യൂബ് ഇതെല്ലാം എന്താ കോൺസ്റ്റൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. യു ആരാ? യു എന്ന് പറഞ്ഞ സാധനം ആരാണ്? അറ്റോമിക് മാസ് യൂണിറ്റ്. 1.6 into 10⁻⁻27 ഉറക്കെ പറയാൻ ധൈര്യമില്ല. യെസ്, സോ ദിസ് ഇസ് ഇറ്റ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത കാര്യത്തേക്ക് നമ്മൾ പോവുകയാണ്. യെസ് യെസ്. സോ നമുക്ക് അടുത്ത് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചാണ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ന്യൂക്ലിയസിൻ്റെ അകത്ത് വളരെ സ്നേഹത്തോടെ ആ ലാസ്റ്റ് കമ്പനിയുടെ സാർ ഫിസിക്സ് പഠിപ്പിക്കുകയും പിള്ളേർ സ്നേഹം കൈമാറുകയും ചെയ്യുന്നു. സ്നേഹം കൈമാറുന്നല്ലേ സുന്ദര ലോകം. സോ അതുപോലെ പരസ്പരം സ്നേഹിച്ച് പ്രോട്ടോൺസ് ആണ് പരസ്പരം സ്നേഹിച്ച് പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് സെമി കണ്ടക്ടറിക്ക് പാസ്സായിരുന്നു. അത് പെട്ടെന്ന് പറഞ്ഞു പോകും. ഇത് ഇത്ര ഡീറ്റെയിൽ ആക്കണമെങ്കിൽ പെട്ടെന്ന് പോകും. സോ ഇവർ രണ്ട് ന്യൂക്ലിയർ ഫ്ലോ പോയി പ്രോട്ടോൺസും ന്യൂട്രോൺസും അതിനകത്തുള്ള ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ന്യൂക്ലിയർ ഫോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. യെസ് 1.6 × 10⁻27 ഞാൻ പറഞ്ഞത് ശരി തന്നെയായിരുന്നു. യെസ്, ഏത് ആ യുവിൻ്റെ വാല്യൂ അവിടെ എഴുതിക്കാം. 1.6 × 10⁻27 കിലോഗ്രാം. താങ്ക് യു. ന്യൂക്ലിയർ ഫോഴ്സ്. സോ ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് ഏറ്റവും ആദ്യം പറയേണ്ടത് ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്നാണ്. സ്ട്രോങ്ങസ്റ്റ് ആയാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ന്യൂക്ലിയർ ഡെൻസിറ്റി അല്ലേ സുന്ദര ഈ പറഞ്ഞതാണോ ന്യൂക്ലിയർ ഡെൻസിറ്റി? ഇപ്പോൾ ഇവിടെ ന്യൂക്ലിയർ നിർത്തുന്നു, പ്രശ്നം തീരുമോ? ഓക്കെ, അപ്പോൾ എന്താ പറയുക, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ്. സ്ട്രോങ് ആയിട്ട് ഇടൂല്ലേ, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താടാ? ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എക്സിസ്റ്റിംഗ് നേച്ചർ ആൻഡ് ദാറ്റ് ഇസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. രണ്ടാമത്തെ കാര്യം പറയേണ്ടത് ഇറ്റ് ഈസ് മൂന്നാമത്തെ കാര്യമാണ് ചാർജ് ആൻഡ് മാസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ആ പറഞ്ഞ അർത്ഥമായിട്ട് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതി വെക്കാം. എങ്ങനെ എഴുതാൻ പറ്റിക്കാം? ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് പ്രോട്ടോൺ, രണ്ട് പ്രോട്ടോൺ തമ്മിലുള്ള ഫോഴ്സ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂട്രോൺ ആൻഡ് എ പ്രോട്ടോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ന്യൂട്രോൺ. അപ്രോക്സിമേറ്റ്ലി ആണ്, എന്നാലും ഇതെന്താണ്? ചാർജ് ആൻഡ് മാസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യമാണ് ഇത്രയും കാര്യം ഓർത്ത് വെക്കണം. യെസ്, സോ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സ്റ്റേറ്റ് 2 ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. അതാണ് നമ്മൾ നേരത്തെ അപ്പുറത്ത് പറഞ്ഞത്. ഡ്രോ എ പ്ലോട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഗ്രാഫ് ശ്രദ്ധിക്കാതെ പോകരുത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോ എ പ്ലോട്ട് ഷോയിങ് വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പെയർ ഓഫ് ന്യൂക്ലിയസ് എ ഫംഗ്ഷൻ ഓഫ് ദെയർ സെപ്പറേഷൻ. മാർക്ക് ദ റീജിയൻസ് ദ ഗ്രാഫ് വേർ ഫോഴ്സ് ഇസ് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൽസീവ്. ഞാനിവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ഓൾവേസ് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് എന്നൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ പറയുന്ന ന്യൂക്ലിയർ ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് അല്ല. ന്യൂക്ലിയർ ഫോഴ്സ് മാക്സിമം അട്രാക്ഷൻ കാണിക്കുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആകുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺസ് ആർ ബൗണ്ട് ടു ന്യൂക്ലിയസ് പറഞ്ഞു. അപ്പം നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ അട്രാക്ഷൻ ആണ്. സോ മാക്സിമം അട്രാക്ഷൻ കാണിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി 0 മൈനസ് മാക്സിമം വരുന്നത് ഈ പോയിന്റ് ആണ്. ഏകദേശം 0.8 ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ ഫെർമിയിലാണ് വരുന്നത്. ക്ലിയർ ആണോ മക്കളെ? സോ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ന്യൂക്ലിയർ ഫോഴ്സ് 0 ആയി മാറുന്നുണ്ട്. വളരെ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. സോ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ് അവർ നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? ഇന്ന് കൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും തീരും കേട്ടോ. സോ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ് അവർ. ആൻഡ് ഈ ഡിസ്റ്റൻസ് നോക്കണം, ഡിസ്റ്റൻസ് കൂടുമ്പോൾ അത് എന്താവുണ്ട്? 0 ആയി മാറുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡിസ്റ്റൻസ് 0.8 ഫെർമിയിൽ കുറഞ്ഞാൽ പിന്നെ പൊട്ടൻഷ്യൽ കൂടുകയാണ്. വിച്ച് മീൻസ് ഫോഴ്സ് ബിക്കം എന്തായിട്ട് മാറുന്നുണ്ട്? ഫോഴ്സ് ബിക്കം റിപ്പൽസീവ് ആയിട്ട് മാറുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇഫ് R is greater than 3 femtometer, force is very small, force of attraction is negligible. If R between R0 and 3 fermium, force is negative and hence nuclear force is attractive.
മനസ്സിലാക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ഇഫ് R is less than R0 femtometer, P become positive and hence force become repulsive. അതാണ് ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത. ന്യൂക്ലിയർ ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് അല്ല, അയാൾ ചെറിയൊരു പ്രശ്നമുള്ള ആളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ആണടാ. മൂവിങ് ചാർജസ് ആൻഡ് മാറ്റർ അല്ല. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് നമ്മൾ റെക്കോർഡായിട്ട് ചെയ്യാം കേട്ടോ. റെക്കോർഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. സമയമല്ല ഇനിയിപ്പോൾ ലൈവിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. സോ കാര്യം ഓർത്ത് വെക്കണം. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് അതാണ് മാസ് ഡിഫക്റ്റ്. കൃത്യമായി ശ്രദ്ധിച്ചോളൂ മക്കളെ. ഇവിടെ നിന്നാണ് ചോദ്യം ചോദിക്കാൻ സാധ്യത ഏറ്റവും അധികം കാണുന്നത് മാസ് ഡിഫക്റ്റിന്. ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്താണ് മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മാസ് കുറഞ്ഞത് തന്നെയാണ്, ഡിഫക്റ്റ് വന്നത് തന്നെയാണ്. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള മാസ് ഡിഫക്റ്റ് ആണ്? ഇറ്റ്സ് എ ഡിഫറൻസ് ഓഫ് മാസ് ഓഫ് കോൺസ്റ്റന്റ് ന്യൂക്ലിയസ് ആൻഡ് ദി ന്യൂക്ലിയസ്. നമുക്കറിയാം നമ്മുടെ ന്യൂക്ലിയസിൽ ആരൊക്കെയുള്ളത്? അവിടെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഒരു സാധാരണ നാട്ടു നടപ്പ് എങ്ങനെയാ? എത്ര പ്രോട്ടോൺ ഉണ്ടോ Z നമ്പർ ഓഫ് പ്രോട്ടോൺസും A-Z. ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടാൻ A-L ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഈ കാര്യത്തിൽ സംശയമില്ലല്ലോ. നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ നമ്മൾ നേരത്തെ പറഞ്ഞു തോന്നുന്നു അല്ലേ? Z ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ ഇസ് ഈക്വൽ ടു A-Z ആണ്. നേരത്തെ പറയാൻ വിട്ടുപോയി എനിക്കറിയില്ല. A-Z, അതായത് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. അത് Z എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണാണെന്ന് കുറച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. അപ്പോൾ A-Z ഇൻറ്റു എത്രയാ ന്യൂട്രോണിൻ്റെ മാസ്, ഇത് രണ്ടും കൂടി ഇത്രയും കൂട്ടിയാലാണ് മൊത്തം ന്യൂക്ലിയസിന് മാസ് കിട്ടുന്നത്. പക്ഷേ ശരിക്കും എന്ത് സംഭവിക്കും? ഇവർ രണ്ടുപേരും കൂടി കൂടിച്ചേരുമ്പോൾ മാസിൽ കുറച്ച് കുറവുണ്ടായിരിക്കും. ആ കുറവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാസ് ഡിഫക്റ്റ് അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ എന്താ ഒരു പാത്രം ഉണ്ട്. ആ പാത്രത്തിൽ നമ്മൾ കുറച്ച് മാങ്ങ ഇട്ടു, കുറച്ച് തേങ്ങ ഇട്ടു. അവർ രണ്ടുപേരും കൂടി ചേർന്ന് പിടിച്ചിരുന്നു. അപ്പോൾ പിന്നെ കവർ ഒഴിവാക്കി കഴിഞ്ഞാൽ സേവിയർ അങ്കിൾ വന്നോ? യെസ്. സോ മാങ്ങയും തേങ്ങയിട്ട സമയത്ത് ആദ്യം കവറൊക്കെ ഉണ്ടായിരുന്നു. കവർ ഒഴിവാക്കിയപ്പോഴും അവർ കൂടി ചേർന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ കൂടി ചേരാൻ വേണ്ടി കുറച്ച് ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഫോഴ്സ് എവിടെ നിന്ന് കിട്ടി? അത് മാങ്ങയുടെയും തേങ്ങയുടെയും മാസിലുള്ള ഡിഫറൻസ് ആണ്. ആ കാര്യം ഓർത്ത് വെച്ചാൽ മതി. സോ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്ത് വെക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ? ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ന്യൂക്ലിയോൺസ് ആൻഡ് മാസ് ഓഫ് ന്യൂക്ലിയോൺസ് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺ ആണ്. മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ് കാര്യം. ക്ലിയർ അല്ലേ? ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, മറന്നു പോകരുത്. ഓക്കെ, ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. Δm ആണ് മാസ് ഡിഫക്റ്റ്. നമുക്ക് എന്ത് വേണം? മാസ് ഓഫ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ് കിട്ടണം. ദാറ്റ് ഈസ് Z ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ. അത്രയും പ്രോട്ടോൺസിൻ്റെ മാസ്സാണുള്ളത്. പ്ലസ് A-Z ഇൻറ്റു Mn. ക്ലിയർ ആണോ കാര്യം? ഇത്ര Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, അത് ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് A-Z നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. ദാറ്റ് ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ. ഇപ്പം എന്തായി? മാസ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയി മൈനസ് മാസ് ഓഫ് ദി ന്യൂക്ലിയസ്. ഇതാണ് മാസ് ഡിഫക്റ്റിൻ്റെ ഇക്വേഷൻ. ആ ടേംസ് ഞാൻ എഴുതി വെക്കാം. Z എന്തായിരുന്നു? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, അല്ലെങ്കിൽ അത് അറ്റോമിക് നമ്പർ തന്നെയാണ്. A-Z എന്താ? അത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ദാറ്റ് ഈസ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. MP എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. N എന്നാൽ മാസ് ഓഫ് ന്യൂട്രോൺ ആണ്. ക്യാപിറ്റൽ M കാണുന്നുണ്ട്, അതാണ് മാസ് ഓഫ് ന്യൂക്ലിയസ്. ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കുന്നത്. ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, മാസ് ഡിഫക്റ്റിനെ കുറിച്ച് നമ്മൾ എന്തിനുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. മാസ് ഡിഫക്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്തുമായിട്ടാണ്? അത് ബൈൻഡിങ് എനർജിയുമായിട്ടാണ്.
എന്താണ് ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ദ എനർജി വിച്ച് ബൈൻഡ്സ് ദ ന്യൂക്ലിയോൺസ് ടുഗെദർ, അതാണ് ബൈൻഡിങ് എനർജി. സോ നമുക്ക് എനർജി ബൈൻഡിങ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ, കാരണം നമ്മൾ ഐൻസ്റ്റീൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ അല്ലേ, ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. അപ്പോൾ അവിടുത്തെ മാസ് എം ആണെങ്കിൽ അതിനെ സി മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും, എം സി സ്ക്വയർ ചെയ്താൽ എനർജി കിട്ടും. പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, അതിങ്ങനെയാണ് എനർജി ബൈൻഡിങ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം. ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ ആ ഇക്വേഷനെ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ അല്ലേടാ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആ ഇക്വേഷനും ഓർത്ത് വെക്കണം. മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണൊക്കെ ബൈ ഹാർട്ട് പഠിക്കണം. അതിൻ്റെ ആവശ്യമുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പേജിൽ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് പേജിൽ കുറേ കോൺസ്റ്റൻറ്റുകൾ ഉണ്ടാവും, അതിലുണ്ടാവും മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും. ഒരിക്കലും പഠിക്കേണ്ട. ഫസ്റ്റ് പേജിൽ കുറച്ച് കോൺസ്റ്റൻറ്റ് തരും ഫിസിക്സ് എക്സാമിന്, അതിലുണ്ടാവും. യെസ്, ഈ കാര്യം ഓർത്ത് വെക്കുക. ഇത് വന്ന കഥ ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെങ്കിൽ പറയാം. 1.6 × 10⁻⁻27 ആണ് എന്ത്, ഒരു യു അല്ലേ. ഒരു യു ഈക്വൽ ഇതാണ്. ദാറ്റ് ഇൻറ്റു 3 × 10⁸ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അത്രയും ജൂൾന്ന് കിട്ടും. ദാറ്റ് ഡിവൈഡ് ബൈ 1.6 × 10⁻⁻9 ചെയ്താൽ ഇലക്ട്രോൺ വോൾട്ട് വാല്യൂ കിട്ടും. അതാണ് 931.5. ഒന്നുമില്ല, 931.5 കൊണ്ട് ഗുണിക്കുക. ഈ ഡെൽറ്റ എം എന്തിലായിരിക്കണം, ഡെൽറ്റ എം ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ്, അങ്ങനെ തരുള്ളൂ ക്വസ്റ്റ്യനിൽ കേട്ടോ. ദാറ്റ് ഈസ് യു. അതാണെങ്കിൽ ആ കിട്ടിയ വാല്യൂ 931.5. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി അതിൽ ഓർക്കണം. അതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ? ഒന്നുമില്ലടാ, എനർജി ബൈൻഡിങ് പെർ ന്യൂക്ലിയോൺ, അതായത് എനർജി ബൈൻഡിങ് ഡിവൈഡഡ് ബൈ മാസ് നമ്പർ. എനർജി ബൈൻഡിങ് ഡിവൈഡ് ബൈ മാസ് നമ്പർ അല്ലേ. എടാ എനർജി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഓരോ ന്യൂക്ലിയോണിനുള്ള ബൈൻഡിങ് എനർജി, അത് കിട്ടാൻ ടോട്ടൽ ബൈൻഡിങ് എനർജി എന്നോട് ഡിവൈഡ് ചെയ്താൽ പോരെ, അത്രേ ഉള്ളൂ. സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. മോർ binding energy per nucleon means more stable the nucleus. അതായത് അതിനെ ബൈൻഡ് ചെയ്ത് വെച്ച എനർജി വളരെ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും, അതെല്ലാ സമയത്തും സ്റ്റേബിൾ ആയിരിക്കും. ബൈൻഡിങ് എനർജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടത്, അതിന് വിളിക്കുന്ന പേരാണ് ക്യൂ വാല്യൂ. ബൈൻഡിങ് എനർജിയെ തന്നെ വിളിക്കുന്ന പേരാണ് ക്യൂ വാല്യൂ. ഓക്കെ, സോ ക്യൂ വാല്യൂ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ക്യൂ വാല്യൂ അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഒരു റിയാക്ഷൻ എനർജറ്റിക്കലി പോസിബിൾ ആണോ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യൂ വാല്യൂ പോസിറ്റീവ് ആണോ എന്നാണ് നമ്മൾ നോക്കുക. ബൈൻഡിങ് എനർജി വിളിക്കുന്ന പേരാണ് ക്യൂ വാല്യൂ, അത് എല്ലാ സമയത്തും പോസിറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. സോ നമ്മൾ പോകുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഭാഗത്തേക്ക്. Explain the process of nuclear fission and nuclear fission by using plot of binding energy per nucleon versus mass number A. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഇതുപോലെ തന്നെ വരയ്ക്കാൻ സാധിക്കില്ലെങ്കിലും നിങ്ങൾ എന്ത് വരച്ചാൽ മതി, ഇതൊന്ന് ശ്രദ്ധിക്കുക. ഏകദേശം ഈ റീജിയൻ മിഡ് മാസ് നമ്പർ എന്ന് വിളിക്കും. 30 മുതൽ 170 വരെയുള്ള, 170 പറഞ്ഞാൽ കുറച്ചുകൂടി നീട്ടി വരയ്ക്കാമല്ലോ, 30 മുതൽ 170 വരെയുള്ള ഈ റീജിയനിൽ ഏകദേശം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അവിടെയാണ് മാക്സിമം വാല്യൂ കാണുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വാല്യൂ കാണുന്നത് Fe56-നാണ്. 8 പോയിന്റ് സംതിങ് ആണ് മാക്സിമം വാല്യൂ വരുന്നത്. ഇവിടെ ഈ റീജിയനിലൊക്കെ ആ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് ലോ മാസ് നമ്പർ ഉള്ള, മാസ് നമ്പർ കുറഞ്ഞ ന്യൂക്ലിയസ്. ഇവരാണ് ഹെവി മാസ് നമ്പർ അല്ലെങ്കിൽ ഹൈ മാസ് നമ്പർ ന്യൂക്ലിയസ്. ഇവർ രണ്ടുപേരുടെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. നമ്മൾ പറഞ്ഞ കാര്യം എങ്ങനെയായിരുന്നു? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ശ്രദ്ധിക്കണം മക്കളെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ എനർജി കൂടും. അപ്പൊ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള, എനർജി അല്ല സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് വരുന്നത് എവിടെയാണ്? 30 മുതൽ ഈ കാണുന്നത് 30 മുതൽ 170 വരെയാണ്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് Fe56 ആണ്. അപ്പോൾ 8.75 ആരോ പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എഴുതുന്നില്ല, 2-3 ആൾക്കാർ പറയുന്നുണ്ട്. സോ ദാറ്റ് വാസ് 8.75 ഇലക്ട്രോൺ വോൾട്ട്, മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഓർത്ത് വെക്കുക, ഇത് Feന്റെ വാല്യൂ ആണ്, Fe. സോ ഇവരുടെ ഉദ്ദേശവും എന്താണ് മക്കളെ? ഇവർ രണ്ടുപേരുടെയും ഉദ്ദേശം എന്താണ്? കൂടുതൽ സ്റ്റേബിൾ ആകാനാണ്. സോ ഈ ചെറിയ ആളുകൾ എന്ത് ചെയ്യും? അവർ തമ്മിൽ ഫ്യൂസ് ചെയ്ത് വലിയ ന്യൂക്ലിയസ് ആകും. ഇവർ ഫ്യൂസ് ഒരിക്കലും ഇവിടേക്കൊന്നും എത്തില്ല. ഇയാൾ രണ്ടുപേരും ഫ്യൂസ് ഇവിടേക്ക് എത്തിയാലും അതിൻ്റെ എനർജി കൂടിയിട്ടുണ്ട്. സോ ഫ്യൂസ് ചെയ്ത് വലിയ ന്യൂക്ലിയസ് ആകാൻ ശ്രമിക്കും. ദാറ്റ് ഈസ് കാൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. വാട്ട് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദ joining of two nucleus to increase what? Binding energy per nucleon, that is hence stability. ഇവിടെ സംഭവിക്കുന്ന പ്രോസസ്സ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ന്യൂക്ലിയർ ഫിഷൻ എന്തിനാ സംഭവിക്കുക? ന്യൂക്ലിയർ ഫിഷനിൽ ഹെവി ന്യൂക്ലിയസ് വിൽ സ്പ്ലിറ്റ് ആൻഡ് എനർജി റിലീസ് ചെയ്യും ആൻഡ് അവരുടെ ബൈൻഡിങ് എനർജി കൂടും. എനർജി റിലീസ് ചെയ്യും, ബൈൻഡിങ് എനർജി കൂടും. സോ അവരുടെ എന്താവും? കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, സോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ന്യൂക്ലിയർ ഫിഷനിലും എനർജി റിലീസ് ചെയ്യുകയാണ്. കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക, ന്യൂക്ലിയർ ഫിഷനിലും എനർജി റിലീസ് ചെയ്യുകയാണ്. പിന്നെ എങ്ങനെയാണ് അവർ കൂടുതൽ സ്റ്റേബിൾ ആവുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നോക്കണേ, കുറച്ച് എനർജി റിലീസ് ആയിട്ടാണ് അവർ പരസ്പരം ചേർന്ന് നിന്നത്. ഓർത്ത് വയ്ക്കുക, ബൈൻഡിങ് എനർജി റിലീസ് ചെയ്തിട്ടാണ് അവർ പരസ്പരം ചേർന്ന് നിന്നത്. ഇവരെ പിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും എനർജി അതിന് കൊടുക്കണം. കാര്യം മനസ്സിലായോ? എത്രത്തോളം എനർജി റിലീസ് ചെയ്തിട്ടാണ് അവർ ചേർന്ന് നിന്നത്, അത്രത്തോളം എനർജി അതിന് മുകളിൽ ഇടിച്ച് കൊടുത്താൽ മാത്രമേ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എത്രത്തോളം എനർജി റിലീസ് ചെയ്യുന്നു അത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കും. ന്യൂക്ലിയർ ഫിഷനിലും എനർജി റിലീസ് ആണ് ഉണ്ടാവുക. കാര്യം മറന്നു പോകരുത്, കൃത്യമായി ഓർത്തു വെക്കണം. ഓക്കെ, ഓർത്തു വെക്കണം. സോ ഇത്രയാണ് ന്യൂക്ലിയർ ഫിഷനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. എനർജി റിലീസാണ് ഉണ്ടാവുക. ലൈറ്റർ ന്യൂക്ലിയർ കൂടി ചേർന്ന് വലുതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ, വലുതൊന്ന് പൊട്ടി തരുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ആറ്റം ബോംബ് മക്കളെ ശ്രദ്ധിക്കട്ടെ, ആറ്റം ബോംബ് വർക്ക് ചെയ്യുന്ന ന്യൂക്ലിയർ ഫിഷനിലാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്നത് കൺട്രോൾഡ് ഫിഷനാണ്. എന്നാൽ സണ്ണിലെ എനർജി പ്രൊഡക്ഷൻ, സ്റ്റാറിലെ എനർജി പ്രൊഡക്ഷൻ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയമായി മാറുകയാണ്. ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്നത് ഓർത്ത് വയ്ക്കുക, ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനാണ്. കാരണം ഒരു കാര്യം കൂടി പറയണം, ന്യൂക്ലിയർ ഫ്യൂഷനെ വിളിക്കുന്ന പേര് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ്. ശ്രദ്ധിക്കടാ. നമ്മൾ ഒരുപാട് പോയിന്റ് പറഞ്ഞു പോകുന്നുണ്ട്, എഴുതാൻ സമയം കളയുന്നില്ല. ന്യൂക്ലിയർ ഫ്യൂഷൻ വിളിക്കുന്ന പേര് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നടക്കുന്ന കാര്യം, ഇവർ ജോയിൻ ചെയ്യാണ്. സോ രണ്ട് ന്യൂക്ലിയസ് ജോയിൻ ചെയ്യുന്ന രണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ആളുകളാണ് ജോയിൻ ചെയ്യുന്നത്. രണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ആളുകൾ അടുത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കടാ? അവർ തമ്മിൽ കുളമ്പിക് റിപ്പൽഷൻ ഉണ്ടാവും. അത് മറികടക്കണമെങ്കിൽ അവർക്ക് ഹൈ എനർജി ആവശ്യമാണ്. ആ ഹൈ എനർജി കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല ടെമ്പറേച്ചർ വേണം. സോ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ നമ്മളെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുള്ളൂ. സോ ദാറ്റ് ഈസ് കാൾഡ് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഒരുപാട് പോയിന്റ് ഈ ഒരു ഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചിട്ട് വേണം പോകാൻ. ഞാൻ ടേബിളായിട്ട് എഴുതുന്നില്ല, സമയം കളയാനില്ല. യെസ്, സോ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നോക്കിക്കോളൂ. ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത് പ്രോബ്ലം ആയിട്ടില്ല, പക്ഷേ ടൂബിൾ നമ്മൾ വരും. ഫോർ ന്യൂക്ലിയർ ഓഫ് ആൻ എലമെന്റ് അണ്ടർഗോ ഫ്യൂഷൻ ഫ്രം എ ഹെവിയർ ന്യൂക്ലിയസ് to form, for nucleus, അങ്ങനെയാണല്ലേ. 4 nuclei of an element, ഒരു എലമെന്റിന്റെ 4 ന്യൂക്ലിയൈ അണ്ടർഗോ ഫ്യൂഷൻ ടു ഫോം എ ഹെവിയർ ന്യൂക്ലിയസ്. ഒരു എലമെന്റിന്റെ 4 ന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ട് ഒരു വലിയ ന്യൂക്ലിയസ് ആയിട്ട് മാറി. വിത്ത് ദ റിലീസ് ഓഫ് എനർജി, ഓഫ് കോഴ്സ് ഏത് നടന്നാലും, ന്യൂക്ലിയർ ഫിഷൻ നടന്നാലും ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നാലും എന്ത് സംഭവിക്കും? എനർജി റിലീസ് ഉണ്ടാവും.
Which of the two parent or dot nuclei would have higher binding energy per nucleon? ഒന്ന് പറഞ്ഞേ, ആർക്കാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതൽ ഉണ്ടായിരിക്കുക? പാരൻസിനായിരിക്കോ ഡോട്ടറിനായിരിക്കും? എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ് PP സൈക്കിൾ? പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾസ് ആണ് ചോദിച്ച് കണ്ടിട്ടില്ല മക്കളെ, ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പഠിച്ചു വെച്ചാൽ മേ ബി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നോക്കടാ, ആർക്കാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതൽ ഉണ്ടാവുക? ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്തിനാണ് ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്നത് അവർ സ്റ്റെബിലിറ്റി കൂട്ടാനാണ്. സ്റ്റെബിലിറ്റി കൂടാൻ മാത്രമേ ഇത് നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഒക്കെ കൂടുക. ഫൈനലി കിട്ടിയ പ്രൊഡക്റ്റിനായിരിക്കും ഉണ്ടാവുക, ഫൈനലി ഉണ്ടായ ഡോട്ടേഴ്സിനായിരിക്കും ഉണ്ടാവുക. ഡോട്ടർ ന്യൂക്ലിയയ്ക്കായിരിക്കും എന്തുണ്ടാവുക? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതൽ ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? കൺഫ്യൂഷനല്ലോ? പാരൻസിനല്ല. നിങ്ങളെ ഓർക്കേണ്ട കാര്യം എങ്ങനെയാണ്? ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂക്ലിയർ റിയാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? അവരെ സ്റ്റെബിലിറ്റി കൂട്ടാനല്ലേ? സ്റ്റെബിലിറ്റി കൂട്ടാൻ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ സ്റ്റെബിലിറ്റി കൂട്ടാനുള്ള ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ആ ന്യൂക്ലിയോസിനെ പരസ്പരം ബൈൻഡ് ചെയ്ത് വെച്ച എനർജി കൂടുതലല്ലേ വേണ്ടത്? അപ്പോൾ ആർക്കാ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതൽ ഉണ്ടാവുക? പ്രോസസ്സിന്റെ അവസാനം ഉണ്ടായിട്ടുള്ള ഡോട്ടേഴ്സിനാണ്. കാര്യം മനസ്സിലായില്ലേ? കോൺസെപ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, സോ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ന്യൂക്ലിയർ റിയാക്ഷൻ. 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മുടെ മാർക്ക് ഒരിക്കലും പോകരുത്, കൃത്യമായി ശ്രദ്ധിച്ചോളൂ. സോ എന്താ ഉണ്ടായത്? B510 പ്ലസ് ഒരു ന്യൂട്രോൺ, N01 എന്നാണ് ഒരു ന്യൂട്രോൺ ആണ്. ബി ബോറോൺ ഇടാ, ബോറോൺ 510 പ്ലസ് ഒരു ന്യൂട്രോൺ. അതിൻ്റെ ആ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് വന്ന് ഇടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കിട്ടിയിരിക്കുന്ന ഹീലിയം അല്ലേടാ. അപ്പോൾ 5 ഉണ്ടായിരുന്നു, 2 ആയി, അത് പൊട്ടിയിട്ടുണ്ട് അല്ലേ? സോ എന്തെങ്കിലും ആയിക്കോട്ടെ. സോ അതിൻ്റെ ഒപ്പം ബാക്കി എന്താ ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. എന്താ ഉണ്ടാവുക എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 5, 10, 0, 1. ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും കൺസിഡർ ആവേണ്ടതുണ്ട്. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? 5 ആണ്. അതായത് ഇവിടെ 5, ഇവിടെ 0. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 5 ആണ്. ഇവിടെ 2 പോയാൽ ബാക്കി എത്രയാണ് ഉണ്ടാവുക? 3 ആണ് ഉണ്ടാവുക. അപ്പോൾ താഴെ 3 ആണ്. മുകളിൽ നോക്കടാ, 10 + 1 11 ആണുള്ളത്. ഇവിടെ 4 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 11 - 4 എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ 7 ഒരു എലമെൻ്റ് ആണ്. ഒന്നുകിൽ X എന്ന് എഴുതാം, ഓർ നിങ്ങൾക്ക് 3 ലിഥിയമാണ് അറിയുമെങ്കിൽ 37 എന്നും എഴുതി വെക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാര്യം സിമ്പിൾ അല്ലേ? കൺഫ്യൂഷനിലല്ലോ? യെസ്. അടുത്തേക്ക് നോക്കടാ മക്കളെ. ഇതാ നോക്കിക്കോളൂ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ ആരാണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവുക? ഒന്ന് കൂട്ടി നോക്കിക്കേ. 42 1 43. അപ്പോൾ ഇവിടെ ഇനി നമ്പർ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. സോ താഴെ നമുക്ക് എന്തിട്ട് വയ്ക്കാം? 0 എന്നിട്ട് വെക്കാം. ഓക്കെ, 0 എന്നിട്ട് വെച്ചു. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 94ഉം 2 96 ആണ്. ഇവിടെ 95 മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടാവുക 1 ആണ്. ഒരു 1 മാത്രമുള്ള ഒരു ന്യൂട്രോൺ ആണ്. ഇങ്ങനെയാണ് റിയാക്ഷൻ കംപ്ലീറ്റ് ആക്കേണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വെരി സോറി, താങ്കളെ ഞാൻ റിമൂവ് ചെയ്യുന്നു. യെസ്. എല്ലാ സമയത്തും എല്ലാവരും ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ അങ്ങനെ കാണുന്നതൊക്കെ ഡിലീറ്റ് ചെയ്തോളാം കേട്ടോ. കുറച്ച് നേരമായി അദ്ദേഹം കളിക്കുന്നു, അദ്ദേഹം ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. യെസ്, ബാക്ക് ടു ദിസ് ആൻഡ് വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ടേബിളാക്കി പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്, അത് പഠിക്കാതെ പോകരുത്. ഷോ ഹൗ ബോത്ത് ഇൻ പ്രോസസ് എനർജീസ് റിലീസ്ഡ്. കാൽക്കുലേറ്റ് എനർജി റിലീസ്ഡ് ഇൻ മെഗാ ഇലക്ട്രോണിക് ഡ്യൂട്ടീരിയം ട്രിഷ്യം ഫ്യൂഷൻ. ഇതാ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞു. സോ കൃത്യമായി ശ്രദ്ധിക്കണം മക്കളെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. സോ ബോത്ത് പ്രോസസ്സിലും എനർജി റിലീസ്ഡ് ആണ്. ആ കാര്യം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്ക് എനർജി റിലീസ്ഡ് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഒരു ഡ്യൂട്ടീരിയം ഉണ്ട്, അത് ട്രിഷ്യം ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയമായി മാറുകയാണ്. നിങ്ങൾ പറയടാ, നമുക്കിവിടെ തന്നിരിക്കുന്നത് മാസിൻ്റെ കേസാണ്. എവിടെയാണ് മാസ് ഡിഫക്റ്റ് ഉണ്ടാവുക? ഈ സൈഡിലാണോ മാസ് ഡിഫക്റ്റ് ഉണ്ടാവുക? ഏത് സൈഡിലാണ്? പാരന്റ് സൈഡിലാണോ ഡോട്ടർ സൈഡിലാണോ മാസ് ഡിഫക്റ്റ് ഉണ്ടാവുക? എടാ, ഇവർ രണ്ടുപേരും കൂടിച്ചേർന്നു, അതിനേക്കാൾ എനർജി ഉണ്ടാവും ഉറപ്പായിട്ടും ഇയാൾക്ക്.
ശരിയല്ലേ? സോ ഇതിനേക്കാൾ മാസ് കുറവായിരിക്കും ഈ സൈഡിൽ. ആ ഡിഫക്റ്റ് വന്ന മാസാണ്, യെസ്, ആ ഡിഫക്റ്റ് വന്ന മാസാണ് ബൈൻഡിങ് എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടത്. ക്ലിയർ അല്ലേ? സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ളൂ. ആദ്യം നമ്മൾ എന്ത് കാണുക? മാസ് ഡിഫക്റ്റ് കാണുക. മാസ് ഡിഫക്റ്റ് കാണുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പാരന്റ് മൈനസ് മാസ് ഓഫ് ഡോട്ടർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതിനെ 931.5 കൊണ്ട് ഗുണിച്ചാൽ മതി. മാസ് ഓഫ് പാരന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണത്? മാസ് ഓഫ് H12 പ്ലസ് മാസ് ഓഫ് H13 ആണ്. അവർ പാരൻസ് സെറ്റായിട്ടുണ്ട്. പാരൻസ് സെറ്റായി. മൈനസ് മാസ് ഓഫ് ഡോട്ടർ 2 പേരാണ് വരുന്നത്. മാസ് ഓഫ് He24 ഉണ്ട്. പ്ലസ് അല്ല, പ്ലസ് അല്ല, വീണ്ടും മൈനസ് ആണ്. മൈനസ് ആണ്, അതായത് ബ്രാക്കറ്റിൻ്റെ അകത്ത് മൈനസ് വരിക. മാസ് ഓഫ് ന്യൂട്രോൺ. ക്ലിയർ അല്ലേ? ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പെട്ടെന്ന് ചെയ്തോളൂ, ആൻസർ പറഞ്ഞോളൂ. പെട്ടെന്ന് ചെയ്തോളൂ, ആൻസർ പറഞ്ഞോളൂ. സോ 2.014102 ഇത് ചെയ്യുമ്പോൾ ലാഭിക്കരുത്, വാല്യൂസ് കളയരുത്, എല്ലാ വാല്യൂസ് നമുക്ക് വേണം. പ്ലസ് 3.016049 മൈനസ് 4.00263 മൈനസ് 1.008665. അത് ചെയ്യുക. കിട്ടണവരൊന്ന് പറയണേ, ഒന്ന് പറയണേ. നമ്മളിപ്പോൾ ചെയ്ത് മാസ് ഡിഫക്റ്റ് ആണ്. മാസ് ഡിഫക്റ്റ് ആണ് നമ്മൾ ചെയ്ത് വെച്ചത്. നമുക്ക് എന്താ വേണ്ടത്? നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താടാ? എനർജി റിലീസ്ഡ് ആണ്. എനർജി റിലീസ്ഡ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓൺലി ഇഫ് ദ ഗിവൺ മാസ് ഈസ് ഇൻ യു. അപ്പം ഇവിടെ കിട്ടുന്ന കാര്യം യു ആണ്. സോ നമുക്കത് ചെയ്യാം. യെസ്, ആരെങ്കിലും ഉണ്ടോടാ? അയ്യാ, ഇങ്ങനെ കമൻറ്റ് കാണുന്നില്ല. കാൽക്കുലേറ്റർ യൂസ് ചെയ്യും സാറേ. ആരെങ്കിലും ചെയ്ത് അയച്ചിരിയാണെങ്കിൽ നല്ലതായിരുന്നു. ആരെങ്കിലും ഉണ്ടോടാ? സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോടാ? യെസ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ലാസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ. അത്രയും മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ എ. ഇതിനൊക്കെ ഇയർ അല്ല, ഇയർ ഉണ്ട്. ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ A240. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ 7.6 മെഗാഇലക്ട്രോൺ. ബ്രേക്സ് ഇൻ 2 fragments each of A120 വിത്ത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ 8.5 ഇലക്ട്രോൺ. കാൽക്കുലേറ്റ് ദ റിലീസ്ഡ് എനർജി. ഇതെങ്ങനെ കാണുക? ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. 0.0189. എത്രയാ ഫൈനലി? 17.5958. താങ്ക്സ്. യെസ്. സോ ഇതിലേക്ക് വന്നു. ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ തന്നിട്ടുണ്ട്. ബ്രേക്സ് ഇൻ 2 fragments each of ബൈറ്റ്. കാൽക്കുലേറ്റ് ദ റിലീസ്ഡ് എനർജി. നോക്കിക്കേ മക്കളെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? X240 എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് ഉണ്ട്. ദാറ്റ് ബ്രേക്സ് ഇൻ 2 equal fragments. അത് വൈയും പ്ലസ് വൈയുമായിട്ട് മാറി. ഓരോന്നും എത്രയാ? 120 ആണ്. ഈക്വൽ ഫ്രാഗ്മെന്റ്സ് ആവുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഈക്വൽ ഫ്രാഗ്മെന്റ്സ് ആവുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചു. അങ്ങനെയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഇവിടുത്തെ ബൈൻഡിങ് എനർജിയും ഇവിടുത്തെ ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ചാൽ മതി. നമുക്കിവിടെ തന്നിക്കുന്നത് എന്താ? ഇവിടുത്തെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇത്രയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ കിട്ടിയ വാല്യൂ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇവിടെ എത്രയാ? 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ എവിടെയാണ് ബൈൻഡിങ് എനർജി കൂടുതൽ? ഡോട്ടർ സൈഡിലല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ ബൈൻഡിങ് എനർജി കാണുക. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. എനർജി റിലീസ്ഡ് ഇസ് ഈക്വൽ ടു, സെയിം ഫോർമുലയാണ്, നമ്മൾ ഓരോ കേസിനും വ്യത്യാസമായി ഉപയോഗിക്കുന്നേ ഉള്ളൂ. എനർജി റിലീസ്ഡ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ ബൈൻഡിങ് എനർജി. ടോട്ടൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി. അപ്പം ചേഞ്ച് ഇൻ ബൈൻഡിങ് എനർജി കിട്ടണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എത്ര പേരുണ്ട്? 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ടുള്ള 240 പേരുണ്ട്. റൈറ്റ് സൈഡിൽ എത്ര പേരുണ്ട്? 8.5 ഉള്ള 120 പ്ലസ് 120 240 ഉണ്ട്. അപ്പോൾ നമുക്ക് ചേഞ്ച് കിട്ടണം, അത് പോസിറ്റീവായിട്ട് കിട്ടണം. ആ എനർജിയാണ് റിലീസ് ചെയ്യുക. സോ 8.5 ഇൻറ്റു 120 പ്ലസ് 120 240 ആണ്. മൈനസ് 7.6 ഇൻറ്റു 240. ഓക്കെ, അപ്പോൾ 240 ഇൻറ്റു 8.5 മൈനസ് 7.6 ദാറ്റ് ഈസ് 240 ഇൻറ്റു 0.9. അത് ചെയ്താൽ ആൻസർ കിട്ടും 216. ഒരു ഓർമ്മയെന്ന് എഴുതിയതാണ് 216. കറക്റ്റ് അല്ലേ?
കാര്യം മനസ്സിലായോ? ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് മക്കളെ ഇത്. സോ ടോട്ടൽ ബൈൻഡിങ് എനർജി കിട്ടണമെങ്കിൽ എന്ത് വേണം? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻറ്റു നമ്പർ ഓഫ് എന്ത് വേണം? ന്യൂക്ലിയോൺസ് വേണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ കാര്യം? യെസ്. ആ കാര്യം അവിടെ ഓർക്കേണ്ടത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻറ്റു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ എനർജി ഇൻ ഫ്യൂഷൻ റിയാക്ഷൻ. ഫ്യൂഷൻ റിയാക്ഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ കാണാൻ പറ്റും? ബൈൻഡിങ് എനർജിയാണ് തന്നിട്ടുള്ളത് അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ 4 പേരുണ്ട്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? H12 പ്ലസ് 4 പേരാണുള്ളത്. H12 പ്ലസ് H12 ഗീവ്സ് He23 പ്ലസ് ഒരു ന്യൂട്രോൺ അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ബൈൻഡിങ് എനർജി ഓഫ് ഇത് തന്നിട്ടുണ്ട്. ആര്? H12 ഡ്യൂട്ടീരിയം തന്നിട്ടുണ്ട്. ഇതാരാ? ഹീലിയം തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ തരാത്തത്? എടാ ഇതൊരു ന്യൂട്രോൺ മാത്രമല്ലേ ഉള്ളൂ. പ്ലീസ് സ്റ്റാർട്ട് സെമി കണ്ടക്ടർ. ഇപ്പോൾ കഴിയൂടാ ലാസ്റ്റ് ക്വസ്റ്റിന്. ഇതൊരു ന്യൂട്രോണിലേ ഉള്ളൂ. അതിൻ്റെ ബൈൻഡിങ് എനർജീൻ്റെ ആവശ്യമില്ലോ. ഇയാൾ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ. ആ ഒരു കേസ് ആണെങ്കിൽ കാൽക്കുലേറ്റ് എനർജി റിലീസ്ഡ് ഇൻ ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഏത് സൈഡിലാണ് എനർജി കൂടുതൽ ഉണ്ടാവുക? ഇവിടെയാണ് എനർജി കൂടുതൽ ഉണ്ടാവുക. അതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ? സോ അവിടെ മാത്രം നമ്മൾ ചെയ്യേണ്ടത് Q value is equal to energy of daughter minus എനർജി ഓഫ് പാരന്റ്. മാസ് ആണെങ്കിൽ നമ്മൾ തിരിച്ചാ ചെയ്തിരുന്നത്. കാര്യം മനസ്സിലായില്ലേ? മാസ് ആണെങ്കിൽ മാസ് ഓഫ് പാരന്റ് മൈനസ് മാസ് ഓഫ് ഡോട്ടറാ ചെയ്തിരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. സോ എനർജി ഓഫ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം മതി? 7.73 മെഗാ ഇലക്ട്രോൺ വോൾട്ട് മതി. ദാറ്റ് മൈനസ് പാരൻസ് ആരൊക്കെയാണ്? 2.23 പ്ലസ് 2.23. 2 പേരുണ്ട്. അതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ക്ലിയർ ആണോ? ഇത്തരാണോ 3.27 എന്ന് പറയുന്നത്? ഇത്രയ്ക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ എഴുതുകയാണ്. ശരിയായിരിക്കാം. 3.27 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ ആണ് കാര്യം എന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ഇറ്റ്. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മേ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ന്യൂക്ലിയൈ. Imagine fusion of Fe2656 into 2 equal fragments of aluminium 1323 nucleus. Is the fusion energetically possible? Justify by working out Q value of the process. So ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരേ മാസ് നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടേ. എന്തിന്? ഇവിടെ നിങ്ങൾ ബൈൻഡിങ് എനർജി തന്നിരിക്കുന്നത്. താങ്ക്സ്. ബൈൻഡിങ് എനർജിയാണ് തന്നിരിക്കുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അല്ല തന്നിട്ടുള്ളത് കേട്ടോ. അത് നന്നായി, ചോദിച്ചത് നന്നായി. അതുകൊണ്ടിപ്പോൾ ഒന്നുകൂടി പറയാനായി. ഇവിടെ തന്നിരിക്കുന്നത് കണ്ടു നിങ്ങൾ, ബൈൻഡിങ് എനർജി ഓഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ബൈൻഡിങ് എനർജിയാണ്. പിന്നെ അവിടെ പെർ ന്യൂക്ലിയോൺ ആണ്. എടാ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണെങ്കിൽ മാത്രം ബൈൻഡിങ് എനർജി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ മാസ് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. ഗുണിച്ചാൽ മതി. ഇവിടെ നേരെ ബൈൻഡിങ് എനർജി തന്നുകൊണ്ട് ഗുണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ കാര്യം മനസ്സിലായില്ലേ? യെസ്, 2022 ടേം എക്സാമിന് ചോദിച്ചതാണ്. നോക്കിക്കോളൂ. ഇമാജിൻ ഫ്യൂഷൻ. ഇത് എന്താ ഉണ്ടായത്? ഫിഷൻ ആണ്. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ആളാരാ? Fe2656 ആണ് ഉണ്ടായത്. അതെന്തായിട്ട് മാറി? അലുമിനിയം 1323 1 പ്ലസ് അലുമിനിയം 1323 2 ഇങ്ങനെയായിട്ട് മാറി. ഈസ് ദ reaction energetically possible? Justify by working out Q value of the process. So possible only if Q value is positive. Possible only if Q value is positive. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ Q value കാണാം. ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താടാ? മാസാണ്. നോക്കിക്കേ, മാസാണ്. അപ്പോൾ Q value is equal to, എങ്ങനെ കാണണം? Q value is equal to delta M into 931.5 അല്ലെ? 931.5 ചെയ്താൽ മതി. ഇനി ഡെൽറ്റ എം എങ്ങനെ കാണും? അത് കൃത്യമായി ശ്രദ്ധിക്കണം. ഇവിടെ മാസാണ് തന്നത്. സോ ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ ആരുടെ മാസ് മൈനസ് ആരുടെ മാസാണ്? മാസ് ഓഫ് പാരന്റ് മൈനസ് മാസ് ഓഫ് ഡോട്ടർ ആണ്.
സോ മാസ് ഓഫ് പാരൻ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 55.93494 മൈനസ് 2 ടൈംസ് മാസ് ഓഫ് 27.981914. എത്രയാണ് കിട്ടുക? ഓ ഇത് എന്തൊരു സന്തോഷമാവുമെന്ന് പറയും. ഞാനത് എഴുതിയിട്ട് തല പൊന്തിക്കുമ്പോൾ ക്യാൻസറൊക്കെ അവിടെ കണ്ടു കഴിഞ്ഞാൽ എവിടെ യെസ് ഇലക്ട്രിക് സെമി കണ്ടക്ടർ തുടങ്ങാൻ ആൾക്കാരെയൊക്കെ വിളിച്ചു വന്നോളൂ കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ കൂടി വരേണ്ട എണ്ണമൊക്കെ. ലൈക്കിൻ്റെ എണ്ണം കുറച്ചുകൂടി കൂടിയാൽ നല്ലതായിരുന്നു അല്ലേ? പറ്റുകയാണെങ്കിൽ ചെയ്യുള്ളൂ. യെസ് എത്രയാടാ വരിക? മൈനസ് ആണ് വാല്യൂ വരിക. -0. ആരെങ്കിലും ഉണ്ടോ? ക്യൂ വാല്യൂ വരെ കിട്ടിയോ? അതിന് മുന്നത്തെ വാല്യൂ ഒന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും? U. അപ്പം ക്യൂ വാല്യൂ കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലായി, ഇത് മൈനസ് ആണ്. ഇപ്പോൾ ആ സംഖ്യയോട് മൾട്ടിപ്പിൾ ചെയ്താൽ മൈനസ് തന്നെ വരുള്ളൂ, നമുക്കറിയാം അല്ലേ? സോ ക്യൂ വാല്യൂ ഇസ് ഈക്വൽ ടു -2 ചോദിച്ചാലേ അതുകൊണ്ട് മാത്രം ചെയ്യാം കേട്ടോ. -0.0288 × 931.5 അത് ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് നിങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നു. അത് ചെയ്യുമ്പോഴുള്ള വാല്യൂ നിങ്ങൾ പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് ഈസ് -26.902. രണ്ട് വാല്യൂ ഒക്കെ പറയണ്ടല്ലോ, 27.902 ഒക്കെ പറയണ്ട. അത് നിങ്ങൾ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് അത്രയും എന്താണ് മെഗാ ഇലക്ട്രോൺ വോൾട്ട്. നിങ്ങളുടെ എഴുതി വെക്കണം ഹിയർ. എന്താ എഴുതി വെക്കേണ്ടത്? ഹിയർ ക്യൂ വാല്യൂ ഈസ് നെഗറ്റീവ്, സോ റിയാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. കൃത്യമായി എഴുതി വയ്ക്കുക. സോ ദിസ് ഈസ് ഇറ്റ്. ഫൈനൽ ആൻസർ റോങ് ആയ മാർക്ക് കുറയോ? അത്ര കുറയൊന്നുമില്ലടി. നിങ്ങളെയൊക്കെ പാസ്സാക്കണം തന്നെയല്ലടാ എല്ലാവരുടെയും ഉദ്ദേശം അല്ലേ? പേടിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം വെച്ചാൽ ചെറുതായിട്ടൊന്നും തെറ്റി നിങ്ങളെ മാർക്ക് കുറയ്ക്കൊന്നുമില്ല. നിങ്ങളുടെ മാർക്ക് കുറയ്ക്കണം എന്നുള്ള ദുഷ്ടവിചാരമൊന്നും ആർക്കുമില്ല. നിങ്ങൾ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒക്കെ ശരിയാവും. നിങ്ങൾ മാക്സിമം പഠിക്കുക, നന്നായിട്ട് എഴുതി വയ്ക്കുക. ഒന്നും എഴുതി വയ്ക്കുക കഴിഞ്ഞാൽ ഒരു മാർക്കും കിട്ടില്ല. പക്ഷേ ചെറിയ മിസ്റ്റേക്ക് ഒന്നും വിഷയമല്ലടാ, മനുഷ്യ സഹജമാണുള്ളത്. പേപ്പർ നോക്കുമ്പോൾ എല്ലാവർക്കും അറിയും. ഓക്കെ, തുടങ്ങാം. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ മക്കളെ ഏതാണത്? സെമികണ്ടക്ടർ ഇലക്ട്രോണിക്സ്. റെഡിയല്ലേ? യെസ്. നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഫോർമുല മാത്രം എഴുതി എത്ര മാർക്ക് കിട്ടും? ഇതിലൊക്കെ ഫോർമുല എഴുതാൻ പറ്റിയെങ്കിൽ പിന്നെ കണക്ക് കൂട്ടാനാണോ അറിയാത്തത്? അലീന, ഈ ഫോർമുല എഴുതി കഴിഞ്ഞാൽ പിന്നെ 2, 4, 5 കൂട്ടാനാണോ അറിയാത്തത്? അതാണ് കൂട്ടി എഴുതുക. ഉത്തരം തെറ്റിയാതൊന്നും വലിയ രീതിയൊന്നുമില്ല. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. യെസ്, തുടങ്ങാം അല്ലേ? സോ നമ്മൾ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. സെമി കണ്ടക്ടർ. ഫസ്റ്റ് നമ്മൾ പറയേണ്ട കാര്യം അറിയാത്ത ക്വസ്റ്റിലെ ഫോർമുല മാത്രം എഴുതി എത്ര മാർക്ക് കിട്ടും? ഫോർമുല എഴുതിയ പിന്നെ ചെയ്യാൻ എന്താ പ്രശ്നം? ഈ ഫോർമുല അല്ലേ കിട്ടേണ്ടത്. ഫോർമുല കിട്ടിയാൽ നോക്കി കിട്ടുന്ന സാധനങ്ങൾ ചെയ്തി വെക്കുകയല്ലേ. പാർട്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ വേണ്ട, അത് ഐ എം ഷുവർ അത് ഡിലീറ്റഡ് ആണ് കേട്ടോ. പുതിയ ടെക്സ്റ്റിൽ അതില്ല. സെമി കണ്ടക്ടർ ന്യൂമറിക്കൽസ് ഉണ്ടോ? ഇല്ല. ഹെവി ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ഒന്നുമില്ല. പെട്ടെന്ന് തീർക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നു സെമി കണ്ടക്ടറിൻ്റെ ആ ഒരു കാര്യം. നമുക്ക് കണ്ടക്ടിവിറ്റി അനുസരിച്ച് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റർ എന്നിങ്ങനെ 3ആയി ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? കണ്ടക്ടേഴ്സിന് നല്ല കണ്ടക്ടിവിറ്റിയാണ്. സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ടിവിറ്റി ലൈസ് ഇൻ ബിറ്റ്വീൻ ഇൻസുലേറ്റേഴ്സ് കണ്ടക്ടേഴ്സ്. ഇവർക്ക് കണ്ടക്ടിവിറ്റി ഇല്ല. ഓർക്കേണ്ട കാര്യം റെസിസ്റ്റിവിറ്റിൻ്റെ കേസിൽ പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി കുറവാണ്. സെമി കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി ലൈസ് ഇൻ ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്. ഇൻസുലേറ്ററിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാൻഡ് ഗ്യാപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഒരു ടേം ഓർക്കേണ്ടത് എനർജി ബാൻഡാണ്.
നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആറ്റത്തിൽ ന്യൂക്ലിയലൊക്കെ കണ്ട കാര്യം എന്താ, എനർജി ഉള്ള ഓരോരോ എന്താ പറയുക സ്റ്റേറ്റുകളായിരുന്നു. ഓരോ സ്റ്റേറ്റിനും ഓരോ എനർജിയാണ്. പക്ഷെ ഒരു മെറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇങ്ങനെ വളരെയധികം തിങ്ങി അടുത്ത് നിൽക്കാവുകൊണ്ട് നമുക്ക് എനർജികൾ ഇങ്ങനെ വളരെ അടുത്തടുത്ത് കിട്ടും. സോ ഒരു പരന്ന ഒരു റീജിയൻ ഓഫ് എനർജിയാണ് കിട്ടുക. ദേ ആർ കോൾഡ് എനർജി ബാൻഡ് അല്ലേ. നമുക്ക് രണ്ട് ബാൻഡുകളുള്ളത്, ഒന്ന് കണ്ടക്ഷൻ ബാൻഡാണ്, രണ്ടാമത്തെ വാലൻസ് ബാൻഡാണ്. കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്. എന്താണ് ഈ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ? മക്കളെ നമുക്കറിയാം, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഉള്ള ഇലക്ട്രോൺസ് വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺ അല്ലേ. ഒരു മെറ്റൽ ആണെങ്കിൽ ഈ വാലൻസ് ഇലക്ട്രോണിനെ പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കാനും അവർ കണ്ടക്ഷൻ സഹായിക്കാനും സാധിക്കും. സോ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ എനർജി ബാൻഡ് അല്ലെങ്കിൽ എനർജി റീജിയൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ. കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺസിൻ്റെ എനർജി ബാൻഡ് വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എനർജി വിളിക്കുന്ന പേരാണ് വാലൻസ് ബാൻഡ്. കാര്യം മനസ്സിലായില്ലേ? സോ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഈ കാണുന്ന സെമി കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ഇവരുടെ എനർജി ബാൻഡുകളെ കുറിച്ചാണ്. ഓക്കെ, സോ ഞാനത് വരച്ച് പറയണോ അതോ ചിത്രം കാണിച്ച് പറയണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ചിത്രം വരച്ച് തീർക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, നിങ്ങളെ കണ്ടക്ഷൻ ബാൻഡ് ആണോ വാലൻസ് ബാൻഡ് ആണോ മുകളിൽ വരിക? മുകളിൽ വരിക എന്ന് പറഞ്ഞാൽ എനർജി കൂടുതൽ ഉണ്ടാവുക എന്നാണ് കേട്ടോ അർത്ഥം. കണ്ടക്ഷൻ ബാൻഡ് ആണോ വാലൻസ് ബാൻഡ് ആണോ മുകളിൽ വരിക? പറഞ്ഞേ. സോ ആർക്കാണ് എനർജി കൂടുതൽ ഉണ്ടാവുക? എടാ, വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന്, വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണിന് പിന്നെയും എനർജി കിട്ടുമ്പോൾ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുക. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് മുകളിലാണ്, വാലൻസ് ബാൻഡ് താഴെയാണ്. സോ ആദ്യം നമ്മൾ പറയുന്നത് മെറ്റൽസിൻ്റെ കേസാണ്. മെറ്റൽസിൽ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്. ഈ ചിത്രം ഒന്ന് കോപ്പി ചെയ്തേക്കാം, അടുത്തതിന് തന്നെ ഉപയോഗിക്കാമല്ലോ. മെറ്റൽസിൽ രണ്ട് തരത്തിലാണ് പോസിബിൾ. ഒന്ന് കണ്ടക്ഷൻ ബാൻഡ് പകുതി നിറയും, വാലൻസ് ബാൻഡും പകുതി നിറയും. സോ അവ തമ്മിലുള്ള ആ ഒരു ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ പോസിബിൾ ആകും. രണ്ടാമത്തെ ഒരു ടൈപ്പ് കൂടി ഉണ്ട് മെറ്റലിൽ വരുന്നത്, അവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് മെറ്റൽസിൽ പോസിബിൾ ആകുന്നത്. ഇത് രണ്ടും മെറ്റൽസിൻ്റെ ഫിഗറാണ്. ഓക്കെ, അടുത്തൊരു കേസ് വന്നാൽ നമുക്ക് സെമി കണ്ടക്ടറാണ് പറയാനുള്ളത്. അവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അല്ലേ, ആ എനർജി ഗ്യാപ്പിന്റെ കാര്യം മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ എനർജി ഗ്യാപ്പ് എന്താ? That is the difference of energy between top of valence band and the bottom of conduction band. ഈ എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ, അതായത് ഇനഫ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. കണ്ടക്ഷൻ ബാൻഡിൽ നോർമലി ഇലക്ട്രോൺസ് കുറവായിരിക്കും. മെറ്റലായി കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ ഉണ്ടാവും. കാരണം എന്താ? മെറ്റൽസ് ഇലക്ട്രോൺ ഓൾറെഡി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. ഇലക്ട്രോണിൻ്റെ ആറ്റത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അതിനിങ്ങനെ കണ്ടക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ സെമി കണ്ടക്ടർ ആണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് കുറവായിരിക്കും. അവിടെ എല്ലാവരും ഓൾറെഡി ബോണ്ടഡ് ആയിട്ട് നിൽക്കുകയാണ്. അവരെ പുറത്തെടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ എനർജി കൊടുക്കണം. അങ്ങനെ എക്സ്ട്രാ എനർജിയുള്ള 1-2 പേരുണ്ടാവാം. കൂടുതൽ പേര് ഇവിടെ തന്നെ ഉണ്ടാവുക, വാലൻസ് ബാൻഡിലാണ് ഉണ്ടാവുക. പക്ഷേ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് മുകളിലേക്ക് എത്താം. കാരണം ഇവിടെ എനർജി ഈസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എന്നാൽ ഇൻസുലേറ്റർ ആയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം നോക്കിക്കോളൂ. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിനുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അവിടെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ഉണ്ടാകൂ, കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ഉണ്ടാവുകയേയില്ല. കാരണം അവിടെ ഇൻസുലേറ്റർ ആണ്, അവർ കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അവിടെ എനർജി ഗ്യാപ്പ് ഒന്ന് നോക്കുക. ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. അവരുടെ എനർജി ബാൻഡ് ഡയഗ്രാം പഠിക്കണം. ക്ലിയർ ആണോ? എനർജി ബാൻഡ് ഡയഗ്രാം പഠിക്കണം. സോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി പ്ലോട്ട് ഷോയിങ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടർ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മളോട് ചോദിച്ചത് റെസിസ്റ്റിവിറ്റിനെ കുറിച്ചിട്ടാണ്. കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി
കൂടും ഇൻക്രീസ് ചെയ്യും. കാരണം നമുക്കറിയാം അവിടെ ഓൾറെഡി കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ കണ്ടക്ടിങ് ഇലക്ട്രോൺസ് കൂടുതലാണ്. അവിടെ നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയാൽ കൂടുതൽ ഇലക്ട്രോൺസ് എവിടേക്ക് എത്തും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. അവരുടെ മൂവ്മെൻറ്റ് പോസിബിൾ ആവും, ഡെൻസിറ്റി കൂടുതലാവും. ക്ലിയർ അല്ലേ അല്ലേ? അവരുടെ എന്ത് പറയും, മറ്റേ ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ റിലാക്സേഷൻ ടൈം കുറയും, കൂട്ടിമുട്ടലുകൾ കൂടും. റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ അവിടെ റെസിസ്റ്റിവിറ്റി കുറയും. എന്നാൽ സെമി കണ്ടക്ടർ ആയാൽ ഇൻക്രീസ് അല്ല, ഡിക്രീസ് ഇൻ റെസിസ്റ്റിവിറ്റി ഉണ്ടാവുക വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. കാരണം ഇവിടെ ഓൾറെഡി കണ്ടക്ഷൻ ബാൻഡിൽ സെമി കണ്ടക്ടർ കേസിൽ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് കുറവാണ്. ചൂടാക്കി കഴിഞ്ഞാൽ തെർമലി കുറച്ച് എനർജി കിട്ടിയിട്ട് കുറച്ച് ഇലക്ട്രോൺസ് എങ്ങോട്ട് വരും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരും. സോ അവരുടെ റെസിസ്റ്റിവിറ്റി കുറയും, കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ ആ പറഞ്ഞ കാര്യം ഗ്രാഫായിട്ട് വരയ്ക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കണം. സോ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് കണ്ടക്ടറിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് വരയ്ക്കുന്നത് ഏതായിരുന്നു? റെസിസ്റ്റിവിറ്റിയാണ്. ഇവിടെ നമുക്ക് വരയ്ക്കുന്നത് ഏതാ? ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയാണ്. സോ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഓക്കെ. എന്നാൽ സെമി കണ്ടക്ടർ ആയാലോ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിൻ്റെ വാല്യൂ കുറയുകയാണ്. സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെ റെസിസ്റ്റിവിറ്റി, ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിൻ്റെ വാല്യൂ കുറയുകയാണ്. സോ ദിസ് വിൽ ബി ദ ഷേപ്പ് ഓഫ് ദി ഗ്രാഫ്. ഓർത്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? യെസ്. നമുക്കിവിടെ അല്ലെങ്കിൽ നമുക്ക് എന്താ കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചർ എന്താ? ആൽഫ വി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, അത് വെച്ചിട്ടും പറയാൻ പറ്റും. സോ ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. Alpha values positive for conductors, negative for semiconductors and 0 for insulators, which means insulatorന്റെ കേസിൽ എന്തില്ല? no change. ഓൾറെഡി അതിന് ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ്. സോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കൂടുന്നില്ല. ഓർത്ത് വെക്കണം, മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് മക്കളെ. ഇനി നമ്മളാണ് സെമി കണ്ടക്ടറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, സോ സെമി കണ്ടക്ടറിനെ ഇനീഷ്യലി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ പേരാണ് പ്യുവർ സ്റ്റേറ്റ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇതാരായിരിക്കും? ഇത് ഇംപ്യുവർ സെമി കണ്ടക്ടറാണ്. പ്യുവർ സ്റ്റേറ്റ് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ദേ ആർ സെമി കണ്ടക്ടർ ആസിഡ്. അവർ അങ്ങനെ തന്നെ സെമി കണ്ടക്ടറാണ്. ജെർമേനിയം സിലിക്കണും എക്സാമ്പിളാണ്. സോ ഇത് രണ്ട് എലമെൻറ്റ്സ് ആണ്. ഇനി കോമ്പൗണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഗാലിയം ആഴ്സനൈഡ്, അതുപോലെ തന്നെ ഇൻഡിയം ഫോസ്ഫൈഡ്, ഇവരൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പ്യുവർ സ്റ്റേറ്റ് സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ്. ജെർമേനിയം സിലിക്കൺ, ഗാലിയം ആർസനൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്. ക്ലിയർ അല്ലേ? എന്നാൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇംപ്യുവർ ആണ്. ദസ് പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റി. ഇതിനെ ഇംപ്യുവർ ആക്കണ്ടേ? ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? ആഡിങ് ഇംപ്യൂരിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് ഒരു പി എന്ന് സംശയമുണ്ട്. ഡോപ്പിംഗ് ഓർത്ത് വയ്ക്കുക. യെസ്, ഡോപ്പിംഗ് അല്ലേ? ഡോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. അതിൽ ആദ്യത്തെയാണ് എൻ ടൈപ്പ്, രണ്ടാമത്തെയാണ് പി ടൈപ്പ്. എൻ ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? അത് ഇലക്ട്രോൺസ് ആണ്. പി ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് അതാരാ? അത് ഹോൾസ് ആണ്. അല്ലേ? തെർമലി ജനറേറ്റ് അല്ലെങ്കിൽ എങ്ങനെയുണ്ടായ ഹോൾസ്. തെർമലി അല്ല, ഹോൾസ് ആണ്. ഓർത്ത് വയ്ക്കുക, ഹോൾസ് ആണ്.
ഓക്കെ, സോ എൻ ടൈപ്പ് എന്ന് പറയാൻ കാരണം അവിടെ എന്താ ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. പി ടൈപ്പ് എന്ന് പറയാൻ കാരണം അവിടെ ഹോൾസ് ആണുള്ളത്, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ്. സോ അവിടെ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഓൾ സെമി കണ്ടക്ടേഴ്സ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ട്. ഇതാ ഇവിടെ ഞാൻ പറയുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട്. All semiconductors are electrically neutral. അതായത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ എക്സസ് എന്തില്ല, ഇലക്ട്രോൺസ് ഇല്ല. പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സസ് ഹോൾസ് ഇല്ല. എത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ടോ ആ ഇലക്ട്രോൺസ് പോകുന്നതിന് കറസ്പോണ്ടിങ്. എടാ നമ്മൾ ആറ്റത്തിൻ്റെ കേസ് അല്ലേ പറയുന്നത്. ആറ്റം ഈസ് വാട്ട്? ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ എൻ ടൈപ്പ് ഉണ്ടാക്കുന്ന കാര്യം മനസ്സിലാക്കണം. നമുക്ക് എക്സസ് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരാണ്? ആഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരാണ്? ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടണം. സോ നമ്മളവിടെ ആഡ് ചെയ്യുന്നത് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. ഇമ്പ്യൂരിറ്റി പി ടൈപ്പ് ആണെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ കുറവാണ് വേണ്ടത്. സോ നമ്മളവിടെ ആഡ് ചെയ്യുന്നത് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേടാ? പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഗ്രൂപ്പ് ആളുകളാണ്? അത് 15th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. ട്രൈവാൽ എന്ന് പറഞ്ഞാൽ 13th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ജെർമേനിയം സിലിക്കോണൊക്കെ 14th ഗ്രൂപ്പിലാണ് വരുന്നത്. അവരെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എന്താ പറയുക വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഓൾറെഡി ഉള്ളത്. അതിലേക്ക് ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി കൊണ്ടുവന്നാൽ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടും. അതാണ് അവിടെ എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് ഒരു പി ടൈപ്പ് കൊടുത്താൽ അവിടെ ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതാണ് അവിടെ ഒരു ഹോളായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നിലനിൽക്കുന്ന ജെർമേനിയത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി 5th ഗ്രൂപ്പ് എലമെൻ്റ് ആയിട്ടുള്ള ആരൊക്കെയാണ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി? എക്സാമ്പിൾ ആഴ്സനിക്, ആൻറ്റിമണി, പിന്നെ ആരൊക്കെയായിരുന്നു? ലെഡ് ഫോസ്ഫറസ്, ബിസ്മത്ത്, ഇവരൊക്കെയാണ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി 15th ഗ്രൂപ്പിന് എക്സാമ്പിൾ. 16th ഗ്രൂപ്പ് ആയിക്കഴിഞ്ഞാൽ ഇൻഡിയം, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇവരൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ വരുന്നത്? ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് വരും. ഓക്കെ, സോ ഇവർ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും, ഇവർ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ എക്സ്ട്രാ ഉണ്ടാവും. ആ ഡെഫിഷ്യൻസി പോസിറ്റീവ് ഹോളായിട്ട് നിൽക്കും, അവിടുത്തെ എക്സസ് ഒരു നെഗറ്റീവ് ചാർജായിട്ട് നിൽക്കും. ഇനി ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, അതിൻ്റെ ബാൻഡ് ഡയഗ്രമാണ്, എനർജി ബാൻഡ് ഡയഗ്രാണ്. ആ കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതുണ്ട്. നോക്കണം. ഈ രണ്ട് കേസിലും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ടാവും. ഇതിലെ ഫില്ലിങ് എങ്ങനെയാണ് വരുന്ന കാര്യമാണ് നോക്കേണ്ടത്. സോ നമ്മൾ ഇനീഷ്യലി ഒരു സെമി കണ്ടക്ടർ എടുത്തു. സെമി കണ്ടക്ടർ ആണത്. അപ്പോൾ സാധാരണഗതിയിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവുക എവിടെയാണ്? വാലൻസ് ബാൻഡിലാണ് അല്ലേ? വാലൻസ് ബാൻഡിലാണ് ഇലക്ട്രോൺസ് കൂടുതൽ ഉണ്ടാവുക. ക്ലിയർ അല്ലേടാ? സോ അവിടെ നിന്ന് എപ്പോഴോ തെർമലി ഒരു ഇലക്ട്രോൺ ചൂടായിട്ട് അത് പോയിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? ഈ കണ്ടക്ഷൻ ബാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ? വി ആർ ആഡിങ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി. ആ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിക്ക് ആറ്റത്തിനുള്ളിൽ നിൽക്കാൻ സ്ഥലം കിട്ടുന്നില്ല. സോ അവരൊക്കെ എന്ത് ചെയ്യും? അവരെല്ലാം നേരെ പോയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ നിൽക്കും. സോ ഇതാണ് എന്തിൻ്റെ എനർജി ഡയഗ്രാം. ഇതിൻ്റെ പേരാണ് ഡോണർ എനർജി ലെവൽ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇതിൻ്റെ പേരാണ് അക്സെപ്റ്റർ എനർജി ലെവൽ. അവിടെ നോക്കണം, കൃത്യമായി ശ്രദ്ധിക്കണം. അക്സെപ്റ്റർ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വാലൻസ് ബാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഹോൾസ് ആണ്. വാലൻസ് ബാൻഡിലാണ് ഹോൾസ് ഉണ്ടാവുക. കാര്യം മനസ്സിലായില്ലേടാ? വാലൻസ് ബാൻഡിൽ ആ ഇലക്ട്രോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ കുറവാണ്. സോ വാലൻസ് ബാൻഡിലാണ് എന്തുണ്ടാവുക? ഹോൾസ് ഉണ്ടാവുക. ഈ പുള്ളിയൊക്കെ ഇട്ട് കാണുന്നുണ്ടോ? കാണില്ലേ? അവിടെ ഞാൻ പുള്ളികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്ത് സംഭവിക്കൂടാ? അവിടെ എന്തോ ഒരു കാര്യം കൊണ്ട് ഒരു ഇലക്ട്രോൺ എക്സസ് ആയി ഇതാ
കുറച്ച് എനർജി കിട്ടിയ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. സോ ഇതാണ് അക്സെപ്റ്റർ എനർജി ലെവൽ. ഈ ഡയഗ്രവും പഠിക്കണം. സോ ഈ പേജിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പഠിക്കാതെ നിങ്ങൾ പോകരുത്, സെമി കണ്ടക്ടറിൻ്റെ കാര്യങ്ങൾ. സോ സെമി കണ്ടക്ടർ ക്ലാസിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ പേജ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സെറ്റാണെങ്കിൽ പറയണം. സ്ക്രീൻ ഡൗണറൊക്കെ സ്ക്രീനിൻ്റെ താഴെ പോയി, എല്ലാവരും ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട്. നോയ്സോ? യെസ്, ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ മക്കളെ? സോ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് മെൻ ബൈ എനർജി ബാൻഡ് ഇൻ എ സോളിഡ്? എന്താ എനർജി ബാൻഡ് ഗ്യാപ്പ് ഇൻ എ സോളിഡ്? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ എനർജി ഓഫ് ലോവർ പാർട്ട് ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് എന്താണ് വാലൻസ് ബാൻഡ്. ഈ ഡിഫറൻസ് ആണ് എന്ത്? എനർജി ബാൻഡ് ഗ്യാപ്പ് പറയുന്നത്. ഓർത്ത് വെക്കണം. ഡ്രോ എനർജി ബാൻഡ് ഡയഗ്രാം ഫോർ എ കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ. ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരും ആരാണ്? ഇത് രണ്ടുപേരും കണ്ടക്ടറാണ്. ഇതും കണ്ടക്ടറാണ്. കണ്ടക്ടറിൽ രണ്ട് തരത്തിൽ നടക്കും. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള കേസിൽ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ കഴിയും, അല്ലെങ്കിൽ ഇത് ഓവർലാപ്പ് ചെയ്ത കേസ് ഉണ്ടാവും. ഇതാരാ? ഇത് നമ്മുടെ സെമി കണ്ടക്ടറാണ്. ഗ്രേറ്റർ താനാ പറയുന്നില്ലേ? അപ്പോൾ ഇത് ഇൻസുലേറ്ററാണ്. ഇത് ഇൻസുലേറ്ററാണ്. ഇതാരാ? ഇത് സെമി കണ്ടക്ടറാണ്. ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലേ? സോ ഓർഡർ ഒന്ന് നോക്കിക്കോളൂ, ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ, ചിത്രം മറക്കാതെ പഠിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഡ്രോ ദ എനർജി ബാൻഡ് ഗ്രാഫ് ഫ്രം എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ അറ്റ് എ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 10 Kelvin. ഇതാ ഞാൻ ഈ വരച്ച് വെച്ച ഈ കണ്ടത്തിലുള്ള ഈ ചിത്രം എവിടെയാ അറിയോ? ഈ ചിത്രം എവിടെയാ? നമ്മൾ ഈ ഫസ്റ്റ് പേജിൽ വരച്ചിട്ടില്ലേ? ഈ ചിത്രങ്ങളാണിത്. ഇതാണിത്. അത് വൃത്തിയായിട്ട് വരച്ചതാ. ഇത് കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മളെ ചോദിച്ച് എൻ ടൈപ്പിൻ്റെയും പി ടൈപ്പിൻ്റെയും ചോദിച്ചു. എൻ ടൈപ്പിൻ്റെയും പി ടൈപ്പിൻ്റെയും അതിൽ NCERTയിലെ ചിത്രമാണിത്. ഇതാ നോക്കി വെക്കുക. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാവും. ഇവിടെ ആരും താഴത്തേക്ക് പോകാതെ മനസ്സിലാവും. ഇത് എൻ ടൈപ്പാണ്, ഇത് പി ടൈപ്പാണ്. പരീക്ഷയ്ക്ക് ഈ ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. Name the extrinsic semiconductor formed when pure germanium is dropped with a trivalent and pentavalent impurity. Draw the energy band diagram for extrinsic semiconductor so formed. ചോദ്യം നോക്കടാ. Name the extrinsic semiconductor formed when pure germanium is ഡോപ്ഡ് വിത്ത് ട്രൈവാലന്റ് ആൻഡ് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ശ്രദ്ധിക്കണം മക്കളെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ട് എന്താ ചോദിച്ചാൽ അറിയോ? ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ പേര് കിട്ടുക? ആ പേരൊക്കെ കാണാതെ പഠിച്ചു പോകണ്ടേ? ആ ഉണ്ടായ എലമെൻ്റെ പേര് പഠിച്ചു പോകണ്ടേ? പക്ഷേ ക്വസ്റ്റ്യൻ അങ്ങനെയില്ല. നെയിം ദ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ആ സെമി കണ്ടക്ടർ എൻ ടൈപ്പ് ആണോ പി ടൈപ്പ് ആണോ എന്ന് മാത്രമാണ് ചോദ്യം. വെൻ ജെർമൻ ഇസ് ഡ്രോപ്ഡ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. അപ്പോൾ എൻ്റെ ആൻസർ എന്താ? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ അത് പി ടൈപ്പാണ്. പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ എൻ ടൈപ്പാണ്. കൃത്യമായി മനസ്സിലാക്കും. ഓക്കെ, എ പി ടൈപ്പാണ്, ബി എൻ ടൈപ്പാണ്. ക്ലിയർ അല്ലേടാ? സോ ഡ്രോ ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ വരച്ചിരിക്കുന്ന ഈ ഡയഗ്രാം തന്നെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ്. ഇംപ്യുവർ സെമി കണ്ടക്ടറാണ്. പി ടൈപ്പ് ട്രൈ അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ എന്ത്? ട്രൈ 3 ഉള്ളൂ, ഒന്ന് കുറവാണ്, അപ്പോൾ പോസിറ്റീവ്. പെൻറ്റാവാലന്റ് 5 ഉണ്ട്, ഒന്ന് എക്സ്ട്രാ ഉണ്ട്, അപ്പോൾ നെഗറ്റീവ്. ക്ലിയർ അല്ലേടാ? ഒരു മൂളൽ നോയ്സ്, അത് AC എന്നായിരിക്കും പറയണ്ടേ? ശരിയാക്കി തരാം. ആ മൂളൽ നിൽക്കില്ല, മൂളൽ നോയ്സ്. ആ മൂളൽ നിൽക്കില്ല മക്കളെ, അത് CPU-ൻ്റെയാണ്. കുറേ നേരമായില്ല ഇങ്ങനെ ഇരുന്നിട്ട് ചൂടാവണം, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ AC-ൻ്റെ ആണെങ്കിൽ ഓഫാക്കി നിൽക്കുകയാണ് കരുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. PN ജംഗ്ഷൻ. ഇവിടെ തന്നെ നമുക്ക് ഡയോഡ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ PN ജംഗ്ഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ എങ്ങനെയാണ് PN ജംഗ്ഷൻ ഉണ്ടാക്കുക? ഒരു പി ടൈപ്പും എൻ ടൈപ്പും ചേർത്ത് വെച്ച് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ആറ്റംസ് തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത്രയും ചേർത്ത് വെക്കാൻ കഴിയില്ല. ഓക്കെ, സോ നമ്മൾ എടുക്കുന്നത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഒരു സാധാരണഗതിയിലുള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്തു. ഇൻട്രിൻസിക് പ്യുവർ സ്റ്റേറ്റ് സെമി കണ്ടക്ടർ എടുത്തു. ലെറ്റ് ദാറ്റ് ബി ജെർമേനിയം എടുത്തു. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഡോപ്പ് ചെയ്തു. അത് ഏതായിട്ട്? പി ടൈപ്പ് ആയിട്ട്. മറ്റേ സൈഡ് എൻ ടൈപ്പ് ആയിട്ട് ഡോപ്പ് ചെയ്തു. ഓക്കെ അല്ലേ മക്കളെ? സോ ഇവിടെയൊക്കെ എന്തുണ്ടാ?
ഇവിടെയൊക്കെ എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. 8 വരച്ചാൽ മതി. ഈ ആറ്റത്ത് തന്നെ കൃത്യമായി ശ്രദ്ധിക്കും മക്കളെ, ഈ ആറ്റത്ത് തന്നെ പി ടൈപ്പ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഹോള് പുറത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ? എൻ ടൈപ്പ് ആവുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ്, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പുറത്തുണ്ടാവും. അപ്പോൾ ഈ അയോണായി മാറി. ഒരു ഹോള് പോകുന്ന കഴിഞ്ഞാൽ അയോണായി. അപ്പോൾ ഇതിന് ഏത് ചാർജ് ഉണ്ടാവും? മൈനസ് ചാർജ് ഉണ്ടാവും. ഇത് മൈനസാവും. അപ്പോൾ ഈ റീജിയനിലേക്ക് നോക്കിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, പി ടൈപ്പാണ്. ഇത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഇവിടെ ഹോള് പുറത്തുണ്ടായാലും ഇവിടെ എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രോൺ പോകുന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇനി ഇവിടെ നോക്കടാ, ആക്ച്വലി ഈ ഭാഗത്തും ഇലക്ട്രോൺ ഉണ്ട്. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോണും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹോളും അവരെന്ത് ചെയ്യും? അവരങ്ങോട്ട് ജോയിൻ ചെയ്യും. ഇയാളും ജോയിൻ ചെയ്യും. അപ്പോൾ അവർ ജോയിൻ ചെയ്താൽ പിന്നെ അതിനെ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇലക്ട്രോണും ഹോളും കൂടിയാണ് ജോയിൻ ചെയ്ത്, അത് തീരുമാനമായി. ഇവിടെ വന്നാലോ, ഇവിടെ ഇലക്ട്രോണും ഒരു ഹോളും ഉണ്ട്, അതുമാണ് ജോയിൻ ചെയ്യും. സോ അതാണ് പോയി കിട്ടി. അപ്പോൾ സെൻട്രൽ ഒരു റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസോ ഹോൾസോ ഉണ്ടാകില്ല അല്ലേ? നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഇലക്ട്രോൺ വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അടുത്ത ഇലക്ട്രോൺ വരുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുന്നുണ്ട്. ഈ നെഗറ്റീവ് ചാർജിന് റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 3 ഉണ്ടാവില്ല. സെൻറ്ററിൽ എക്സസ് ആയിട്ട് ഇലക്ട്രോൺസോ ഹോൾസോ ഇല്ലാത്ത ഒരു റീജിയൻ കിട്ടും. ആ റീജിയൻ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. എന്താ വിളിക്കുക? ഡിപ്ലീഷൻ റീജിയൻ. സോ നമുക്ക് പറയാൻ പറ്റും, ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ, ഇലക്ട്രോൺ ഫ്രം എൻ സൈഡ് ആൻഡ് ഹോൾ ഫ്രം പി സൈഡ് ഫ്യൂസ് ടുഗെദർ അല്ലേ? അറ്റ് ദിസ് ജംഗ്ഷൻ ദർ വിൽ ബി നോ എക്സസ്. എന്തുണ്ടാവാൻ പറ്റില്ല? നോ എക്സസ് ചാർജ് കാരിയേഴ്സ് അവിടെ ഉണ്ടാവില്ല. ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. ക്ലിയർ അല്ലേടാ? അടുത്ത നമ്മൾ പറയേണ്ട ടേമാണ് ബാരിയർ പൊട്ടൻഷ്യൽ. സോ ഈ ഡിപ്ലീഷൻ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട 2 ടേംസ് ആണത്. ഡിപ്ലീഷൻ റീജിയൻ എന്താണെന്നും ബാരിയർ പൊട്ടൻഷ്യൽ എന്താണെന്നും എഴുതി പഠിച്ച് പോയിക്കൊണ്ടു. സോ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇവിടെ എൻ ടൈപ്പിനോട് ചേർന്നിട്ട് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലും പി ടൈപ്പിനോട് തന്നെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലും ഡെവലപ്പ് ചെയ്യും. നോക്കടാ, ഇവിടെ എന്തിലാണ് നമ്മൾ പറഞ്ഞത്? ഡിപ്ലീഷൻ എന്തിനാണ് പറഞ്ഞത്? എക്സസ് ചാർജ് കാരിയേഴ്സ് ഇല്ല എന്നാണ് പറഞ്ഞത്. എക്സൈഡ് ചാർജ് കാരിയേഴ്സ് ഇല്ല, ഹോൾസോ ഇലക്ട്രോൺസോ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും വന്ന് നിൽക്കുന്നുണ്ട്. നോക്കണേ, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് വന്ന് നിൽക്കുന്നുണ്ട്. സോ ഈ ഇലക്ട്രോൺസിന് ഇവിടെ ഒരു പോസിറ്റീവ് റീജിയനും ഈ പി സൈപ്പിനോട് ചേർന്നിട്ട് ഒരു നെഗറ്റീവ് റീജിയൻ ഉണ്ടാവും. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് വാട്ട്? എ പൊട്ടൻഷ്യൽ. അതിനെ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഓർത്ത് വെക്കണം, ബാരിയർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇത് വേണമെങ്കിൽ ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഇപ്പം നിങ്ങൾ തൽക്കാലം ആ കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത്രയാണ് പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ. അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ? ഇതിനൊരു ഭാഗം എൻ ടൈപ്പായിട്ടും മറ്റേ ഭാഗം പി ടൈപ്പായിട്ട് എന്താ പറയുക, നമ്മൾ ഡോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യത്തിൻ്റെ പേരാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നാണ് കാര്യം കിട്ടുക. ഡയോഡിൻ്റെ സിമ്പിൾ കൂടി നമ്മളിവിടെ വരച്ച് വെക്കുക. ഇങ്ങനെയാണ് ഡയോഡിൻ്റെ സിമ്പിൾ. ഒരു വരയാണോ? അല്ല, ഇതാണ് നമ്മളെ ഡയോഡിൻ്റെ സിമ്പിൾ. ഇതിലൊരു ഭാഗം പി ടൈപ്പാണ്, പോസിറ്റീവ് ആണെന്നല്ലേ പറയുക. ഒരു ഭാഗം പി ടൈപ്പാണ്, അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. ഒരു ഭാഗം പി ടൈപ്പാണ്, മറ്റേ ഭാഗം എൻ ടൈപ്പാണ്. ഓക്കെ, ദിസ് ഇസ് പി ടൈപ്പ് ആൻഡ് ദിസ് ഇസ് എൻ ടൈപ്പ്. ബാരിയർ പൊട്ടൻഷ്യലും ഡിപ്ലീഷൻ റീജിയനും പഠിച്ചിട്ട് വേണം പോകാൻ. ഹൗ ഈസ് പി ഈസ് നെഗറ്റീവ് ആൻഡ് എൻ ഈസ് പോസിറ്റീവ്? അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എടാ കുട്ടാ, ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ആറ്റംസ്. ഇതപ്പോൾ പി പണ്ട് 3 ഉണ്ടായിരുന്നു, എൻ പണ്ട് 3 ഉണ്ടായിരുന്നു. ഇതിൻ്റെ പകുതി പി ആയിട്ടും എൻ ഇതാക്കിയിട്ടായി. അപ്പോൾ ഇവിടെ ഇലക്ട്രോണും ഹോളും കൂടി ചേർന്നു. 3 മാർക്കിലെ ചാപ്റ്ററിലെ ഫുൾ മാർക്കും കിട്ടുമോ? മാക്സിമം നമ്മൾ ഫുള്ള് കാര്യങ്ങളും പറഞ്ഞു, പ്രീവിയസ് ഇയർ ചോദിച്ച കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. യാസേ കിട്ടട്ടെ കേട്ടോ. അങ്ങനെ തന്നെയാണ് നമ്മളെ പ്രാർത്ഥന.
സോ ഇവിടെ ഇലക്ട്രോണും ഹോളും പോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ട് പോയില്ലടാ, ഇലക്ട്രോണും ഹോളും കൂടി ചേർന്ന് ആ ഗ്യാപ്പില്ലാതെയില്ലേ, ഇവിടെ നെഗറ്റീവ് ചാർജ് വരില്ലേ, ഒരു പോസിറ്റീവ് ചാർജ് വരില്ലേ, ഇവിടെ എക്സസ് ചാർജ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പി റീജിയനിൽ നെഗറ്റീവ് ചാർജും എൻ റീജിയനിൽ പോസിറ്റീവ് ചാർജും വന്നത്. ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. ബാരിയർ പൊട്ടൻഷ്യൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ്. എൻ സൈഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും പി സൈഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ടാവും. പറയാം, ഡിഫ്യൂഷൻ കറണ്ടൊക്കെ പറയാം കേട്ടോ. അത് നമ്മൾ ബയസിങ്ങിൻ്റെ കേസിൽ പറയാം. യെസ്, എർത്തിങ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ക്വസ്റ്റനൊക്കെ ഉണ്ട്. യെസ്. അപ്പോൾ പി എൻ ജംഗ്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ടു പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഫോർമേഷൻ ഓഫ് ഡിപ്ലീഷൻ, നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്ലീഷൻ റീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ആ ഡയഗ്രാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം നിങ്ങൾ പഠിച്ചിട്ട് തന്നെ വേണം പോകാൻ. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ്, നിങ്ങൾ ചോദിക്കുന്ന ബയസിങ്. അടുത്ത കാര്യമാണ് ബയസിങ്. രണ്ട് തരം ബയസിങ് ആണ് നമുക്കുള്ളത്. ഒന്നാണ് ഫോർവേഡ് ബയസിങ്, രണ്ടാമത്തെയാണ് റിവേഴ്സ് ബയാസിങ്. ഫോർവേഡ് ബയാസിങ് ഉണ്ട്, റിവേഴ്സ് ബയാസിങ് ഉണ്ട്. എന്താണ് ഫോർവേഡ് ബയസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് റിവേഴ്സ് ബയസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക്, അല്ലേ? 12 മണിക്ക് മുന്നേ തീരുടാ. ഫോർവേഡ് ബയസിങ്ങിൽ നമ്മുടെ സെമി കണ്ടക്ടർ അങ്ങനെ ആദ്യം ചിത്രം വെച്ച് വരയ്ക്കാം. ഇതാണ് ആര്? നമ്മുടെ സെമി കണ്ടക്ടർ ഡയോഡ്, അല്ലേ? പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇയാളുടെ പി സൈഡ്, പോസിറ്റീവ് സൈഡ് എന്ന് പറയരുത്, പി സൈഡ് ഇത് എൻ സൈഡ്. പി സൈഡ് പോസിറ്റീവിനോടും എൻ സൈഡ് നെഗറ്റീവിനോടും കണക്ട് ചെയ്യാൻ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയസിങ്. സിമ്പിളാണ്. പോസിറ്റീവ് ടു പി, നെഗറ്റീവ് ടു എൻ. അതിന് വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയസിങ്. എന്നാൽ റിവേഴ്സ് ബയസിങ് ആവുമ്പോൾ പി സൈഡ് നെഗറ്റീവ് പൊട്ടൻഷ്യലിനോടും പി സൈഡ് എൻ സൈഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലിനോടും കണക്ട് ചെയ്യും. കാര്യം മനസ്സിലായോ? സോ ഇതാണ് റിവേഴ്സ് ബയസിങ്ങിലെ കണക്ഷൻ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിലെ കണക്ഷൻ. ഫോർവേഡ് ബയസിങ്ങിൽ പി ടൈപ്പ് ടു പോസിറ്റീവ്, എൻ ടൈപ്പ് ടു നെഗറ്റീവ്, ആൻഡ് റിവേഴ്സിൽ പി ടൈപ്പ് നെഗറ്റീവ്, എൻ ടൈപ്പ് ടു പോസിറ്റീവ്. ഓർത്ത് വെക്കുക. നേരെ തിരിച്ച് കണക്ട് ചെയ്താൽ റിവേഴ്സ് ആണ്, നേരെ കണക്ട് ചെയ്താൽ ഫോർവേഡ് ആണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? യെസ്. സോ അടുത്ത കാര്യം ഇതിൻ്റെ എനർജി ഡിപ്ലീഷൻ ലെയറിന് എന്താ സംഭവിക്കുക നോക്കാം. സോ ഓൾറെഡി ഇങ്ങനെയാണ് നമ്മുടെ ഡിപ്ലീഷൻ ലെയർ ഉണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ അങ്ങോട്ട് കണക്ട് ചെയ്തു. ഇത് പി ആണ്, ഇത് എൻ ആണ്. ഇതിനെ പോസിറ്റീവിനോടും ഇതിനെ നെഗറ്റീവിനോടും കണക്ട് ചെയ്തു. ഇനി നോക്കടാ, ഇവിടെ എന്താ ഉള്ളത്? ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ ഭാഗത്ത് നെഗറ്റീവ് ചാർജിൻ്റെ ഒരു തള്ളലുണ്ടാവും, അല്ലേ? നെഗറ്റീവ് ചാർജിൻ്റെ ഒരു തള്ളലുണ്ടാവും. ഇത് പോസിറ്റീവാണ്, ഒരു തള്ളലുണ്ടാവും. സോ ഇവിടെ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? കുറയും. എന്താ സംഭവിക്കുക? ഡിപ്ലീഷൻ റീജിയറിൻ്റെ വിഡ്ത്ത് കുറയുകയാണ് ചെയ്യുക. ഓർത്ത് വെക്കണം. സോ ഫോർവേഡ് ബയസിങ്ങിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരും. ക്ലിയർ ആണോ? സോ ദിസ് ഇസ് ഡിപ്ലീഷൻ റീജിയൻ. അതിൻ്റെ വിഡ്ത്ത് കുറയാണ് ഇതിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിലെന്താ സംഭവിക്കുക നോക്കാം. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കണം. പി എൻ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇത് നെഗറ്റീവിനോടും ഇത് പോസിറ്റീവിനോടുമാണ്. ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഈ ഹോൾസ് ഒക്കെ എന്ത് ചെയ്യടാ? ഒന്ന് ഇങ്ങോട്ടടുക്കും, അല്ലേ? ഇവർ ഒന്ന് അങ്ങോട്ടും, ഇവർ ഒന്ന് അങ്ങോട്ടും പോകും. സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. സോ ഇവിടെ ഓർത്ത് വെക്കണം, ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും, ഇവിടെ
width of depletion region increasing. ഇനി ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കേസാണ് മൈനോറിറ്റി ഫോർവേഡ് ബയസിങ്. ഫോർവേഡ് ബയസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കേസാണ് മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ. എന്താ സംഭവിക്കുന്നത്? മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മൈനോറിറ്റി കാരിയേഴ്സിനെ ആ ഒരു റീജിയനിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് പറഞ്ഞേക്കുക. നോക്കിക്കേ, ഇവിടെ പി ടൈപ്പ് ആണ്, ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. ഇവിടെ എൻ ടൈപ്പ് ആണ്, അവിടെ മെജോറിറ്റി കാരിയേഴ്സ് ആരാ? ഇലക്ട്രോൺസ് ആണ്. ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ഹോളൊക്കെ ഉണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഈ എൻ റീജിയനിക്ക് ആരെയാ പറഞ്ഞയക്കുന്നത്? ഇവിടെയുള്ള ഹോൾസിനെയാണ് പറഞ്ഞയക്കുന്നത്. വി ആർ ഇൻജെക്ടിങ്, വി ആർ പുഷിങ് ഹോൾസ് ഇൻ ടു ദി നെഗറ്റീവ് റീജിയൻ. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് കോൾഡ് മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ ആണ് ഫോർവേഡ് ബയസിൽ നടക്കുന്നത്. സോ ഫോർവേഡ് ബയസിങ്ങിൽ രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് കറണ്ട് ഉണ്ടാവുക. ഒന്ന്, നോർമലി ഇലക്ട്രോണിൻ്റെ നമ്മളെ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഡ്യൂ ടു മോഷൻ ഓഫ് ഇലക്ട്രോൺ. രണ്ടാമത്തെ കാര്യത ഇലക്ട്രോൺസ് ഹോൾസിൻ്റെ ഡ്രിഫ്റ്റ് കൊണ്ട്. സോ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നോർമൽ കൺവെക്ഷനിലുള്ള ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റുള്ള കറണ്ട് പ്ലസ് ഹോൾസിൻ്റെ ഡ്രിഫ്റ്റിംഗ് കറണ്ട്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടാ കറണ്ട് ആണ്. ഒന്ന് കൺവെൻഷണൽ ഇലക്ട്രോൺസ് ഫ്ലോ, രണ്ടാമത് ഹോൾസിൻ്റെ ഡ്രിഫ്റ്റ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ടോട്ടൽ കറണ്ട് ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടേക്ക് നോക്കിയാൽ ദർ ഈസ് നോ കറണ്ട് ഫ്ലോ. ഇവിടെ എന്താണ്? നോ കറണ്ട് ഫ്ലോ. ഇത്രയാണ് ബയസിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ചിത്രം കൂടി വരയ്ക്കാം. ഫോർവേഡ് ബയസിൻ്റെ റിവേഴ്സ് ബയസിൻ്റെ ചിത്രം കൂടി വരച്ച് വെക്കാം. അതിന് വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ്. സോ ഇനീഷ്യലി വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ കറണ്ട് കൂടാൻ തുടങ്ങുക ഒരു മിനിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ബാരിയർ പൊട്ടൻഷ്യൽ, അത് കഴിഞ്ഞാൽ മാത്രമാണ്. സോ ഇവിടെയാണ് അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ അവസാനിക്കുന്നത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രാഫ് ലീനിയർ ഇൻക്രീസ് ചെയ്തു. അതിൻ്റെ പേരാണ് നീ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരാണ് നീ വോൾട്ടേജ്. ഇതാണ് എന്ത്? അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്താ പറയും, കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പോയിൻ്റെ പേരാണ് നീ വോൾട്ടേജ്. എന്നാൽ റിവേഴ്സ് ക്യാര വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡയോഡ് സാധാരണഗതിയിൽ എന്ത് ചെയ്യാറില്ല? റിവേഴ്സിൽ കണ്ടക്ട് ചെയ്യാറില്ല. സോ നമ്മൾ റിവേഴ്സ് ബയസ് ആണ്. ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ തേർഡ് ക്വാഡ്രൻ്റ് ആണ് വരയ്ക്കുന്നത്. ഇവിടെ വോൾട്ടേജ് ആണ്, ഇവിടെ കറണ്ട് ആണ്. സോ നോർമലി റിവേഴ്സ് ബയസിൽ കണ്ടക്ട് ചെയ്യാറില്ല. സോ കുറച്ച് ദൂരം എന്ത് വരും? ഇങ്ങനെ വരും. അതിനുശേഷം നമ്മൾ ഡയോഡ് ബ്രേക്ക് ഡൗൺ സംഭവിക്കും, കേടാവും. പിന്നെ അവിടെ കറണ്ട് ഫ്ലോ ലീനിയർ ആവും. സോ ഇതിൻ്റെ പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇവിടെ പറയേണ്ട വേറൊരു ടേമാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. എന്നൊരു ടേം കൂടി പറയണം. അതെന്താ വെച്ചാൽ ദാറ്റ് ഈസ് ദ കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അതായത് നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ബയസിലാണ്. ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആരുണ്ടാ? ഇവിടെ ഹോൾസ് ഉണ്ട് അല്ലേ? ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. അവരുടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ടുണ്ടാവുന്ന കറണ്ട് വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഡയോഡ് കൂടായാൽ കറണ്ട് എങ്ങനെ കൂടുന്ന സാറേ? ഡയോഡ് കേടായാൽ പിന്നെ കറണ്ട് ഇൻക്രീസ് ആണ് ചെയ്തോളൂ കേട്ടോ. സോ ദിസ് ഈസ് ഇറ്റ്. ഈ ഗ്രാഫുകളും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ക്ലിയർ ആണോ? സോ ഇത്രയാണ് അതിൽ ഓർത്ത് വെക്കേണ്ടത്.
സോ നമുക്കൊരു ചിത്രം കൂടി വരയ്ക്കാം. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാനുള്ള ചിത്രം കൂടി വരയ്ക്കാം. സോ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് അറിയാൻ നമ്മുടെ ഡയോഡ് ഉണ്ട്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ. നമുക്ക് എന്തറിയണം? ഇതിനൊരു വോൾട്ടേജ് കൊടുക്കണം. ഫോർവേഡായിട്ട് കണക്ട് ചെയ്തു. ഇതാണ് ഫോർവേഡിൻ്റെ ചിത്രം. ഇതാണ് ഫോർവേഡിൻ്റെ ചിത്രം അല്ലേ? ഈ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തണടാ? വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്റർ വെക്കണം. ഇവിടെ പോകുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും വെക്കാം? ഒരു അമീറ്ററും വെക്കാം. ചെറിയ കറണ്ടായിരിക്കും, നമ്മളൊരു മില്ലി അമീറ്റർ കണക്ട് ചെയ്തു. ഇതാണ് ഫോർവേഡ് ബയസിൻ്റെ ചിത്രം. റിവേഴ്സ് ബയസ് ആകുന്ന സമയത്ത് റിവേഴ്സ് ബയസ് ആകുന്ന സമയത്ത് നോക്കിക്കോളൂ, ചിത്രത്തിൽ ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഡയോഡിൻ്റെ കണക്ഷൻ നമ്മൾ എങ്ങനെ കൊടുത്തു? ഇങ്ങനെ കൊടുത്തു, ഒരു വര നീട്ടി വരച്ചു. ഇവിടെ നമ്മൾ വോൾട്ട് മീറ്റർ വയ്ക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ അമീറ്റർ വെച്ച് അളക്കുകയും മില്ലി അമീറ്റർ. ഇത്രയേ ഉള്ളൂ. സോ ഒറ്റ ചെറിയ മാറ്റം മാത്രമേ വരത്തുള്ളൂ. എന്തിനാ വരുത്തിയത് കണ്ടോ നിങ്ങൾ? ബാറ്ററി തിരിച്ചു. സോ ഇത്രയാണ് ഇതിലെ കാര്യങ്ങൾ. മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെക്ടിഫയർ ആൻഡ് ന്യൂക്ലിയർ റിയാക്ടർ ഇല്ല. അടുത്ത് നമുക്ക് പറയുന്നത് റെക്ടിഫയർ ആണ്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇൻ ദ ഫിഗർ ദ ജംഗ്ഷൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ് ഓർ റിവേഴ്സ് ബയസ്. ഫോർവേഡ് ബയസിലാണോ റിവേഴ്സ് ബയസിലാണോ? ഇതാണ് നമ്മുടെ ചോദ്യം. എടാ മക്കളെ, ഇത്രയും ആൾക്കാർ ഇവിടെ ക്ലാസ് കണ്ടിട്ട് ആകെ 423 ആൾക്കാർ ലൈക്ക് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓക്കെ ആണ്, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ മടി കൂടാതെ ലൈക്ക് അടിക്കണമെന്ന് അറിയിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. സോ നോക്കിക്കോളൂ, ഇൻ വിച്ച് ഫിഗർ ഈസ് ദ ജംഗ്ഷൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ് ഓർ റിവേഴ്സ് ബയസ്? ഏത് ഫിഗറിൽ? ഇൻ ദ ഗിവൺ ഫിഗർ ഫോർവേഡ് ബയസ് ആണോ റിവേഴ്സ് ബയസ് ആണോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൈക്രോമീറ്റർ ആണ്. മൈക്രോമീറ്റർ ഞാൻ മില്ലിയിട്ടിട്ടുണ്ട് കേട്ടോ. സോ നോക്കണം മക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യലിനോട് വേണമെന്നുള്ളത് നിങ്ങൾ എന്ത് പറയണ്ട, നിർബന്ധം പിടിക്കേണ്ട. ഹയർ പൊട്ടൻഷ്യൽ ഇവിടെയും ലോവർ പൊട്ടൻഷ്യൽ ഇവിടെയും കിട്ടിയാൽ മതി. നോക്കിക്കേ, ഈ പറഞ്ഞ ഡയോഡിൽ പോസിറ്റീവ് തന്നെ വേണമെന്നില്ല. ഹയർ പൊട്ടൻഷ്യൽ പി സൈഡിലും ലോവർ പൊട്ടൻഷ്യൽ എൻ സൈഡിലും കിട്ടിയാൽ മതി. സോ എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ +10 വോൾട്ട് ആണ് ഇവിടെ. ദിസ് ഇസ് ഹയർ പൊട്ടൻഷ്യൽ ആൻഡ് ദിസ് ഇസ് ലോവർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യൽ ടു പി സൈഡ് ആൻഡ് ലോവർ പൊട്ടൻഷ്യൽ ടു എൻ സൈഡ്. സോ ദിസ് ഈസ് forward bias. ഇത് നോക്കിക്കേ, 5 വോൾട്ട് ആണ് ഇവിടെ. ഇവിടെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ ഹയർ പൊട്ടൻഷ്യൽ എൻ സൈഡിനും ലോവർ പൊട്ടൻഷ്യൽ ഇവിടെയുമാണ്. സോ ദിസ് ഈസ് റിവേഴ്സ് ബയസ്. മനസ്സിലായി കാര്യം? ക്ലിയർ അല്ലേടാ? കൺഫ്യൂഷനില്ലല്ലോ? ആ കാര്യത്തിൽ കൺഫ്യൂഷനില്ലല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ, ചോദിച്ച ക്വസ്റ്റ്യൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം ഹൗ VA ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് ആർ ഒബ്റ്റെയിൻ. അതാണ് ഞാൻ ഇവിടെ എന്ത് വരച്ച് വെച്ച് ഈ സർക്യൂട്ട് ഡയഗ്രാംസ് വരച്ച് വെക്കാൻ കാരണം. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ സർക്യൂട്ട് ഡയഗ്രാം തന്നെ കാണിച്ചത്. സോ ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. ഫോർവേഡ്സ് റിവേഴ്സ്. ഡ്രോ ദ ഷേപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഒബ്റ്റെയിൻ. അതാണ് നമ്മൾ ഈ മനോഹരമായിട്ട് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന കാര്യം. ഓക്കെ, അത് ക്വസ്റ്റ്യനെ താഴെ കൊണ്ടുവയ്ക്കുന്നില്ല. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് വി ആർ മൂവിങ് ടു ദി ലാസ്റ്റ് ടോപ്പിക്. ആരോ ചോദിച്ച പോലെ 12 മണി നമ്മൾക്ക് തീർക്കാൻ ഉദ്ദേശിക്കുന്നു. ലാസ്റ്റ് ടോപ്പിക് മക്കളെ, അത് റെക്ടിഫയർ ആണ്. സിമ്പിൾ ആണ് റെക്ടിഫയർ. റെക്ടിഫയർ അഗെയിൻ 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഹാഫ് വേവ്. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. വളരെ സിമ്പിളാണ് റെക്ടിഫയറിൻ്റെ കാര്യം, ഒന്നുമില്ല. ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്താ റെക്ടിഫയറിൻ്റെ ഉദ്ദേശം? അതായത് നമ്മളൊരു കാര്യം പറഞ്ഞില്ല,
ഈ ഡയോഡിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താ? അയ്യോ നമ്മൾ പറഞ്ഞില്ല. ഡയോഡിൻ്റെ ഫംഗ്ഷൻ എന്താ? ഡയോഡ് വിൽ അലോ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ? ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡയോഡ് എന്ത് ചെയ്യുന്നുള്ളൂ? കറണ്ട് ഫ്ലോ അനുവദിക്കുന്നുള്ളൂ. അത് നമുക്കിവിടെ പറയാം. ഡയോഡ് അലോ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് കറണ്ട്. അതായത് ഒരു ഡയറക്ഷനിൽ ഫോർവേഡ് ബയസിൽ മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യുള്ളൂ, റിവേഴ്സ് ബയസിൽ കണ്ടക്ട് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ ഡയോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കാം. എന്താണ് റെക്ടിഫയർ? ഇറ്റ്സ് എ ഡിവൈസ്. റെക്ടിഫയർ ഈസ് എ ഡിവൈസ് used to convert AC into DC. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഏത്? റെക്ടിഫയർ. ഓക്കെ, ഇത്രയും കാര്യം നമുക്കറിയാം. സോ പിന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് റെക്ടിഫയർ 2 തരത്തിലാണ് നമുക്കുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നു, മുന്നോട്ട് പോകുന്നു. റെക്ടിഫയർ 2 തരത്തിലുണ്ട്. ഹാഫ് വേവ് ആണ്, ഫുൾ വേവ് ആണ്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമ്മൾ നോക്കടാ, നമ്മളെ ഉദ്ദേശം സാർ ഈ ഒക്കെ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്സപ്പ് ഗ്രൂപ്പിൽ വേഗം ജോയിൻ ചെയ്തോളൂ. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ നമ്മളിത് ചെയ്യും കേട്ടോ. ചാർജിൻ്റെ അഡാപ്റ്റർ റെക്ടിഫയർ ആണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് ഏതാ? അത് AC ആണ്. അതിനെ DC ആയി കൺവേർട്ട് ചെയ്താൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണം, ഒരുവിധം ഡിവൈസുകൾ എല്ലാം വർക്ക് ചെയ്യുന്നത് അവിടെയൊക്കെ എന്തുണ്ട്? റെക്ടിഫയർ ഉണ്ട്. സോ നമ്മളെ ഉദ്ദേശം AC എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. AC അതിനെ DC ആക്കണം, ഡയറക്റ്റ് കറണ്ട് ആക്കണം കേട്ടോ. അതാണ് ചെയ്യുന്നത്. സോ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളെ വീട്ടിലേക്ക് വരുന്ന AC ആണ്, അത് 230 വോൾട്ട് AC ആണ്. അതുകൊണ്ട് ഈ ഡയോഡ് കൊടുത്താൽ ഡയോഡ് പുകഞ്ഞു പോകും. സോ 230 വോൾട്ട് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തു? ആ 230 വോൾട്ട് AC-നെ ഒരു ചെറിയ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് കുറച്ചു. AC-ൻ്റെ വോൾട്ടേജ് കുറച്ചു. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സോ അവിടെ നമ്പർ ഓഫ് ടേൺസ് ഒക്കെ കുറച്ച് വരച്ചാൽ മതി. ഇപ്പം എന്തായി? ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ AC-ൻ്റെ വോൾട്ടേജ് കുറച്ചു. ഇനി ഒരൊറ്റ വര ഇതാ കഴിഞ്ഞു. ആ പോണ വഴിക്ക് ഒരു ചെറിയ ഡയോഡാണ് പിടിപ്പിക്കുക. എന്തായി? ഹാഫ് വേവ് റെക്ടിഫയർ ആയി. എന്താ അതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് വിളിക്കാൻ കാരണം? ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് ഇതിന് അക്രോസ് ആണ് കിട്ടുന്നത്. സോ ഇൻപുട്ട് വേവ് ഫ്രണ്ട് വരച്ചാൽ അത് വേവ് ഫ്രണ്ട് ഗ്രാഫ് വരച്ചാൽ AC ആണ്, ഇങ്ങനെയാണ് വരിക, AC ആണ് വരിക. ഔട്ട്പുട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്ലസ് 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 ഇങ്ങനെയാണ് കിട്ടുക. സോ ഹാഫ് വേവ് റെക്ടിഫയർ ഒരു ഹാഫ് സൈക്കിൾ, AC-ൻ്റെ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, സെക്കൻഡ് ഹാഫ് സൈക്കിൾ. സോ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസും ഒരു മൈനസും ചേർന്നതാണ്. ഒരു ഹാഫ് സൈക്കിളിനെ മാത്രം കണ്ടക്ട് ചെയ്യും. ഓൺലി ഹാഫ് ഓഫ് ദി സൈക്കിൾ ഈസ് റെക്ടിഫൈഡ്. അതുകൊണ്ട് അതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് വിളിക്കാം. ഇനി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കിയാൽ അതും വളരെ സിമ്പിളാണ്. ഇവിടെ ആദ്യം പ്ലസ് മൈനസ് കൊണ്ട് വരും അല്ലേ? പ്ലസ് മൈനസ് കൊണ്ട് വരും. പ്ലസ് മൈനസ് പ്ലസ് ഇതങ്ങനെയാണ് അവിടെ വരാൻ പോകണം. AC അല്ലേടാ, അതിൻ്റെ പൊളാരിറ്റി മാറി വരില്ലേ? പ്ലസ് മൈനസ് അങ്ങനെ വരിക. മൈനസ് പ്ലസ് അതായത് ഇവിടെ പ്ലസ് ആകുമ്പോൾ മൈനസ് ആകുമ്പോൾ അങ്ങനെ മാറി വരും. സോ ഇനീഷ്യലി പ്ലസ് ആകുമ്പോൾ പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ഫോർവേഡ് ബയസ് അതിൽ കണ്ടക്ട് ചെയ്യും. റിവേഴ്സ് ആയാൽ എന്ത് സംഭവിക്കും? ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ കിട്ടിയില്ല. സോ ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം മനസ്സിലാക്കി വെക്കണം. വർക്കിംഗ് അവിടെ എഴുതി വെച്ചാൽ മതി. ഇറ്റ് വിൽ വർക്ക് ഡയോഡ് D1 വർക്ക് ഓൺലി ഇൻ ഫോർവേഡ് ബയസ് ആൻഡ് വിൽ നോട്ട് കണ്ടക്ട് ഫോർ ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദാറ്റ് വിൽ ബി ഇൻ റിവേഴ്സ് ബയസ്. ക്ലിയർ അല്ലേ? ആൻഡ് അതുപോലെ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ വരയ്ക്കാൻ പോവുകയാണ്. ഈ ചിത്രം വന്ന്
നോക്കിക്കോളൂ. അവിടെ നമ്മളെ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പോകുന്നത് ഏത് തന്നെയാണ്? ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പോകുന്നത് ഈ AC ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് പൾസേ. ആയിട്ടില്ല. സോ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മക്കളെ. ഇവിടുത്തെ ട്രാൻസ്ഫോമറിൻ്റെ പേരാണ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. ഇതിൻ്റെ പേരെന്താ? സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. ഇവിടുത്തത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരുന്നെങ്കിൽ, സ്റ്റെപ്പ് ഡൗൺ സിമ്പിൾ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. അതായത് ഈ ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിനും ഒരു വള്ളി വന്നിട്ടുണ്ട്. സോ ആ വള്ളി കൂടി നമ്മൾ സർക്യൂട്ടിൽ ചേർത്ത് വരയ്ക്കേണ്ടതുണ്ട്. 3 വരകളാണ് ഇതിന് പുറത്തേക്ക് വരിക. സോ ഫസ്റ്റ് ഡയോഡ് ഇങ്ങനെ വെച്ചു, സെക്കൻഡ് ഡയോഡ് ഇങ്ങനെ വെച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്, ഒരു ഡയോഡ് ഫോർവേഡ് ബയസിലാവും, അടുത്ത ഡയോഡ് റിവേഴ്സ് ബയസിലാവും. ആ ബുദ്ധി വെച്ചിട്ട് എന്ത് ചെയ്യരുത്? ഒരു ഡയോഡ് നേരെയും അടുത്ത ഡയോഡ് തിരിച്ചും വരയ്ക്കരുത്. ഓക്കെ, സോ ഈ 2 വയറും ഇവിടെ ജോയിൻ ചെയ്യുക. ഇവിടെയാണ് നമുക്ക് എന്തെടുക്കാൻ പറ്റുക? ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ മക്കളെ? സോ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഇതിനെ ക്രോസ് ആണ് നമ്മൾ എന്തെടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. RL. ഇത് D1, നമ്മളെ ഡയോഡ് D1, ഇത് ഡയോഡ് D2. ഓക്കെ, സോ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫ്രണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു പൾസേറ്റിംഗ് DC ആണ്. പൾസേറ്റിംഗ് DC. നമ്മൾ സാധാരണഗതിയിൽ ബാറ്ററീൻ്റെ ഔട്ട്പുട്ടായിട്ട് എങ്ങനെ കിട്ടുക? നമുക്കൊരൊറ്റ വരെയാണ് കിട്ടുക. പക്ഷെ ഇവിടെ DC ഇങ്ങനെ ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ പൾസേറ്റിംഗ് DC ആണ്. കാര്യം മനസ്സിലായോ? ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം. ഇത് നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയാണ് റെക്ടിഫയറിൻ്റെ കേസ് ഉള്ളത്. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാം. ഇതിലും സിഗ്നൽ വരുന്നത് പ്ലസ് മൈനസ് ആണ്. സോ ഇവിടെ സെൻറ്ററിലും കൂടി എടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആയാൽ അതിനപേക്ഷിച്ച് ഇത് നെഗറ്റീവാണ്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് കണ്ടക്ട് ചെയ്യില്ല. പിന്നെ ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഇത് കൂടെ കണ്ടക്ഷൻ സംഭവിക്കും. അതിന് കറസ്പോണ്ടിങ് ഉള്ള ലോവർ പൊട്ടൻഷ്യൽ ഇവിടെ നിന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. സോ ഒന്നുമില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 വിൽ കണ്ടക്ട് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D2 വിൽ കണ്ടക്ട്. ഇത്രയേ ഉള്ളൂ. ചിത്രം വരയ്ക്കാൻ പഠിക്കണം. സിമ്പിളായിട്ട് വരച്ച് വെക്കണം. കോമൺ ആയിട്ട് മിസ്റ്റേക്കാണ് ഇത് രണ്ടും തിരിച്ചു വരയ്ക്കുന്നത്. തിരിച്ച് വരയ്ക്കരുത്. ഓക്കെ. റെക്ടിഫയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. 3 പ്രാവശ്യം പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ ഡിസൈൻ ഉണ്ട്. ഇങ്ങനെ ഡിസൈനായിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് തൽക്കാലം 1 മാത്രം ഡിസൈൻ ചെയ്ത്. അയ്യോ, ആ ഡിസൈൻ പാളി. യെസ്, സോ അതാണ് അവിടുത്തത്. ആൻഡ് വി ആർ മൂവിങ് ടു ദി ലാസ്റ്റ് പാർട്ട്. 2 ക്വസ്റ്റ്യൻ കൂടി. കപ്പാസിറ്റർ ഒന്ന് കണക്ക് ചെയ്ത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതാ. ഇത് വെച്ചാൽ മതി കേട്ടോ. തൽക്കാലം ഇപ്പോൾ ഫിൽറ്റർ വെച്ചുള്ള കഥകളൊന്നും നമുക്കില്ല. ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ യെസ്, ഗീവ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. അത് ചിത്രം വരച്ചിട്ടോ അല്ലാതെയോ എഴുതി വെക്കുക. എന്താണ് ഔട്ട്പുട്ട് വേവ് ഫോമിലെ വ്യത്യാസം എന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു സിംഗിൾ ഡയോഡേ ഉപയോഗിക്കുന്നു. ഇവിടെ 2 ഡയോഡ് ഉപയോഗിക്കും. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇത് ബോത്ത് ഹാഫ് സൈക്കിളിലും കിട്ടും. ഔട്ട്പുട്ട് വേവ് ഫ്രണ്ട് വരച്ച് വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ പോയിൻ്റായിട്ട് എഴുതി വെക്കണം. ഇത് പഠിച്ച് സെൻറ്റൻസ് എഴുതി പഠിച്ചിട്ട് വേണം. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. In a half wave rectification, what is the output frequency if input frequency is 25 Hz? ഇതിൻ്റെ ആൻസർ നിങ്ങളാണ് പറയേണ്ടത് മക്കളെ. നിങ്ങളാണ് ഇതിൻ്റെ ആൻസർ പറയേണ്ടത്. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞോളൂ. പെട്ടെന്ന് പറഞ്ഞോളൂ ആൻസർ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയടാ.
ഇനി ആ കൺഫ്യൂഷൻ വേണ്ട. ഒന്നുകിൽ ഫുൾ വേവ് റെക്ടിഫയറിൽ ഇവിടെ എർത്ത് ചെയ്തിട്ട് ദാ ഇവിടെയും എർത്ത് ചെയ്യണം, അങ്ങനെയും വരയ്ക്കാറുണ്ട്. കൺഫ്യൂഷൻ ആക്കുമോ ഞാൻ? ഫുൾ വേവ് റെക്ടിഫയറിൽ ഇവിടെ എർത്ത് ചെയ്തിട്ടേ ഈ എൻഡ് പിടിപ്പിച്ചിട്ട് അതും എന്നെ എർത്ത് ചെയ്യും. അപ്പോൾ രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്താലും സെയിം തന്നെയല്ലേ? യെസ്. അവിടെയാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രസക്തി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൽമാനെ. സോ നോക്കിക്കേ, ഇത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ആണ്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്രയായിരിക്കും 25 ഹെഡ്സ് ആകുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതിൻ്റെ, നോക്കണം മക്കളെ, ഇങ്ങനെ വരുന്നതിൻ്റെ ഇൻപുട്ട് ഇതാണ്. ഇപ്പോഴാണ് ഒരു വേവ് കംപ്ലീറ്റ് ആയത്. പക്ഷേ ഔട്ട്പുട്ടിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇങ്ങനെയുള്ളൂ, പകുതി പോയിട്ടുണ്ട്. ഹാഫ് വേവ് ആവുമ്പോൾ ഔട്ട്പുട്ട് എത്ര തന്നെയായിരിക്കും? 25 ഹെഡ്സ് തന്നെ ആയിരിക്കും. ഇതിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നോക്കി അന്തം വിട്ടിരിക്കുകയാണ്. ഇവിടെ റെസ്റ്റ് എടുക്കും. നിങ്ങൾ പറഞ്ഞ 50 എന്ന ആൻസർ എവിടെയാടാ? അത് ഫുൾ വേവ് ആകുമ്പോഴാണ് ഡബിൾ വരിക. കാര്യം മനസ്സിലായോ? ഫുൾ വേവ് ആകുമ്പോഴാണ് ഡബിൾ വരിക. ഹാഫ് വേവ് ആകുമ്പോൾ 25 മാത്രമേ വരുള്ളൂ. ഫുൾ വേവ് ആകുമ്പോൾ എങ്ങനെ വരും ഗ്രാഫ്? ഇതാ 1 2 3. അപ്പോൾ ഒരു റെപ്പിറ്റേഷന് 2 എണ്ണമായിട്ട് മാറും അല്ലേ? അപ്പോൾ ഫുൾ വേവിലാണ് 2 എണ്ണം വരുന്നത്. ഔട്ട്പുട്ട് ഓഫ് ഹാഫ് വേവ്, ഔട്ട്പുട്ട് ഓഫ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി? ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓഫ് ഹാഫ് വേവ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് ഹാഫ് വേവ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട്. എപ്പോഴാണ് ഡബിൾ ആവുക? ഫുൾ വേവിൽ മാത്രമാണ് ഡബിൾ ആവുക. സോ ദാറ്റ് വിൽ ബി 25 ഹെഡ്സ്. സോ ഇതോടുകൂടി മനോഹരമായിട്ടുള്ള ആ ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. 3 ചാപ്റ്ററുകൾ, മോഡേൺ ഫിസിക്സിലെ 3 ചാപ്റ്റർ മുഴുവൻ കോൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു, മുഴുവൻ ക്വസ്റ്റ്യനും ചെയ്തു. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ഇപ്പോഴത്തെ സെക്ഷൻ. ഇനി 2 മണിക്ക് നമ്മൾക്ക് ഇന്നലെ ബാക്കി വെച്ച റേ ഒപ്റ്റിക്സും ഡ്യുവൽ നേച്ചറുമായി കാണാം. അതുവരെ ബൈ. ക്ലാസ് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ബോക്സിൽ പറയണം മക്കളെ. നിങ്ങളുടെ കമൻറ്റുകൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു ആവേശവും ഊർജ്ജവും. അത് നിങ്ങൾ ഒട്ടും കുറയ്ക്കരുത്. ഇന്നലെയൊക്കെ വളരെ രസകരമായ ഒരു കാര്യം ഞാൻ കണ്ടു. നിങ്ങളോട് ഞാൻ പറഞ്ഞു ക്ലാസ് വേണമെങ്കിൽ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ അവിടെയും പിശുക്കി. നിങ്ങൾ ഒരാൾ ക്ലാസ് വേണമെന്ന് പറഞ്ഞ ആളുടെ കമൻറ്റ് ലൈക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. സോ അങ്ങനെയൊന്നും പിശുക്കരുത്. ഒരു കമൻറ്റ് ഇടാൻ വല്ല പ്രശ്നങ്ങളോട് ക്ലിയർ ആണെങ്കിൽ ആ കാര്യം പറയുക. സോ ദിസ് ഈസ് ദെൻ. താങ്ക് യു വെരി മച്ച്.